السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله إجلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. ഏറ്റവും ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നമ്മുടെയൊക്കെയും ആധ്യാത്മിക ഗുരുവും മാർഗദർശകനും സമസ്തയുടെ സമർത്ഥനായ നേതാവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അനസ് അൽ ഹാദി തങ്ങളവർകളെ, അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനും വാഗ്മിയും അതേപോലെ സ്ഥലം ഖതീബുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ദാരിമി ഉസ്താദ് അവർകളെ, ഈ സംരംഭത്തിന്റെ സഭാധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹനീഫ്, കാര്യദർശി ബഹുമാനപ്പെട്ട സഫ്വാൻ അഹമ്മദ്, മറ്റും സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെയും ഇവിടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട സകലരുടെ സകലമാന പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാ ഓരോരുത്തരുടെ സർവ്വ ലാഹിറും ബാത്തിനുമായ രോഗങ്ങൾ റബ്ബു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ജനങ്ങൾ ഇന്നിപ്പോൾ വാഴലിന് വന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴും വരുന്ന സമയത്തും കുറെ ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരൊക്കെ കിട്ടിയവരൊക്കെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഉമ്മയുടെയും സഹോദരന്മാരുടെയും ഒക്കെയും ദുആറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചറബ് അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പിരിസത്തെ ചങ്ങായിമാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ ഞങ്ങളെ റായത്തുക്ക് ദീനി പ്രഭ ചൊരിഞ്ഞ് ഞങ്ങളെ റായത്തുക്ക് മാർഗദർശന കാട്ടി തന്നെ ഈ ഉമ്മത്ത് എപ്പോഴും മരിക്കുക തീരാത്ത പോലത്തെ മരിച്ചെങ്കും മറക്കുക തീരാത്ത രൂപത്തിൽ നേതൃത്വം തന്നോട്ടിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദ്രോസ് തങ്ങൾ, അല്ലാഹു തആല മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കുമാറാവട്ടെ. ഉദ്ദബെട്ടു നേർച്ച ചെന്നെങ്കിൽ ഇവർ പ്രസിദ്ധമായ ഒരു നേർച്ച ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉദ്ദബെട്ടുടെ തെരിയാത്ത ആളുമാറില്ല. ദൈനംദിന എത്രയോ ആളുമാർ അങ്ങനെ സമസ്യ പരിഹാരത്തിക്ക് വേണായിട്ട് മനസ്സുക്ക് ഒരു സമാധാനത്തിക്കും ശാന്തിക്ക് വേണായിട്ട്
കഷ്ടപരിഹാരത്തിന് വേണായിട്ട് ഇവിടെ ഉള്ള ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്ത് വന്നിട്ട് ദുആരന്നിട്ട് സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ആ നനപ്പാക്കിയിട്ട് ആ ദുആരക്കട സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വത പോലത്തെ സമസ്യയും മഞ്ഞ് പോലെ കൽകി കൊടുത്തിട്ടു നല്ല രൂപത്തിൽ മനസ്സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ ജീവൻ നടത്തുന്ന പോലത്തെ ആയിരക്കണക്കിന് ആളുമാറുള്ള അതൊരു പ്രസിദ്ധ കേന്ദ്രമായിട്ട് ಅದರ ಒಟ್ಟಿಗೆ ಹಿಂದೂ ಮುಸ್ಲಿಂ ಜೈನനും ಕ್ರೈಸ್ತയും സകല ധർമ്മത്തെ ആളുമാരെ ഭാവൈക്യത്തെ കേന്ദ്രം അതേപോലെ ഉടല്ല ഉറൂസ് നടക്കുന്ന സന്ദർഭത്തിൽ സുധാരിച്ചിട്ട് കടത്തുകയാനായിട്ട് ഞങ്ങളെ പരിസരത്തുള്ള ഹിന്ദു സഹോദരന്മാർ സമയത്ത് വന്നിട്ട് ಇದಕ್ಕೆ സപ്പോർട്ട് ആക്കിടാറ് ഇതിലൊട്ടേക്ക് ബെന്നലുമായിട്ട് നിന്നിട്ട് ഇതിൽ ഹിദ്മത്ത് എടുക്കിടറ് ചെല്ലത് അത് വലിയൊരു വിഷയ ഇണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ ഈ ഇന്ത്യത്തിലും ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ലയിലും കലുഷിത വാതാവരണത്തെ ഈ രൂപത്തിൽ പരസ്പര സഹോദരന്മാരെ പോലെ അങ്ങ് ഉള്ളറുണ്ടാകുമ്പോഴത്തേക്കും അത് വലിയൊരു ഇസ്സത്ത് അതായിട്ട് അല്ലാഹുടെ ഔലിയാക്കന്മാരുടെ പവർ ഉണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളത്തോളം ഞങ്ങളെ റായത്തെ സകല ധർമ്മത്തെ ആളുമാരെയും സാഹോദര്യത്തെ നിലനിർത്തുന്ന പോലത്തെ സൗഭാഗ്യ അല്ലാഹു ഞങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഹസൻ ഹൈദറോസ് ജുമാഅത്ത് പള്ളിയുടെ ഈ ഉറൂസി അതേപോലെ നേർച്ച ഇതിലെല്ലാത്തെയും ഹിദ്മത്ത് എടുക്കടിച്ച് നിങ്ങൾക്ക് വലിയൊരു ಅದರ ಖಾದಿಮಿಗಳಾവുന്നത് ഈ പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ആവുന്നത് അതിന്റെ മെമ്പർമാരാവുന്നത് ഈ ഉറൂസ് അതേപോലെ നേർച്ച കമ്മിറ്റിയുടെ ഭാരവാഹിമാരാവുന്നതല്ല ബഹുമാനപ്പെട്ട ഔലിയാക്കന്മാർ സ്വാലിഹ്യങ്ങൾ കാട്ടിത്തന്ന തെരുടെ ഒരു ഹിദ്മത്തുള്ള ഭാഗ്യ ആ ഭാഗ്യ കിട്ടും പിന്നെ ആ ഭാഗ്യ കിട്ടും ഒരു ഭാഗ്യം ആ ഭാഗ്യവന്തന്മാരുടെ കൂട്ടത്തിൽ ഇന്ന് ആളുമാറായിട്ട് കിടാറുണ്ട് അൽഹംദുലില്ലാ. അതേപോലെ നിങ്ങളെല്ലാവരും ഉണ്ട് വാളുക വന്നത് ഒരു കുക്കിലധാരിയുടെ വാളുക അല്ലെങ്കിൽ വേറൊരു വാളല്ല ഉദ്ദേശ ബദലുക ഒരു നല്ലൊരു ജാഗലായിട്ട് കിടതിക്കടെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങന്മാർ പറയുമ്പോഴത്തേക്ക് ഉസ്താദുമാർ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് ദുആരക്കുമ്പോഴത്തേക്ക് ഒരു ആമീൻ ചെന്ന പുറത്തേക്ക് അത് മൈ ഞങ്ങളെ ദുനിയാവുടെയും ആഖിറത്തിലെയും സലാമത്തുക്കും സന്തോഷത്തുക്കും ചെന്നിട്ട് ആ വിഷയത്തിലായിട്ട് ഇവിടെ നിങ്ങൾ തെച്ചിട്ടുള്ളത് വാള എപ്പോഴും കേൾക്കട് എല്ലാ മൊത്തത്തിലും കേൾക്കട്ടെ ഉത്തുലകത്തിൽ കിടക്കുമ്പോഴത്തേക്കും ഉറങ്ങുമ്പോഴത്തേക്കും എണിക്കുമ്പോഴത്തേക്കും വാള് കേൾക്കടുണ്ട് യൂട്യൂബിലും ലൈവിലെല്ലാം കേട്ടുണ്ടുള്ളത് വലിയ ബിസി അതല്ല ഈ സദസ്സിൽ വന്ന് ദൈക്കൊക്കെ കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടല്ലേ അതൊരു വലിയൊരു വിഷയായിട്ട് ആ നിങ്ങൾ ദൈക്കുള്ള കാരണം അതായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ആ സാന്നിധ്യമുള്ള മജ്ലിസ് ആ നിയത്തോടു കൂടെ തെച്ചങ്ങതക്ക് തക്കതായ പ്രതിഫലം കിട്ടു ചെല്ല ഉദ്ദേശത്തിൽ പടച്ചറബ് ഞങ്ങൾ എല്ലാവരെയും ദുനിയാവുടെയും ആഖിറത്തിലെയും എല്ലാവരുടെ സമസ്യ പരിഹരിച്ചിട്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. എങ്ങത്തെങ്ങത്തുള്ള കഷ്ട ഇന്ന ആളുമാറുള്ള എങ്ങത്തെങ്ങത്തുള്ള രോഗ ഇന്ന ആളുമാർ ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുള്ള ആളുമാർ കടത്തിൽ നിറഞ്ഞിട്ടുള്ള ആളുമാർ ഉത്തര പരത്തിലേക്ക് തീരാത്ത പോലത്തെ പരിസരത്തിലുള്ള ആളുമാർ അകയില്ലാണ്ട് കഷ്ടപ്പെട്ട ആളുമാർ ഇങ്ങനത്തെ എത്രയുള്ള സമസ്യത്തിലുള്ള ആളുമാറുള്ള എല്ലാവരെയും സമസ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ച് തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ ബർക്കത്ത് കൊണ്ടിട്ട് അതേപോലെ ഇൻഷാ അല്ലാഹ് പ്രത്യേകം നടപ്പാക്കുള്ളത് നാളെ ആധ്യാത്മിക മജ്ലിസ് ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി ഉസ്താദിനെ നൂറെ അജ്മീർ കാര്യക്രമമായിട്ട് നാളെ നടക്കുക പോണ്ടത് ഈ പരിസരമുള്ള നൊറയുടെ പോലത്തെ വിശേഷമായ കാര്യക്രമ ആയിരക്കണക്കിന് ആളുമാർ സേരുടെ പോലത്തെ ഒരു കാര്യക്രമ ദുആത്ത് ഉത്തര കിട്ടുന്ന പോലത്തെ ഒരു മജ്ലിസ് ആയിട്ട് ആ മജ്ലിസും ബഹുമാനപ്പെട്ട അജ്മീർ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കുന്ന മജ്ലിസ് അത് നടക്കണത സയ്യിദ് ഹസൻ ഹൈദറോസ് തങ്ങളെ പേരിലുള്ള ആ സുന്ദരമായ ആ സാന്നിധ്യമുള്ള ജാഗലായിട്ട് ഇതെല്ലാം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ആ വിശേഷ സാന്നിധ്യ സംയുക്തമാക്കുന്ന സന്ദർഭത്തിൽ പടച്ചറബ് ഞങ്ങളെ സമസ്യയുള്ള പരിഹാരമാക്കുക ചെന്നതിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ് നാളെ നടക്കുന്ന വിശേഷമായ നൂറ് അജ്മീർ കാര്യക്രമത്തിൽ ആയത്ര വേഗത്തിൽ ആയത്ര എതിർല് ബന്ധിരത്തേക്ക് ഇന്ന് പ്രയത്നാക്കറു അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരുമാറാവട്ടെ. പിരിസത്തെ മുഅ്മിനീങ്ങളെ ഞങ്ങളെല്ലാവരും മുഅ്മിനായ ആളുമാർ ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളായ ആളുമാർ ഞങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്തിനാ ഞങ്ങൾ മുസ്ലിം ചെന്നിട്ട് എവിടെ പോയെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേരുണ്ട് പേര് എതിൽ ഞങ്ങളെ ധർമ്മ കേൾക്കുമ്പോഴത്തേക്കു മുസ്ലിം ചെന്നിട്ട് ഞങ്ങൾ യന്ത്രക്രമമുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഫോറം ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ പാസ്പോർട്ട് അതേപോലെ ഫോറം ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ അതേപോലെ ഇത്ര ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഫില്ലാക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ ധർമ്മ ഏതിന്റെ സന്ദർഭത്തിൽ അവിടെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ധർമ്മ ചെന്ന് ഫില്ലാപ്പാക്കുന്ന ക്രമമുണ്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ രൂപത്തിൽ സമ്പൂർണ്ണമായിട്ടും മുസ്ലിം ചെല്ലുടെ പോലത്തെ അർഹത ഞങ്ങളിട്ട് ഉണ്ടാ ചെല്ലത് ഞങ്ങൾ ആളച്ചനാക്കോണായ ഞങ്ങളെ ഈമാൻ ഞങ്ങളെ ഇസ്ലാം ഞങ്ങളെ സംസ്കൃതി ഞങ്ങളെ ജീവനശൈലി ഞങ്ങളെ പദ്ധതി ഞങ്ങളെ ഹാഗു ഹോഗു ഞങ്ങളെ കൊണ്ടു കൊടുക്കുന്നതും എടുക്കുന്നതും ഞങ്ങളെ സകലമാന വ്യവഹാര അതുക്കും ഇസ്ലാമുക്കും സംബന്ധം ഉണ്ടാ ഇല്ല ഞങ്ങൾ ആയിട്ട് കിടത് തീരുമാനാക്കണായത്
അപ്പോ ഞങ്ങളെ ഇസ്ലാമിയത്തെ തീർമാനാക്കണായ ಇನ್ನೊರ್ತರ ಇಸ್ಲಾಂ ಅಲ್ಲ ನಂಗ ತೀರ್ಮಾನ ಇದು ಬದಲಿಗೆ ನಾನು ನಂಡೆ ಇಸ್ಲಾಮಿಡ ನಾ ತೀರ್ಮಾನ ಹಾಕೋಣ ನಂಡ ಖಬರು ಅದು ನಾನು ತೀರ್ಮಾನ ಹಾಕೋಣ ನಂಡೆ ಪರಲೋಕ ಅದು ನಾನು ತೀರ್ಮಾನ ಹಾಕಡದು ಇಂಡಿ എച്ചം സാൽമാർക്ക് ഇല്ലാത്തൊരു വസ്തു എല്ലാം ഉണ്ട് മനുഷ്യകൊണ്ട് മുന്നോട്ടത് പോലെയല്ല മുന്നോട്ട് കുറെ വർഷத்துக்கு മുന്നോട്ട് 10, 25, 30, 40 വർഷத்துக்கு മുന്നോട്ട് ഈ സ്ലാപ്പും അതും അതേപോലെ RCC ഇതെല്ലാം ബണ്ടക്കാണ മുന്നോളൂ അതേപോലെ ഇണ്ട് കണ്ട ആധുനിക സൗലഭ്യ ബണ്ടക്കാണ മുന്നോളൂ ഫാൻ ഇല്ലാത്ത AC ഇല്ലാത്തൊരു കാലത്തില് കറണ്ട് സമയത്തെ ഇല്ലാത്തൊരു കാലത്തില് മനുഷ്യക്ക് ദൈക്കുക സമത്തില് അക സമയത്തെ ഇല്ലാണ്ട് ജോബടി പട്ടിയില മുളിയുടെ അകത്തില സോഗയുടെ അകത്തില മടലുടെ ഔത്തുല ദൈക്കട ഒരു കാലം ഇന്ന് മുന്നുള്ള ഇപ്പത്തെ പുതിയ പാലക്കാർക്കും മക്കൾക്കും ചെന്നെങ്കിൽ അർത്ഥാവത്തെ വിസയായിട്ടിക്കും അതെല്ലാം വെറുതെ ചെന്നൊരു പേരിക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ട് ഉള്ളത് അങ്ങനത്തെ ഒരു കാലം ഇന്ന് അങ്ങനത്തെ ഔത്തിൽ തെച്ചാൽമാറായിട്ട് കിട്ടിയിട്ട് തെച്ചിരിക്കട പ്രത്യേക വയസ്സര മനുഷ്യ നിങ്ങൾക്കെല്ലാം അനുഭവം ഉള്ളത് മുളിയുടെ ഔത്തിലും സ്വാഗയുടെ ഔത്തിലുള്ള തെച്ചിട്ട് പിന്നെ അനുഭവം ഇന്നത് അവിടെ ജാവുക മഴകാലത്തിൽ ജാവുക ഉറങ്ങുക തീരാത്ത പോലത്തെ പരിസ്ഥിതി എല്ലാം ഔത്തിൽ ഇന്ന സന്ദർഭ ആ സന്ദർഭത്തില് തിന്നുക ഭയത്തുകെന്നും ഇല്ലെങ്കും ഇടകു സമത്തെ ഡ്രസ് ഇല്ലാണ്ട് കണ്ടെങ്കും ഉറങ്ങുക വ്യവസ്ഥിത രൂപത്തിൽ ഇന്ന ജാഗയില്ലാണ്ട് കണ്ടെങ്കും മനുഷ്യക്ക് ഒരു ബസ്തി എന്തിനു ചെന്നെങ്കിൽ ನೆಮ್ಮದಿ ಚೆಲ್ಲರು ಬಸ್ ಜಾವುಗು ಬೇಗ പോയിട്ട് ഉറങ്ങിയെങ്കിൽ സുബികൊന്ന് റാഹത്തിൽ ಬೇಗ ಎಣಿಕೋಗು അവിടെ പോലത്തോರು ನೆಮ್ಮದಿ ഒരു സമാധാന ഒരു കൊസി എന്ത് ആ കൊസിയും ആ സമാധാനവും 5 ഫ്ലോറുടെ ഔത്തുലു 8 ബെഡ്റൂം എന്നിട്ട് എല്ലാത്തിനും സെൻട്രൽ AC വെച്ചിട്ട് റാഹത്തിൽ പൊക്കുളുടെ മണ്ണ് ചൊരോടത്തോളം തിണ്ടിട്ട് കിടന്ന് തിന്ന് കണ്ടെങ്കും ആ ഒരു ನೆಮ್ಮದಿ ഇന്ന് കാണുക സാധ്യമേ ഇല്ല ഇണ്ട് മനുഷ്യക്ക് ഉറക്കില്ല ഉറങ്ങിയങ്ങ് ഉറക്കപ്പെടില്ല എന്തൊരു ബിസ ടെൻഷൻ എന്തൊരു ടെൻഷൻ അവൻ ആക്കുക തീരാത്ത ബിസത്തേക്ക് കൈയിട്ട പോകു തീരാത്തത് പോയിറാ എടുക്കുക തീരാത്തത് എടുക്കറ തിന്നുക തീരാത്തത് തിന്നുറ അങ്ങനെ പരസ്പര യന്ത്രചന്ദ്ര സൂക്ഷ്മത ഇല്ലാത്ത രൂപത്തിൽ അവന്റെ ജീവനത്തില് അവന്റെ ചലന വലനത്തിൽ ഉണ്ടായ അവന് ക്രിയേറ്റ് ആക്കിയ വിഷയത്തിലായിട്ട് അവന്റെ നെമ്മതി നഷ്ടപ്പെട്ടു പോയത് തിന്നുകൊന്നും കൊറത്തയില്ലുണ്ട് കുടിക്കൊക്കെ കൊറത്തയില്ല ഡ്രസ്സിന്റെ കൊറത്തയില്ല വ്യവസ്ഥയുടെ കൊറത്തയില്ല എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നറ എല്ലാം തന്നിട്ട് ഇന്നിട്ടും സമയത്ത് ഇല്ലാത്തങ്ങളെ പോലെ ആയിട്ട് കിടേണ്ട മനുഷ്യരുടെ അവസ്ഥ എത്ര ഉണ്ടുണ്ട് കണ്ടെങ്കും മയ്യായിട്ട് ചെന്നിട്ട് മനുഷ്യരുടെ ബായിൽ ബണ്ടില്ല നിങ്ങൾ നോക്കിയുള്ളൂ ഇന്നത്തെ ആധുനിക ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ആധുനിക ബാണി ആക്കിട ആൾമാർ ആധുനിക രൂപത്തിൽ ജീവൻ നടത്തുന്ന ആൾമാർ ഗൾഫിലിക്കട്ട് റായത്തിലിക്കട്ട് എത്ര വേണമെങ്കിലും കാസിക്കട്ട് എത്ര വേണമെങ്കിൽ ജാഗിക്കട്ട് എത്ര വേണമെങ്കിൽ അധികാരത്തിലിക്കട്ട് എങ്ങനെയുള്ളവരെ കാക്കാട്ട് കേൾക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്തും തൊന്തരയില്ല ചെന്നിട്ട് ഒരു മനുഷ്യരുടെ ബായിലുണ്ട് ബണ്ടക്രമയില്ല എല്ലാവരും ചെല്ലുന്നേ എന്തും പ്രയോജനമില്ല ഉസ്താദേ അല്ലേ എല്ലാവരുടെ ബായിലും ബണ്ടത് എന്തും പ്രയോജനമില്ല കഴിഞ്ഞ വർഷത്തെ കാണാ ബാരി ബാഡ് ആയിട്ട് ബാരി ബാക്ക് ആയിട്ട് കിടന്നങ്ങ ഉള്ളത് കഴിഞ്ഞ വർഷം അങ്ങനത്തെ തൊന്തരയില്ല എന്ന് ചെന്നിട്ട് ആറിതി ചെന്നോണ്ടല്ലേ കഴിഞ്ഞ വർഷം കേട്ടപ്പോ ചെന്നറാവണോ എന്തും പ്രയോജനമില്ല ഉസ്താദേ മുന്നത്തെ വർഷം ഭാര്യ നല്ല ഇന്ത്യ ചെന്നിട്ട് അതേപോലെ എന്തും ചെന്നോണ്ടുള്ളവണോ എന്തും പ്രയോജനമില്ല ചെല്ലവണോ എന്തും പ്രയോജനമില്ല ചെല്ലവണോ പണ്ട് വർഷം നിക്കേട്ട് നോക്കോണ്ടിട്ടിക്കെ എങ്ങനെയുള്ള നിങ്ങളതെല്ലാം വ്യവഹാരം എങ്ങനെയുണ്ട് എന്തും പ്രയോജനമില്ല കഴിഞ്ഞ വർഷം തൊന്തരയില്ലാത്ത ഒരു മാതിരി ചെന്നിട്ട് അവനക്ക് പ്രയോജനം മരിക്കട്ട ലാഷത്തോളം ആവില്ല ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലരുടെ മനുഷ്യരുടെ ഭയത്തിലുള്ളകത്തേക്ക് കബറുടെ മണ്ണല്ലാണ്ട് മനുഷ്യരുടെ ഭയത്ര ഉള്ളകത്തേക്ക് കബറുടെ മണ്ണല്ലാണ്ട് നിറയില്ല ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പായിട്ടിക്കട് അവന് പേരിക്കെടുത്ത് പടച്ചവനെ കബറിൽ അവന്റെ ഭയത്തേക്ക് മണ്ണ് നിറയുടെ സന്ദർഭത്തില് കബറിലെത്തിട്ട് മണ്ണാവിടെ സന്ദർഭത്തില് പാമ്പും തേളും പുളും വന്നിട്ട് അവന്റെ ശരീരത്തെ തിണ്ട് തീർക്കട സന്ദർഭത്തില് അവന് ചെന്നോണ്ടുള്ളത് അല്ലാ നന്റെ ഒന്ന് ഭൂമിക്ക് റിട്ടേൺ കടത്തനാദാ നിനക്ക് സൗകര്യ തന്നര സൗലഭ്യ തന്നര സുഖവും സന്തോളവും സമ്പത്തും നിയമത്തും അധികാരവും തന്നര എവിടെത് ചിലടത് കബറിൽ കിടക്കട സന്ദർഭത്തിൽ ഫാൻ ഇല്ലാണ്ട് AC ഇല്ലാണ്ട് ഡ്രസ് ഇല്ലാണ്ട് അതേപോലെ കുളിക്കൊക്കെ വ്യവസ്ഥയില്ല ദൈക്കട വ്യവസ്ഥയില്ല കിടക്കട വേറെ വ്യവസ്ഥയില്ല ബെഡ് ഷീറ്റ് ഇല്ല ആറുമില്ല എന്തുമില്ലാണ്ട് സീറോ ആയിട്ട് മൈനസ് ആയിട്ട് കേക്കത്തടിയിൽ പോയിട്ട് കിടക്കട സന്ദർഭത്തിൽ ചിലർ പളക്കമുണ്ട് റബ്ബേ നന്റെ ഒന്ന് ഭൂലോകത്തേക്ക് തിരിച്ച് കടത്ത് അല്ലാ
മുന്നൊളുന്നാണ് ആക്കാത്ത എല്ലാ സ്വറത്തിൽ നിന്നാണ് ഇന്നൊരുക്ക ആക്കിട സത്കർമ്മ ആക്കിട നല്ലവണായിട്ട് പണ്ട റബ്ബേ ചന്ദ്രച്ചelde ഒരു നാളുണ്ട് ആ ചെന്നല്ല ആറ് ഖബർ എത്തിയപ്പറത്താവിടൂ നിക്ക് അൽഹംദുലില്ലാ റബ്ബുനക്ക് നല്ല വ്യവസ്ഥ തന്നിറാ അല്ലാഹുനക്ക് സവളത്ത് തന്നിറാ നാണ് നല്ലാവുക സമയവും തന്നിറാ അള്ളനക്ക് ആരോഗ്യ തന്നിറാ എന്തിലും പടച്ച റബ്ബുനക്ക് കുറുടിയാക്കിട്ടില്ല നാദാ ഈ ഖബർ ചെelde ജീവനത്തിക്ക് മേനായിട്ട് മാത്രമാണ് എന്തും കൊമ്പെന്നില്ല അതുകൊണ്ടിട്ട് ഇന്നൊരുക്ക നിന്റെ കടത്ത് തമ്പുരാനെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഖബറുക്ക് മേനായിട്ടുള്ള വ്യവസ്ഥയുമായിട്ട് നാണ് ഇന്നൊരുക്ക ബണ്ടേ റബ്ബേ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മരിച്ചിൽ പിന്നെ മനുഷ്യർ അല്ലാഹുവിൽ ചെല്ലാണ്ടിക്കില്ല എങ്ക സമയം മിഞ്ചു പോയിട്ടായിട്ട് പിന്നെ റിട്ടേൺ ബണ്ട് വിസയില്ല ഇന്നത്തോളം ഖബർ നിന്നിട്ട് ഇന്നൊരുക്ക പുനർജന്മായിട്ട് ദുനിയാവുക്ക് ബന്ധവണില്ല ഒരാളുമില്ല ഇണ്ട് ആധുനിക ബാലക്കാരിൽ ചെല്ലുമ്പത്തേക്ക് ബാലക്കാറ 5 വക്ത നിസ്കാരത്തേക്ക് പള്ളിക്കെത്തില്ല നോമ്പ് പിടിക്കുമോണെ കള്ളുകുടിയുടെയും വ്യഭിചാരത്തെയും ഹറാമേത്ര പിറകില് പോവണ്ട നിന്റെ ജീവനത്തെ വടക്കാക്കണ്ട മരിക്കൊണ്ട് നാളെ ഖബറിൽ കിടക്കുകൊണ്ട് ചെല്ലുടെ വിഷയത്തില് നിന്റെ ആധുനിക മക്കൾക്ക് വാത് ചെല്ലുടെ സന്ദർഭത്തില് നിങ്ങളെ പാലക്കാർ ചെല്ലൊരു പലക്കമുണ്ട് ഉസ്താദേ മരിച്ചെങ്കിൽ ആ മരിച്ചിൽ പിന്നെ ശിക്ഷ കൊണ്ട് ചെന്നവണാറ് ആറ് കണ്ടവണ് പോയിട്ടാറ് കൊറിയാൽമാർക്ക് ഡൗട്ട് അതേപോലെ എന്തേ മരിച്ചൽ പിന്നെ ആറ് ഖബർക്ക് പോയിട്ട് വന്നിറാ അവിടെ ശിക്ഷ ഉണ്ടോ രക്ഷ ഉണ്ടോ ചെന്നവണാറ് അതിൽ വെറുതെകളാ അതിൽ പേടിപ്പാട്ടൊക്കെ ചെല്ലുടെ അത്ര ഉള്ളേ ആറ് നോക്കിയിട്ട് വന്നിറാ ആരും കണ്ട് വന്നവനുള്ളണ കാണാണ്ടല്ലേ ചെന്നോണ്ടുള്ളത് എന്റെ മനുഷ്യ അതിബുദ്ധിവന്ത മുന്നോട്ട് പോലെയല്ല നമ്പിക്ക മനുഷ്യക്ക് കുറുടിയുണ്ട് അല്ല വാപ്പാടെ നമ്പില്ല ഉമ്മടെ നമ്പില്ല അങ്ങനത്തെ ഒരു കാളായിട്ട് ഒരു ഉദാഹരണം നിങ്ങളുടെ ചെല്ലതുക്ക് ഖബറിൽ പിന്നെ മരിച്ചൽ പിന്നെ ഒരു ശിക്ഷ ഉണ്ട് ഒരു പ്രപഞ്ചം ഉണ്ട് രക്ഷ ഉണ്ട് ചെല്ലതുക്ക് ഒരു തെരു ഞങ്ങൾ എല്ലാവരും ഉമ്മടെ ഗർഭകോശത്തിനിട്ട് പുറത്ത് ബന്ധങ്ങൾ അല്ലേ ഒരാളും ഉമ്മടെ ഗർഭകോശ ഇല്ലാണ്ട് ബന്ധവണില്ല ബാപ്പ ഇല്ലാണ്ട് ഭൂമിക്ക് ബന്ധങ്ങളുള്ള ഉമ്മ ഇല്ലാണ്ട് ഭൂമിക്ക് വന്ന ബന്ധങ്ങളുടെ സംഖ്യ കുറടി അല്ലെങ്കിൽ ഇല്ലാണ്ട് സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മടെ ഗർഭകോശത്തിനിട്ട് പുറത്ത് വന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ബാപ്പ ഇല്ല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭകോശത്തെ ഉൾഗത്തെ വന്ന ആളല്ല അതുകൊണ്ട് ബാപ്പയും ഇല്ല ഉമ്മയും ഇല്ല ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയും ഗർഭകോശത്തെ വന്ന ആളല്ല അതുകൊണ്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാക്കും ബാപ്പയും ഇല്ല ഉമ്മയും ഇല്ല ഏതായാലും ഞങ്ങൾ എല്ലാവരും ഗർഭകോശത്തെ പുറത്തേക്ക് വന്ന ആൾ മറുമ്മടെ ഗർഭകോശത്തെ ചിലൊരു പ്രപഞ്ചത്തിൽ അതൊരു ചെറിയൊരു പ്രപഞ്ച ആ ചെറിയ പ്രപഞ്ചത്തിലെ ആയതിലായിട്ട് കുറിയ നാൾ മാത്രം ഞങ്ങൾ ഇവിടെ ഇന്നത് ഒലിമ്പ തിങ്ങളും മാക്സിമം ഒലിമ്പ തിങ്ങളും ഒലിമ്പോ നാള് അല്ലെങ്കിൽ ഒരു 10 നാള് അത്രക്കാണ് അപ്പർ 6 പന്നിന്റെ തിങ്ങള് ഒരു 1.5 വർഷം ഉമ്മയുടെ ബാത്റൂൾക്കത്തില് ആറും തെച്ചിട്ടില്ല കുറെ സ്പീഡിൽ ബന്ധങ്ങളുള്ളത് 7 തിങ്ങളിലും ബന്ധങ്ങളുള്ളത് 6 തിങ്ങളിലും ബന്ധങ്ങളുള്ളത് ആയെങ്കിൽ ഒലിമ്പര തിങ്ങളുടെ കാണാൻ അപ്പർ 6 പോയെങ്ങാറും ഉമ്മയുടെ ഗർഭകോശത്തിലില്ല അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഗർഭകോശത്തിൽ ഗർഭകോശത്തിൽ കട സന്ദർഭത്തിൽ നിങ്ങൾക്ക് കണ്ണിന്ത് ഉമ്മടെ ഗർഭകോശത്തിൽ നിങ്ങൾ ഇന്നിട്ട് ഒരു 4-5 തിങ്കളാവിടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ ഉമ്മടെ ഗർഭകോശത്തിൽ വന്നിട്ട് ഇറച്ചിട ഗിട്ട പോലെ ഇന്ന് നിങ്ങൾക്ക് റൂഹു ചെല്ലെ ജീവ ചെല്ലെ ആത്മ ചെല്ലെ ബസ്റിയിട്ട് തന്നിട്ട് അതിൽ പിന്നെ ഉമ്മടെ ഗർഭകോശത്തിൽ നിങ്ങൾ ജീവ ഇന്ന മനുഷ്യയായ അതിൽ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കണ്ണിന്തല കാതിന്തല മൂക്കിന്തല ബായിനാവിന്തല പല്ലിന്തല കയ്യും കാളും എന്ത് ഞങ്ങളുടെ ശരീരത്തിൽ പ്രതി ഒരു പാർട്സും ഞങ്ങളുടെ ശരീരത്തിൽ എന്ത് ഒന്നു കേക്കട്ട ഉമ്മടെ ഗർഭകോശത്തിൽ കണ്ണ് നിക്ക് എന്നിട്ടും നീ കണ്ണുള്ള യന്ത്ര നോക്കിര കാതിന്നിട്ട് ഉമ്മടെ ഗർഭകോശത്തിൽ ഇന്ന കാത് കൊണ്ടിട്ട് നീ യന്ത്ര കേട്ടര ഉമ്മടെ ഗർഭകോശത്തിൽ കൈയില്ലാത്ത നിക്ക് നിന്റെ കൈ കൊണ്ടിട്ട് ഉമ്മടെ ഗർഭകോശത്തിൽ യന്ത്ര തൊട്ട നീണ യന്ത്ര പിടിച്ചിര യന്ത്ര എടുത്തര യന്ത്ര കൊടുത്തര നീണം ഉമ്മയുടെ ഗർഭകോശത്തിൽ ഇന്ന കാളിന്ത നിക്ക് ആ കാള് കൊണ്ടിട്ട് യന്ത്രത്തിക്ക് നീ നടന്നിര നിന്റെ കാള് യൂസ്ലെസ് ആയിട്ട് എന്ത് നിന്റെ കണ്ണ് യൂസ്ലെസ് ആയിട്ട് എന്ത് നിന്റെ കാത് ഉപകാരത്തില്ലാത്ത നിന്റെ നാവ് കൊണ്ടിട്ട് ഉപകാരം ഇല്ലാത്ത നിന്റെ ഉമ്മയുടെ ഗർഭകോശത്തിലേക്കുള്ള സന്ദർഭത്തിൽ നിന്റെ ശരീരത്തിൽ ഓരോരോ പാർട്സ് കൊണ്ടും ഒരു ഉപകാരം നിൽക്കില്ലാത്ത വെറുതെകും നമുക്ക് എന്ത് അല്ലാണ്ട് ഉമ്മയുടെ ഗർഭകോശത്തിൽ ഇന്ന ഉപയോഗം ഇന്ന ഒരേ ഒരു വസ്തു ഏത് കേട്ടെങ്കിൽ മനുഷ്യരുടെ പൊക്കിള് മാത്രമേ നമുക്കൊരു പൊക്കിള് ചൊല്ലൊരു വസ്തുണ്ട് ഈ പൊക്കിളുകൾ ബള്ളിത്തൊരു ലൈനിൽ ഒരു വയർ
അത് ഉമ്മയുടെ ശരീരത്തിക്ക് ലിങ്ക് അവിടെ പ്ലഗ് അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് പൂന്നൽപ്പിനായിട്ട് കട്ടാക്കിട്ട് എടുത്തിട്ട് ഉമ്മയും മോണും ഒരേ തടിയത് അത് പുറത്തേക്ക് വന്നാൽ പിന്നെ കട്ടാക്കിട്ട് എടുത്തിട്ട് വേറെ വേറാക്കി അല്ലെ. ഇത് വെച്ചിട്ട് ഇവിടെ എച്ചിനും സാളുമാറും ഉമ്മമാറി കുറതിലല്ലേ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉമ്മത്തിന്റെ ഉമ്മ തിന്നോണ്ടിന്ന ആഹാര പൊക്കളുടെ മുഖാന്തരായിട്ട് ഇവിടെ ഞങ്ങളെ ഭയത്തുക വന്നോണ്ടിന്നത്. ഉമ്മ എടുത്തോണ്ടിന്ന ശ്വാസ അതും പൊക്കളുടെ മുഖാന്തരായിട്ട് ഇവിടെ ഞങ്ങളെ ശരീരത്തുക പറ്റിയോണ്ടിന്നത്. ഉമ്മ തിന്നോണ്ടിന്ന ആഹാരത്തെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങളെ ശരീരം പൂർണ്ണമായിട്ടും വന്നോണ്ടിന്നത്. അത് ഞങ്ങളെ വായിൽ എന്തും തിന്നിട്ടില്ല, മൂക്കിൽ ശ്വാസം എടുത്തിട്ടില്ല, കണ്ണിലെന്തും നോക്കിയിട്ടില്ല, കാത് കൊണ്ടിട്ടെന്തും കേട്ടിട്ടില്ല, കൈ കൊണ്ടിട്ട് തൊട്ടിട്ടില്ല, കാല് കൊണ്ടിട്ട് നമ്മുടെ ഗർഭകോശത്തിൽ നടന്നിട്ടില്ല. സമ്പൂർണമായിട്ടും യൂസ് ആയോണ്ടുന്നത് കേവലം ഒരു പീസ് വയറ് മാത്രം, പൈപ്പ് മാത്രം, നിങ്ങളുടെ പൊക്കളുടെ പൈപ്പ് മാത്രം എല്ലാം അതിന് മുഖാന്തരം പടച്ചറപ്പ് നിങ്ങളുടെ ശരീരത്തേക്ക് തന്നോണ്ടിന്ന മനുഷ്യര് ഭൂമിക്ക് ബന്നൽ പിന്നെ കൈ ബന്നിറങ്ങമയ്യാവലാന്ത, കാല് ഭൂമിക്ക് ബന്നൽ പിന്നെ ബന്നിറങ്ങമയ്യാവലാന്ത. ഏതൊരു ജീവജാലത്തുക്കും കൈയും കാളും ഏതൊരു വസ്തുവും ഉണ്ടായത് അതിന് ഉമ്മടെ ഗർഭകോശത്തില്. നായായെങ്ങും പൂച്ചായെങ്ങും പക്ഷിയായെങ്ങും അത് അതിന്റെ ഗർഭകോശത്തെ ഉൾഗത്തിലിക്കുമ്പോ അല്ലെങ്കിൽ മുട്ടയുടെ ഉൾഗത്തിലിക്കുമ്പോ സെറ്റപ്പായിട്ട് പുറത്തേക്ക് പണ്ടത്. ഏതൊരു പക്ഷിയുടെ രക്കയാവട്ടോ അതിന്റെ കൊക്കാവട്ടോ അതിന്റെ കണ്ണാവട്ടോ കാളാവട്ടോ എല്ലാം മുട്ടയുടെ ഉൾഗത്തിൽ സെറ്റപ്പായിട്ട് പുറത്തേക്ക് പണ്ടത്. ബോരിയാവട്ടോ പൂച്ചയാവട്ടോ കുഞ്ഞു ബീക്കട കാണുമെന്നുള്ള അതിന്റെ ഗർഭകോശത്തിലേക്കിടെ സന്ദർഭത്തിൽ കൈക്കാളെല്ലാം ഫിക്സ് ആയിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് വന്നാൽ പിന്നെ അവിടുതല്ല. പുറത്തേക്ക് വന്നാൽ പിന്നെ വിളയിടേണ്ട മാത്രം പുറത്ത് ഉണ്ടാവിടുതല്ലേ. മറ അങ്ങനല്ലടാ. തയ്യും മുള്ളും അതേപോലെ കാട് പ്രദേശത്തിൽ നിന്ന് എന്തെല്ലാം ബസ്തിലെ മറമുട്ടില്ലേ, തയ്യില്ല, പള്ളിയില്ല. ഇത് ഏതും മണ്ണിടെ ഉൾഗത്തിൽ സെറ്റപ്പായിട്ട് വണ്ടില്ല. മണ്ണിടെ ഉൾഗത്തിൽ അതൊക്കെ ഇലയിക്കില്ല, അതൊക്കെ കൊമ്പിക്കില്ല, അതൊക്കെ ഗള്ളിക്കില്ല. അതേപോലെ അതൊക്കെ ഏത് രൂപത്തിൽ നിന്ന് അതിന് തിരിയിക്കില്ല. അതല്ലെങ്കിൽ ഏത് രൂപത്തിലും അതൊക്കെ വേണമായിട്ടുള്ള പല വസ്തുവാ എന്തും അതിലേക്കില്ല. അതിൽ പൂവിക്കില്ല, അതിൽ കായ്ക്കില്ല, എന്തുമിക്കില്ല. കേവല ചെറിയ രൂപത്തിൽ ഇങ്ങനെ കൊടിച്ചോണ്ട് പണ്ട് ഭൂമിയുടെ മേൽക്ക് വന്നൽ പിന്നായിട്ട് കിടതൊക്കെ എല്ലാം ഉണ്ടാവിടത്. കൊമ്പും ഗള്ളും അതേപോലെ അതൊക്കെ വേണമായിട്ടുള്ള പല വസ്തുവും എല്ലാം ഉണ്ടാവിടത്. ഇലയും ഉണ്ടാവിടത്, ചിഗുറുണ്ടാവിടത് എല്ലാം ഭൂമിയുടെ മേൽക്ക് വന്നൽ പിന്നെ എന്റെ എന്റെ മണ്ണിന്റെ ഉൾക്കത്തിലെ സെറ്റപ്പായിട്ടത് അല്ലേ. ഒരു ചെറിയ ഒരു തൈ ഭൂമിയുടെ മേൽക്ക് വന്നത്ര അത് എന്തിരത്തെ തൈ ചെന്നിട്ട് കണ്ടുപിടിക്കുക സാധ്യയില്ല. അതൊക്കെ ഇല ബർമുത്തുകായിട്ട് ഇത് മാങ്ങയിടത്, ഇത് തേങ്ങയിടത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പല വസ്തു, ഇത് കുമ്പിളിങ്ങിടത്, അതെല്ലാം ചൗത്തരത് അല്ലെങ്കിൽ കെക്കുരിങ്ങിടത്, ഇതെല്ലാം ഗൊന്തവിടെ പതുക്കെ നല്ല ഇല ബർമുത്ത് കണ്ട് ഗൊന്തവിടെ പരിചയം കിട്ടുക നമുക്ക്. അത് മേൽക്ക് വന്നിൽ പിന്നെ ഉണ്ടാവുന്നത്. എന്റെ മനുഷ്യരതും ബാക്കി ജീവജാലത്തത് ഉമ്മയുടെ ഗർഭകോശം ഇറച്ചി പോലത്തത് പുറത്തേക്ക് വന്നാൽ പിന്നെ കൈ കാളിൽ ഇങ്ങനെ വിളയാത്തത് എന്തേ? എന്നത് ഗർഭകോശ ഉൾക്കത്തിലെ സെറ്റപ്പായിട്ട് പണ്ട് എല്ലാം ഫിക്സ് ആയിട്ടുള്ള കറക്റ്റ് ക്ലിയർ സെറ്റായിട്ട് പണ്ട് എങ്ങനെ അത് വലിയ ബിസി ആലോചനക്കൊണ്ടായത്. എന്തൊക്കെ തരുവോ ഈ കൈ കാള് മൂക്കു കണ്ണെന്ന് ഉമ്മയുടെ ഗർഭകോശത്തിൽ ആളുകൾ ഉപ്പക്കാർത്തേക്ക് കിട്ടിയിട്ടേ ഇല്ല. എന്തുമായിട്ട് വെറുതെ ഉൾക്കത്തിൽ ഉപ്പക്കാർത്തേക്ക് പൊക്കളു മാത്രം. ഭൂമിക്ക് ബറലോടുകൂടെ പൊക്കളുടെ സംബന്ധം കൊണ്ട് കെട്ടായത്. ഇണ്ട് ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എല്ലാ പാർട്സും ഉപകാരത്തുകൊള്ളു അല്ലേ. എല്ലാ ഉപകാരത്തും ഏതും യൂസ്ലെസ് ഏതും ഇല്ല, എല്ലാം യൂസ് ഔട്ട്. പൊക്കൾ ആർക്കെങ്കിലും യൂസ് ഔട്ട്. എന്തിർത്തുകൾ ആ പൊക്കളു ബേത്രത്തിൽ ബേത്ര മേലെ ഒരു ഒട്ടെ, അത് ഉൾക്കത്ത് കണക്ഷനിലത്തെ ഒരു കല പോലത്തെ ഒരു ഒട്ടെ, അതിൽ മണ്ണ എങ്ങനെ കൽകിടക്കെത്തിയ സമയത്തില്ല കുറേ ആൾമാർക്ക് മണ്ണ് ചോരി ഒട്ടിക്കിട് എന്തിർത്തുക മുന്നോളല്ല. ഈ പിറാന്ത നായി കടിച്ചെങ്കിൽ ചുറ്റുഭാഗത്തേക്ക് 40 ഇഞ്ചക്ഷൻ കൊടുത്തോണ്ടിരുന്ന പൊക്കൾ അതൊക്കെ ഒരു പോയിന്റ് ഇണ്ട്. പിന്നെ ആണിങ്ങൊക്കെ പൊക്കൾ ചെന്നെങ്കിൽ ഒരു ഔറത്തേക്ക് ഒരു പോയിന്റ് വേണമല്ലോ. മുട്ടയും പൊക്കളുടെയും ഇടയിലുള്ള ജാഗ കണക്കാക്കുക ഒരു പോയിന്റ്, ഒരു ഡോട്ട് അതൊക്കെ അകത്തിയുണ്ട്. അത്ര അല്ലാതെ എന്തും അതിലൊരു ഫലയില്ല അല്ല. അതിൽ തിന്നോകാവില്ല, കുടിക്കോകാവില്ല, എന്തും ആവില്ല. വെറുതെ വേസ്റ്റ്. ഇത്ര വില വേത്തലത്തിൽ ശരിയൊരു പൊക്കൾ അത് ഗർഭകോശത്തിൽ ഉപകാരം കൂടെ ഉപകാരം ഇല്ല. കൈകാളെല്ലാം ഗർഭകോശത്തിൽ ഉൾക്കത്തിൽ ഉപകാരത്തില്ല. പിന്നെ എല്ലാം യൂസ് ആവുള്ളൂ.
അപ്പൊ ഇത് ചെല്ലെന്തെങ്കിൽ ഉമ്മയുടെ ഗർഭകോശ ചെല്ലതൊരു പ്രപഞ്ച അത് മനുഷ്യരുടെ പ്രാഥമിക ഹന്തായിട്ട് കിടത് മനുഷ്യക്ക് 3 ഹന്തം ഉണ്ട്. മനുഷ്യരുടെ ഉമ്മയുടെ ഗർഭകോശത്തിൽ ഇന്നൊരു ജീവന, ഈ ഭൂമിയിൽ ഇന്നൊരു ജീവന, മരണാനന്തര ഇന്നൊരു ജീവന, 3 ജീവന മനുഷ്യക്ക് ഗർഭകോശത്തിൽ ഇന്ന കിട ഇന്നത് അതെല്ലാം സെറ്റപ്പായിട്ട് പണ്ടെന്ന് കണ്ടു ചെന്നെങ്കിൽ അത് ഗർഭകോശത്തിൽ യൂസ് ആവുകല്ല. ബദൽക്ക് ഇന്നൊരു പ്രപഞ്ചത്തേക്ക് വന്നപ്പോ യൂസ് ആവുകുള്ളത്. ഗർഭകോശത്തെ ഉൽഗത്തിൽ 2 മക്ക ഉണ്ടെന്ന് പേരിച്ചു. ട്വിൻസ് മക്ക ഉള്ളത് അവളെ ജവളി 2 മക്ക ഉള്ള 2 പേരിച്ചോ. ഒരു കിടാവ് ചെന്ത് ഇന്നൊരു കിടാവ് ഇതെല്ലാം നിക്ക് കൈ കാളി എന്തുകളാ വെറുതെ. ഒരു കിടാവ് ചെന്തത് വെറുതെ കണ്ണെന്തുകളാ അതല്ല വെറുതെ അത് വെറുതെ. അപ്പൊ ഇന്നൊരു കിടാവ് ചെന്ത് അത് ഇന്നൊരു പ്രപഞ്ചത്തേക്ക് നമുക്ക് പോകുന്നു. ഭൂമിയുടെ ആ റായത്ത് അവിടെ ആകാശം, അവിടെ സൂര്യനുണ്ട്, അവിടെ ചന്ദ്രനുണ്ട്, അവിടെ ഭൂമിയുണ്ട്, അവിടെ മണ്ണുണ്ട്, അവിടെ മറവുണ്ട്, അവിടെ കാടുണ്ട്, അവിടെ കടലുണ്ട്, കുറെ ആൾമാരെല്ലാം ഉള്ളവരുടെ. അപ്പൊ ഇന്നൊരു കിടാവ് ചെല്ലുണ്ട് നിക്ക് അങ്ങനെ വന്നാ നീ പോയിട്ട് വന്നിരേ. നീ ഉമ്മയുടെ ഗർഭകോശത്തെ ഭൂമിക്കൊക്കെ പോയിട്ട് വന്നിട്ട് നീ നോക്കിരേ. ആകാശ ഭൂമി ചന്ദ്ര സൂര്യ ഇതല്ല അതെല്ലാം വെറുതെ അതെല്ലാം കളവുള്ള നീ നമ്മണ്ടല്ല. ആറ് നോക്കിട്ട് വന്നറ ഉമ്മയുടെ ഗർഭകോശത്തെ ഉൾക്കത്തെ പോയിട്ട് പുറത്ത് പോയിട്ട് ആറ് നോക്കി വന്നറ അതെല്ലാം വെറുതെ അല്ല. അങ്ങനല്ലേ ചെല്ലു. ഗർഭകോശത്തെ ഉൾക്കത്തിൽ നിൽക്കിടാവുക ആകാശത്ത് ഭൂമി എന്തെന്നോ എന്തും ഇല്ല. അങ്ങനെ ടിക്കട് മരിച്ചൽ പിന്നെ ഒരു പ്രപഞ്ചം ഉണ്ടോ ചെല്ലതൊക്കെ ഒരു ഉദാഹരണ ഈ ദുനിയാവായി ടിക്കട്. മരിച്ചൽ പിന്നെ ഉണ്ട് ചെന്ന് നമ്പിക്ക് എന്തൊക്കെ ഈ ദുനിയാവു. ഒരു മനുഷ്യ എന്തെങ്കിലും ശിക്ഷയാക്കി എന്തെങ്കിലും തപ്പാക്കെങ്കിൽ ശിക്ഷ കൊടുക്കണ്ടേ. നല്ല സ്വറാക്കെങ്കിൽ രക്ഷ കൊടുക്കണ്ടേ. ഉണക്ക് വേണായ പ്രോത്സാഹം കൊടുക്കണ്ടേ. അത് ന്യായമായ രൂപത്തിലാവണ്ടേ. തപ്പുകു സമ്പൂർണമായിട്ടും ശിക്ഷ കൊടുക്കുന്ന ഒരു കാണോണ് ക്രമ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ലടാ. എങ്ങനെ ഒരു മനുഷ്യ തപ്പാക്കെങ്കിൽ സമ്പൂർണമായിട്ടും ആ മനുഷ്യക്ക് ശിക്ഷ കൊടുക്കുന്ന പോലത്തെ കാണൂൺ ഈ പ്രപഞ്ചത്തിലില്ല. അത് ഇസ്ലാമിക് കാണൂണും പൂർണ്ണമായിട്ടും ഒരു ശിക്ഷ നടപ്പിലാക്കുക സാധ്യമേ ഇല്ല. ഇന്ത്യത്തെ കാണൂണിലും സാധ്യയില്ല. വിശ്വസംസ്ഥയുടെ കാണൂണിലും പൂർണ്ണമായിട്ടും ഒരാൾക്ക് ശിക്ഷ കൊടുക്കുക സാധ്യമേ ഇല്ല. അപ്പൊ അതൊക്കെ ശിക്ഷ വേണോ ശിക്ഷ കിട്ട പോലത്തെ പ്രപഞ്ചമായിട്ട് ഇവിടെ പരലോക ചെല്ലത് അർത്ഥായില്ല. ഒരാള് കൊന്നാട്ട് കണ്ടെങ്കിൽ കൊന്നവണക്ക് കൊടുക്കണ മാക്സിമം ശിക്ഷ ഏതുണ്ട് കണ്ടെങ്കിൽ ഹാങ്കിങ് ആയിട്ട് ഇവിടെ കലത്തേക്ക് പള്ളിയിട്ടെടുത്ത് തൂക്കടമാ, അല്ലെങ്കിൽ തലറുത്ത് കൊള്ളിടമാ, അല്ലെങ്കിൽ കല്ലെറിഞ്ഞിട്ട് കൊള്ളിടമാ. ജീവാവധി ശിക്ഷ ഒരു 10-12 14 വർഷം. അതുമല്ല മാക്സിമം ശിക്ഷ ഒരാളെ കൊന്നെങ്കിൽ കൊന്നവന്റെ കൊള്ളാച്ചളുടെ ഒരു ശിക്ഷ മാത്രം. അതിനെ കാണാൻ അപ്പുറത്തുള്ള ഒരു ശിക്ഷ കൊടുക്കുക സാധ്യയില്ല. കൊന്നവന്റെ കൊള്ള മാക്സിമം ശിക്ഷ. ഇസ്ലാമോട് ചില ശിക്ഷ അതേപോലെ കൊന്നവണ്ട് എന്താക്കണോ തിരിച്ചു കൊള്ളണോണ്ട് ശിക്ഷ. ഒരുത്ത 2 ആളെ കൊന്നെങ്കിൽ എന്തിനാക്കണായ, ഒരുത്ത 10 ആളെ കൊന്നെങ്കിൽ എന്തിനാക്കണായത്. ഒരാള് 10 ആളെ ബോംബ് ഉപയോഗിച്ചിട്ടാ ഗുണ്ടിട്ടിട്ടാ കൊത്തിട്ടാ കൊന്നാണ്ട് കണ്ടെങ്കിൽ എത്ര ശിക്ഷ കൊടുക്കവണകും. ഓർക്കമേവകളിൽ ശിക്ഷ കൊടുക്കുക. അവിടെ കൊന്നവന്റെ 2 വട്ട കൊള്ളകാവില്ലടാ. ഒരാളെ 2 വട്ട കൊള്ളകാവില്ല. 10 ആളെ കൊന്നേക്കും ശിക്ഷ ഓർക്കമേ. 100 ആളെ കൊന്നെങ്കും അവനക്ക് ശിക്ഷ ഒന്നേ. ഒരാളെ കൊന്നെങ്കും ശിക്ഷ മാക്സിമം ഒന്നേ. അല്ല ഏറെ കൊടുക്കുക അവിടെ. അപ്പൊ ഒരുത്തടെ കൊന്നേക്ക് ശിക്ഷ കിട്ടിത്ത് ഇന്നൊരുത്ത മരിച്ചവണ് കേക്കടാ നന്റെ കൊന്നേക്ക് എന്തൊരു ശിക്ഷ അവണക്കും. അവന്റെ കാലത്തേക്ക് ബല്ലിട്ട് കൊന്നിട്ടില്ലേ അത് അവന്റെ കൊന്നേക്ക് കൊന്നേ. നന്റെ കൊന്നേക്ക് ശിക്ഷ വേണ്ടേ. ഇന്നൊരുത്ത കേക്കട നണ്ടേ അവനെ കൊന്നരേ അതൊക്കെ എന്തൊരു ശിക്ഷ. പിന്നൊരുത്ത കേക്കട നണ്ടേയും അവനെ മറഡറാക്കിയിട്ടേ അതൊക്കെ എന്തൊരു ശിക്ഷ. എന്തിനു ശിക്ഷ കൊടുക്കുക സാധ്യമില്ല. ഒരാളെ 10 വട്ട ഗള്ളുക്ക് ശിക്ഷ കൊടുക്കാവൂല്ല. മുഞ്ഞാണ്ട് എന്തിനാ അഫ്നാൻ എന്തിനുണ്ട് പേര് കേരളത്തോർത്ത അല്ലേ. 5 ആളെ സുത്തലടിച്ചിട്ട് നറഹത്യ ആക്കിയ രൂപത്തിൽ 5 ആളെ സുത്തലടിച്ച് കൊന്ന. എത്ര കൊന്നേക്ക് എത്ര ശിക്ഷ കൊടുത്ത ലാസ്റ്റ് ഗള്ളു ശിക്ഷ കിട്ടും. ഓർക്കമ്മേ കിട്ടും. അത് ഒരാളെ കൊന്നേക്ക് ബദലായിട്ട് ബാക്കി 4 ആളെ കൊന്നേക്ക് ശിക്ഷ എന്തിനു കൊടുക്കുക അവിടെ സാധ്യയില്ല. അപ്പൊ എന്താവണോ അത് ശിക്ഷ കിട്ടണ്ടേ. ഇല്ലെങ്കിൽ നീതി അവിടെ എങ്ങനെ, ഇല്ലെങ്കിൽ ന്യായം അവിടെ എങ്ങനെ. സമ്പൂർണ്ണമായിട്ട് ന്യായം കൊണ്ട് കണ്ടെങ്കിൽ ആക്കിയ തപ്പുക എല്ലാത്തും എണ്ണി ശിക്ഷ കൊടുക്കണ്ടേ. അതൊക്കെ ഒരു പ്രപഞ്ചം ഉണ്ടോ. ഇന്നൊരു പ്രപഞ്ച. ഒരാള് നല്ല സൊറാക്കെങ്ക മനുഷ്യര്, ഒരാള് നല്ല സൊറാക്കെങ്കത് പ്രതിഫല കിട്ടണ്ടേ. 6 സമ്പൂർണമായിട്ടും പ്രതിഫല കൊടുക്കുക ഒരാൾക്കും സാധ്യയില്ല. നിങ്ങൾ നോക്കിയുള്ള ഉദ്ധപ്പെട്ടു പള്ളി പുനർനിർമ്മാണ അവിടെ സന്ദർഭത്തിൽ ഉരുളാക്ക് കൊടുത്ത
കൊടുത്തവനുള്ള, 10 ലാഖ് കൊടുത്തവനല്ല, 2 ലാഖ് കൊടുത്തവനുള്ള, 50,000 കൊടുത്തവനുള്ള, മാക്സിമം ಯಾರ ನಿಂಗೆ ಸದಕ ತಂದಂಗ ಹದಿಯ ತಂದಂಗ ನಿಂಗೆ ಎಂದ್ರ ಕೊರ ಲಾಸ್ಟ್ ಗಮನಗೋ ಎಂದ್ರ ಕೊರ ಕಮಿಟಿಡಂಗ ಊರು ಸರಂಡ್ ಬಿಳಿಚಿಟ್ಟು ഒരു 100 രൂപയുടെ ഷാളും 100-150 രൂപയുടെ മൊമെന്റോ 250 രൂപയുടെ ഒരു സമ്മാനം കൊടുക്കും. എത്ര ചെലവാക്കേക്ക്? 10 ലക്ഷം രൂപ ചെലവാക്കേക്ക്. ഈ 250 രൂപ പോയിട്ട് മാർക്കറ്റ് കൊണ്ടിട്ട് കൊടുത്തിരുന്ന അത്രക്കാണ് നല്ല ഷാൾ നമുക്ക് കിട്ടല്ല. എന്താ എനിക്ക് 10 ലക്ഷം ചെലവാക്കണം അല്ലേ? അപ്പൊ അവന് കൊടുത്തതിക്ക് പ്രതിഫലം കിട്ടണ്ടേ? 10 ലക്ഷം രൂപ ധർമ്മത്തിതല്ലേ? 1 ലക്ഷം രൂപ ധർമ്മത്തിതല്ലേ? നയിച്ച കാശല്ലേ? എന്തൊക്കെ പള്ളിക്ക് കൊടുക്കണം? അവനക്ക് ಅದಕ್ಕೆ ಆರು ಪ್ರತಿಫಲ ಕೊಡುಕುವಲ್ಲ. ನಂಗೆ ಕೊಡ್ತಂಗೆ ಎತ್ರ കൊടുക്കുക അത് വലിയ വിഷയ. അപ്പൊ ಅದಕ್ಕೆ രക്ഷ കിട്ടണേ. ആയിട്ടില്ല. നീതി കിട്ടണ്ടേ? നമുക്ക് പരിപൂർണമായിട്ടും നീതി കൊടുക്കുക ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് സാധ്യമില്ല. നിങ്ങൾ നോക്കിയാളോ അബ്ദുൽ നാസർ മഅദനി ചെല്ലൊരു ഉസ്താദ് 10-35 വർഷമായിട്ടുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടുള്ളത്. ഇന്നും അയാള് അപരാധി ചെന്ന് തീർമാനാക്കൂ കാണോടുക്കും തീരിട്ടില്ല. അയാൾ തപ്പി ചെന്ന് തീർമാനാക്കൂ തീർപ്പ് കൊടുക്കൂടെ പോലൊരു ആധാറും നിന്നും കിട്ടിട്ടില്ല. ഇന്ത്യയിലെ ദയനീയ പരിസ്ഥിതിയിലുണ്ട്, മരിക്കട പരിസ്ഥിതിയിലുണ്ട്, രോഗം വന്നിട്ട് വയസ്സായിട്ട് മൂലക്ക് പോലുള്ള പരിസ്ഥിതിയിലുണ്ട് മനുഷ്യര്. ആ മനുഷ്യ നാളെ നിരപരാധി ചെന്ന് കോടതി തീർപ്പ് കൊടുത്തുകൊണ്ട് കണ്ടെങ്കിൽ ഈ 35 വർഷത്തെ ജയിലു ശിക്ഷയുടെ പ്രതിഫലം ആറ് കൊടുക്കുവാറ്? ചിലർ 35 വർഷത്തെ ജയിൽ വെച്ച് 35 വർഷത്തെ ലൈഫ് ആ മനുഷ്യക്ക് ഗവൺമെന്റ് കൊടുക്കൂ തീരുവാ. ഏതെങ്കിലും ഒരു കാനൂണ് കൊടുക്കൂ തീരുവാ. അത് പോയത് പോയല്ലേ? അപ്പൊ അയാൾക്ക് നീതി കിട്ടണ്ടേ? നിങ്ങൾ വെച്ചുള്ളവർക്ക് നീതി കിട്ടണ്ടേ? ബന്ധുക്കളെ ശിക്ഷ അനുഭവിക്കണ്ടല്ലേ? നീതി കിട്ടണ്ടേ? എത്ര ആൾമാരുള്ള ഞങ്ങൾ അതുപോലത്തെ ബെർദക്കും കട്ടിട്ടില്ല കട്ടാ കയ്യിൽ കിട്ടിയ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അവനെ നിരപരാധി പുട്ടുമുട്ടേ ആ 2 വർഷത്തെ ലൈഫ് ആറ് കൊടുക്കുവാറ്, ആ ആയുസ് ആറ് കൊടുക്കുവാറ്, ആ പെഞ്ഞിമക്ക് കിട്ടണ സന്തോളത്താറ് കൊടുക്കുവാറ്. ഈ പോലീസുകാരും ലോയർമാർക്കും ദിനവാ പൈസ തിരിച്ചിട്ട് ആറ് കൊടുക്കുവാർ. ഹുതാത്മന്മാരുള്ളത് ദേശത്ത് ബാനായിട്ട് മരിക്കട ഷഹീദാവിടെ ആളുമാറുള്ളത്, ഹുതാത്മന്മാരുള്ളത് ദേശത്ത് വേണ്ട സേവാക്കിയിട്ട് അവന് മരിച്ച ഹുതാത്മായ അവനക്ക് കിട്ടേ പെഞ്ഞയ്ക്ക് ഒരു 5-10 ലക്ഷം റുപ്പയും ഒരു 2-3 ഏക്കർ ജാഗയും ഗവൺമെന്റ് കൊടുത്തു. അവനക്ക് എന്തൊരു കിട്ടില്ല? അവനക്ക് എന്തൊരു കിട്ടില്ല? അവന്റെ പെഞ്ഞൈ മക്കൾ കിട്ടി നോക്കി. അവനക്ക് എന്തൊരു കിട്ടി? തണ്ണില് ആരെങ്ക് പോന്നു മരിക്കട സന്ദർഭത്തില് ഒരാളെ രക്ഷപ്പെടുത്തുക പോയ സന്ദർഭത്തിൽ അവണും മുങ്ങി മരിച്ചാണ്ട് പേര് ചവണാക്കിയ സ്വറ നല്ലതല്ലേ? രക്ഷപ്പെടുത്തുക പോയി അവണ് മുങ്ങിയ അവണാക്കിയ സ്വറ നല്ലതല്ലേ? അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെലട്. ഈ ദുനിയാവുള്ള അവൾക്ക് എന്ത് ന്യായം കൊടുക്ക? അവന്റെ ജീവിതത്തെ തിരിച്ചു കൊടുക്കുക സാധ്യമാ? അവന്റെ പെഞ്ഞിമക്കുക അവന്റെ തിരിച്ചു കൊടുക്കുക ഒരു ഗവൺമെന്റുക്കും ഒരു കാനൂണുക്കും ഒരു ആരോഗ്യ ഇലാഖയ്ക്കും ഒരു ഡോക്ടർമാർക്കും കൊടുക്കുക സാധ്യമായില്ലല്ലേ? അപ്പൊ അവനുകാർ പ്രതിഫല കൊടുക്കുവാറ്. അതായിട്ട് ചെന്നോണ്ടുള്ളത് ദുനിയാവുളാക്കിയ സത്കർമ്മത്തുക്കും ദുഷ്കർമ്മത്തുക്കും ന്യായമായിട്ടുള്ള പ്രതിഫല കിട്ട പ്രപഞ്ചമുണ്ട് മനുഷ്യരെ. അത് ഖബറായിട്ട് കിടുമോണേ, പരലോകമോണേ. ഉമ്മയുടെ ഗർഭകോശത്തിൽ ഒലിമ്പത്തിങ്ങളും ചെറിയ പ്രപഞ്ചത്തിൽ ഒലിമ്പത്തിങ്ങളും ചില്ലര നാള് നങ്ങ ഇന്നരങ്ക് തെല്ലിയാറ ഇന്ന ജാഗിക നങ്ങ വന്നോണ്ടുള്ള ഭൂമി ചെള്ള ലോകത്തേക്ക് വന്ന തെല്ല് വലിയ ജാഗീത്. അതുകൊണ്ട് തെല്ലിയാറ ആയുസ് നങ്ക ഒലിമ്പത്തിങ്ങളുടെ ബദലക്ക് ഒലിമ്പ വർഷമാ 90 വർഷമാ 100 വർഷമാ ആയുസ് നങ്ക. ഇത് തീർന്നാൽ പിന്നെ ഇന്നൊരു പ്രപഞ്ചത്തേക്ക് പോകണ്ട. ആ പ്രപഞ്ചത്തേക്ക് വിശാലത്തെ എണ്ണി കണക്കാക്കുക സാധ്യയില്ല. ഭൂമിക്ക് കണക്കുണ്ടോ? ഇത് ഇത്ര വലിയുണ്ട് ചെന്നിട്ട് ഇന്ന രൂപത്തിലുണ്ട് ചന്ദ്ര കണക്കുണ്ടോ? അതുകൊണ്ടിട്ട് മനുഷ്യരുടെ ജീവനത്തുക്കും ഒരു കണക്കുണ്ട് മോനെ. പരലോകത്തേക്ക് കണക്കില്ല, അതൊരു വിശാലത്തേക്ക് കണക്കില്ല. അതുകൊണ്ട് അവിടെ ലൈഫുക്കും കണക്കില്ല, അവിടെ മരണത്തേക്ക് കണക്കില്ല. അതേപോലെ അവൻ മരിക്കില്ല, അവന്റെ വയസ്സുക്ക് കണക്കില്ല. അതേപോലെ അവിടെ രക്ഷക്കും കണക്കില്ല, ശിക്ഷക്കും കണക്കില്ല. കോട്ടിക്കണക്കിൽ വർഷമായിട്ട് ഇവിടെ ശിക്ഷ കൊടുക്കരുത്. എന്തുകൊണ്ടിട്ട് അവന്റെ ജീവന തീറുകൊള്ളതല്ലത് കൊണ്ടിട്ടു. അങ്ങനെയുള്ളൊരു പ്രപഞ്ചത്തേക്ക് വേണമായിട്ട് ജീവൻ നടത്തുന്ന ആളുമാർ നാണും നീണും അത്ര ചെന്നോണ്ടുള്ള ഇപ്പൊ നാണ്. അപ്പൊ നങ്ങ എന്താവണായേ? യഥാർത്ഥ മുസ്ലിം ആവും. നങ്ങ നയിച്ച നയിപ്പൊക്കെ പ്രതിഫലം കിട്ടണോ? പിന്നെ നിലപാട് സമ്പൂർണ്ണമായിട്ടും പ്രതിഫലം കൊടുക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമേ ഇല്ലാത്തത്. ഒരു എക്സാമ്പിൾ ചിലട്ട് നിങ്ങളൊട്ടിಗೆ എച്ചിനം സാലമാർ മംഗലായങ്ങളുള്ളവരുടെ മംഗലാവാത്തങ്ങൾ ഒരേ ബിസ പിന്നെ ചൊല്ലകൊണ്ട് ബിസ അതായത് കൊണ്ട് സൂചന തന്നത് കൊണ്ട് ഞങ്ങളെ മജിദാരി ഉസ്താദ് എല്ലാവരും നല്ല വാക്ചാതുര്യ ആളുള്ള നല്ല ഹിക്മത്തുള്ള നല്ല തന്ത്രശാലിയായിട്ട് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോ മംഗലായങ്ങളതാ നിങ്ങളൊട്ട് കേൾക്കണം.
നിങ്ങളെ കൈ പിടിച്ചിട്ട് ഒരു പെഞ്ഞയിച്ചുള്ള ഒരു പെണ്ണ് വന്നിട്ടാണ് ആരതമോളും അല്ലേ ആരതമോളും അയിമ പെത്ര നിനക്ക് നേരച്ചാക്കിയിട്ട് പെത്രന്തും അല്ല അയിമ അവള് വന്നതും നിക്ക് നേരച്ചാക്കിയിട്ട് വന്നതും അല്ല അവള് സ്കൂൾ കോളേജുകളിൽ പോയത് നിക്ക് നിന്റെ ഒട്ടിക്ക് വന്നിട്ട് നിന്റെ ഇടകളക്കും നിന്റെ മക്കളെ ബാക്ക് സൈഡിലുള്ള കളക്കൂകൊണ്ട് ചെന്നിട്ട് നീയത്താക്കിയിട്ട് വന്നതും അല്ല അതൊക്കെ വേണ്ടിട്ട് അവള് വളർന്നതും അല്ല അന്ത് ഇത് 18 വർഷമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് വന്ന് അങ്ങ് കൊടുത്താറ് മാത്രം വന്നിട്ട് ഭൂതം നിന്റെ കൈക്ക് എത്ര ഉള്ള വിസയ അല്ലേ നിന്റെ കൈക്ക് ഭൂത് അവള് വന്നിട്ട് എത്തിയാണ് പെണ്ണുങ്ങളെ നിങ്ങളും കുറെ വിസേജുകളൊക്കെ ഉണ്ടാവുള്ള അപ്പോ നിന്റെ പെഞ്ഞ അവൾക്ക് ശമ്പളം എത്രല്ല അവൾക്ക് ശമ്പളം എത്രല്ല എത്ര ശമ്പളം കൊടുത്തേ വലിയ ബിസയാവാ ആലോചനക്കുറോ പെഞ്ഞിടെ അടിക്കടണു കുത്രവണു ചവിട്ടറവണു പറയിടണു മുസുണ്ട് കടിക്കടണു ചെറുപ്പിലടിക്കൊണ്ട് ചെല്ലണു നല്ല എനിക്ക് പോയിരുന്നെങ്കിൽ നിങ്ങളെ ഇൽമുടെ മജിലിസിൽ അങ്ങനത്തെ ആളുമാർ ഇൽമുടെ മജിലിസ് തേക്കുക അർഹത്തുള്ള ആളുമാരല്ല ബേജാറാവേണ്ട ചെല്ലതിൽ അത് ശപിക്കപ്പെട്ടവർക്ക് വലിയ ഷാപ്പ് അത് കുടുംബത്തേക്ക് പെഞ്ഞിയുടെ അടിക്കരെ കുത്തിര കന്നഡ തന്നെ പാട്ട് ചെല്ലത് വലിയ ഷാപ്പാ നിങ്ങൾ ആറമുട്ടത് പറഞ്ഞിട്ടും കാര്യമില്ല എവിടേക്ക് നേരച്ചാക്കിയിട്ടും പ്രയോജനമില്ല അല്ല നിങ്ങൾ ഫസ്റ്റ് സമാപനം ഡോക്ടർ ചെന്നോണ്ടുള്ള ഐസ്ക്രീം തിന്നോക്ക് തീരെ ഐസ്ക്രീം തിണ്ട് കണ്ടെങ്കിൽ ശീത കൊറോട്ടി ആവല നിങ്ങൾ ഐസ്ക്രീം തിന്നോണ്ടുള്ളവർ ഡോക്ടർ മുട്ട ശീതത്തിക്ക് മരുന്നുകും പോയിട്ടുള്ളവർ രണ്ടും ഒട്ടിക്ക് നടക്കല ഒന്ന് നിപ്പാട്ടും ഒന്ന മരുന്ന് നിപ്പാട്ടും ഐസ്ക്രീം തിന്നിട്ട് മരിക്കൊക്കെ വിടണപ്പറ അതല്ലേ ഐസ്ക്രീം നിപ്പാട്ടണം മരുന്ന് യൂസ് ആക്കും അങ്ങനെ ഒന്ന് അള്ളാഹുടെ നല്ല സംശുദ്ധമായ മനസ്സോടുകൂടെ എല്ലാ ബടക്കത്തറ വലിച്ചെറിഞ്ഞ് പടച്ചറപ്പെടുന്നു അല്ലെ പടച്ചോണ്ട് വിട്ടുവിടണം നിങ്ങളെ പണിയിൽ പോയി രണ്ടും ഒട്ടിക്ക് ചക്കര കഞ്ഞാക്കിട്ട് കൊമ്പോണ്ടിക്ക് അർത്ഥമില്ലല്ലേ രണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ് ആക്കും അപ്പോ നന്റെ പിരിസത്തെ സഹോദര ഒരു സുപ്രഭാതത്തിൽ ഒരു കാക്കായവണോ ഇപ്പൊ നീന് അയാൾക്ക് കാക്കാച്ചെന്ന് പേര് ഉപയോഗിച്ചത് ഏതോ ഒരാള് പരിചയമില്ലാത്ത നിരക്കരല്ലാത്ത സംബന്ധം ഇല്ലാത്ത ഏതോ ഒരു മനുഷ്യ ആ മനുഷ്യക്ക് മോളെ തേടി മോള് ഒരു ചെറുക്കട തേടിയോണ്ടിന്ത് അങ്ങനെ തേടി കിട്ടി പോകുന്നത് നീനായിട്ട് മനുഷ്യക്ക് മറുമോണായിട്ട് അങ്ങനെ ആ മനുഷ്യ നിന്റെ മേള സമ്പൂർണമായിട്ടും നമ്പിക്ക വെച്ചത് ഒരു പെണ്ണുക മങ്ങില അവിടെ കാണാം ഒന്നുള്ള പെണ്ണുക ജന്മ കൊടുത്ത ഉമ്മ ഉണ്ടല്ലേ പെണ്ണുക ജന്മ കൊടുത്ത ബാപ്പ ഉണ്ടല്ലേ ആ ഇറക്കിനാവ് കണ്ടോണ്ടിക്കുള്ളത് അല്ലോ നല്ലൊരു ബാലക്കാരുടെ നിനക്ക് സുജൂതിട പോലോത്ത അടിക്കാത്ത കുത്താത്ത കൊള്ളാത്ത കാഞ്ചത്തെ പിറകള് MDMയുടെ പിറകള് അമൂല പദാർത്ഥയും അതേപോലെ ബ്രൗൺ ഷുഗർ പോലത്തെ ഹറാമിത്ര പിറകള് പോവാത്തെ കാട്ടുജാത്തിരെ പോലെ ജീവൻ നടത്താത്ത പോലത്തെ നല്ലൊരു ചെറുക്കടനന്റെ മോളുക മാപ്പിളയായിട്ട് എത്തുപാട്ട് അല്ലാ ആ ബാപ്പ ദ്വാരനേക്ക് കൈ കണക്കില്ല ആ ഉമ്മ ദ്വാരനേക്ക് കൈ കണക്കില്ല ഉദ്ധപ്പെട്ടു പോലത്തെ സുന്ദരമായ നല്ല ജാഗക വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കന്മാർ ആലിമീങ്ങൾ സാലിഹീങ്ങൾ സദസ്സുക വന്നിട്ട് ദ്വാരനതും ദ്വാരപ്പാട്ടേക്കും കൈ കണക്കില്ല പൊതു പളക്കവരുടെ സന്ദർഭത്തിൽ പെണ്ണുടെ മനസ്സിലിനാതാ നിന്റെ ബാപ്പനക്ക് പൊതു പളക്ക പറഞ്ഞോണ്ടുണ്ട് അല്ലാ നിന്റെ ബാപ്പക്ക് നല്ലൊരു ചെറുക്കട എത്തുപാട്ട് അല്ലാ നിന്റെ ബാപ്പയുടെ കണ്ണുക്ക് നല്ലൊരു ചെറുക്കട കാട്ടിക്കൊടുക്കുനാതാ കണ്ടോട്ടിക്കില്ല ഉളുതുവാരുന്നോട്ടിക്കട്ടെ ഇത് ഇപ്പത്തെ പെണ്ണുമക്കളെ വിസേജല്ലേ ഇപ്പള്ള സെറ്റിംഗ് ഫിറ്റിംഗ് ആക്കിയിട്ട് ബാപ്പ അവന്റെ നക്ക് മങ്ങിലാക്കി തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യാക്കുവേ ബാപ്പയുടെ കൽത്ത് പിടിച്ചിട്ട് പെരടി പിടിച്ചിട്ട് ബെദരിക്കാക്കിട്ട് മങ്ങിലാക്കട പോലത്തെ പരിസ്ഥിതി ഉണ്ട് കുറെ ഉണ്ടെങ്കിലെ മങ്ങില നങ്കിണ്ട് പണി ഇതേ ആയിട്ടിക്കട് എന്തിരെ പഞ്ചായത്തിക്ക് ആക്കിടുതും തലക്കാക്കിടുതും ഫസ്കാക്കിടുതും മസാല ചെന്ന് കൊടുക്കും ചെന്ന് പിടിഞ്ഞു പോയി തീ മാരിങ്ങളെ ലൈവുള്ളത് കൊണ്ട് ചെമ്മെന്ന് ചൊല്ലും പോലെ എന്തല്ലോ വന്ന് വാങ്ങാൻ നന്റെ കേക്കോർ നന്റെ പീസ് എന്ന് പോയിട്ട് അവിടെ ഉദ്ധപ്പെട്ടിൽ ചെന്ന് 2 കേക്കോർ അതുകൊണ്ട് ചെമ്മ ചൊല്ലും പോലെ ഇല്ല ഇപ്പുറത്ത് ഒരു മങ്ങില 7 വർഷത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ അങ്ങ് ചുത്താത്ത മറവും ഇല്ല അങ്ങ് നോക്കാത്ത പാർക്കും ഇല്ല അങ്ങ് പോകത്തെ ബീച്ചും ഇല്ല അങ്ങ് തിണ്ടക്ക് പോകാത്ത ഐസ്ക്രീം പാർലറും ഇല്ല എല്ലാം പോയിട്ട് 7 തിങ്കളിൽ 7 വർഷത്തിൽ അവള് ഡോക്ടർ പോണു എഞ്ചിനീയർ അങ്ങനെ പോയി ലാസ്റ്റക്ക് ഉമ്മ ബാപ്പ പൊതുവിശേഷിച്ച് അവളൊക്കെ നക്ക് ചെറുക്ക ചെന്ന നാണ് ഇങ്ങനെ ഒരു പെണ്ണിടെ നോക്കി വെച്ചിട്ട് നക്ക അതാവും അവളും ചെന്നാൽ അതേപോലെ ബാപ്പളും നക്ക ചെറുക്ക ആവണം അവൾക്ക് ഒന്ന് പരിചയമുണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ അത് ബാൻഡാട്ട് ചെന്ന ഔത്രങ്ങ ഒപ്പില്ല ലാസ്റ്റ് ബെദരി കേട്ടാరు ഉമ്മ ബാപ്പ അങ്ങ് ഒപ്പില്ലാണ്ട് കണ്ട് ഞങ്ങൾ റായ വിട്ട് ഓടുവാൻ അപ്പൊ എന്തായാലും ഇസ്സത്തിന് പറയുന്നത് ഉമ്മ ബാപ്പല്ലേ ഇസ്സത്ത് അങ്ങ് കാക്കണല്ലേ ഇങ്ക് മാണ മര്യാദ ഇല്ലാണ്ട് കണ്ടെങ്കിൽ അബ്ബു മക്ക് മാണ മര്യാദ ഇല്ല റായത്തിൽ അയാൾക്ക് പിറ്റേണ്ട പള്ളിക്ക് പോകണ്ടേ അയ്യമക്ക് കുടുംബത്തെ അവിടുത്തെ മുഖ കാട്ടണ്ടേ അപ്പൊ അയ്യമന്ത്ര അങ്ങ് വന്തരാക്കിയറി എന്തോട്ട് അങ്ങ് ഒപ്പിയതല്ല ആക്കി കൊടുക്കാൻ 45ാമത്തെ നാള് 1.5 തിങ്കൾ വരുത്തി സമയമായിട്ടില്ല 40 നാളായിട്ട് 4 നാളായിട്ട് ജണ്ടാലും പോർട്ടുക്ക് പോയിട്ടാർ എന്തിനു ചെന്നേക്ക് നക്ക് മാപ്പിള വേണ്ട അവനക്ക് പെഞ്ഞിയും വേണ്ട 7 വർഷത്തിൽ അർത്ഥാക്കു തീരിട്ടില്ലാണ്ടെന്നാ ചെന്നോണ്ടുള്ളേ എന്റെ എച്ചിനം സംഗനമേ ബാലക്കാരെ ആ പെണ്ണുമക്കൊക്കെ ബാലക്കാരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇല്ലെങ്കിൽ ഡി പിയിലോട് നോക്കൂടെ ഇതെന്താ ബൈക്ക് ഇത് അവന്റെ ബൈക്ക് അവന്റെ കാറ് അവന്റെ എന്താ കയ്യിൽ നിന്ന് മൊബൈൽ അവന്റെ കയ്യിൽ നിന്ന് വാച്ച് ഇതെല്ലാം പാടിക്കെടുത്തിട്ട് ഓള് കൊന്നുണ്ട ഇതെല്ലാം പാടിക്കെടുത്ത് ചങ്ങായി മറുതൊക്കെ എടുത്തും വന്നത് ഓള് കൊന്നുണ്ട ഓള് പേരിച്ചത് തന്റെ സ്വർഗമേ ഇത് ചെന്ന് പിവോന്റെ പിറകിൽ പോയത് ബൊഗ്രയുടെ പിറകിൽ പോയതുപോലെ ബേജാറാക്കണ്ട ചെല്ലത് അങ്ങനെ നാണം കെട്ട വർഗായിട്ട് ഞങ്ങളുടെ സമുദായത്തെ ആളുമാർ ചൊല്ലുകു ചങ്കി വാഴും ഇದ್ರ ಹಣೆ ಬರಗೊಂತ ಹಣೆ ಬರಗೊಂತ ಮಂಗಿಲಾയി പെണ്ണിട് ബിസി അതേപോലെ അല്ല തലയുടെ കാളുത്തോള തേക്കടങ്ങത്തത് എവിടെയും ഞങ്ങളെ നൗഫലുള്ളനോടെ ടൈൽസ് ഇറങ്ങാടി അവന്റെ ടൈൽസ് ഇറങ്ങാടി എല്ലാം കൊമ്പണ്ടർ നിങ്ങൾ ത്രായത്ത് പെണ്ണിങ്ങ മുസുണ്ടുക്കും മെത്തുക്കും പേനായിട്ട് ആ നമ്മുടെ മെത്ര തലയുടെ കാളുത്തോളം മെത്തി 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 മങ്ങിട്ടത് ചീഞ്ഞ കുമ്പിളിങ്ങ പോലെ ആയിട്ടുള്ള ചന്തത്തിൽ ഒരു പെണ്ണ് ചന്തത്തിൽ ഇന്നളവളും കുറെ ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ചൊല്ലുപോയും തീരാത്തരുണ്ട് മേക്കപ്പടെ പിറകിൽ പോയിട്ട് നിങ്ങൾ പെണ്ണ് മക്കളുടെ അവസ്ഥ ഇതരി ഒരു വിഷയം നിങ്ങളെ പോലെ മൊത്തം മേക്കപ്പ് ആക്കിയിട്ട് ചന്താവുകയായിട്ട് ആണുമക്ക മൊത്തം പ്രയത്നം ആക്കിയിട്ടുണ്ട് കണ്ടെങ്കിൽ നാളെ റായത്തെ ആണുമക്ക് ഒരു പെണ്ണും കിട്ടല്ല അത്ര ചന്താവാൻ തറ മക്ക അല്ലേ ആണുമക്കളെ എല്ലാ പെണ്ണുമക്കും കാട്ടിക്കൊടുക്കട്ടെ നാച്ചുറൽ ചെറുക്കടായിട്ട് കാട്ടിക്കൊടുക്കൂടെ അവന്റെ മീസ ഒറിജിനൽ അവന്റെ താടി ഒറിജിനൽ അവന്റെ മുസുണ്ട് ഒറിജിനൽ അവളെ കണ്ണ് ഒറിജിനൽ അവന്റെ എല്ലാം ഒറിജിനൽ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഏതും ഇല്ല പെണ്ണിന്റെ ചെറുക്കൊക്കെ കാട്ടിക്കൊടുക്കട്ടെ എല്ലാം 100% ഷൈൻ ഐറ്റംസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ എന്തും കാട്ടിക്കൊടുക്കില്ല അല്ലേ കണ്ണുക്കും എത്ര മൂക്കും എത്ര പിരിയത്തുക്കും എത്ര ഐബ്രോക്കും എത്ര ഔടുക്കും എത്ര ഉടക്കും എത്ര എല്ലാം മെത്തി 1.5 ഇഞ്ച് ഉണ്ട് അതിൽ അവളെ സ്കിന്ന് കിട്ടുന്നോട്ട് കണ്ടേ ആണവണ മെത്തി എച്ച്എം സൈന്റെ തലാഖ് കാരണം ഈ ചീറ്റിംഗ് ഇന്റെ 99% അല്ല 100% പെണ്ണു മക്കളെയും മങ്ങിലാക്കി കൊടുക്കട്ടെ ചീറ്റിംഗ് ആക്കിയിട്ട് മങ്ങിലാക്കി കൊടുക്കട്ടെ ബേജാറാക്കണ്ട ചെല്ലതിൽ ഇപ്പുറത്ത് കുറെ തലാഖായിട്ട് ഞാൻ ഒരു തിങ്കൾ ഇപ്പൊ സരാസരി ഒരു തിങ്കളിൽ ഒരു 2 വട്ടം 3 വട്ടം എന്നാണ് മൈക്കാലത്തെ സിവിൽ കോർട്ടുക്ക് പോകണ്ടേ അങ്ങനെ കുറെ മുസ്ലിം ചങ്ങായിമാർ ലോയർമാരുള്ള ഇപ്പൊ എങ്ങനെ ചെന്നെങ്കിൽ തിരുവള്ളി തലാഖ് നിഷേധായൽ പിന്നെ കോർട്ട് ഫൈനൽ ജഡ്ജ്മെന്റ് കൊടുക്കട കാണാൻ മുന്നോളൂ ഈ സിറ്റിംഗ് ജഡ്ജിനെ കൊണ്ടിട്ടാലെങ്കിൽ അസിസ്റ്റന്റ് ജഡ്ജിനെ കൊണ്ടിട്ടാ അല്ലെങ്കിൽ വേറെ പിന്നെ ഹിരിയ ലോയർമാരെ കൊണ്ടിട്ടാ പിന്നെ ഒരു നിങ്ങളെ റായത്തെ ഉസ്താദ്മാരെ വിളിപ്പാട്ട് ഒരു പഞ്ചായത്തിക്കാ കുറിച്ചൊന്നൊരു സിറ്റിംഗ് ആക്കി പട്ടണ അപ്പൊ അങ്ങനെ സിറ്റിംഗ് ആക്കി വേണ്ട പരിചയം ഉസ്താദ്മാരെ വിളിക്കിടറങ്ങ ഉസ്താദ്മാരെ കൊണ്ട് തീരട്ട് ചെന്നിട്ട് ബൗത്തേക്ക് 99% തീരതൊന്നല്ല തലാഖ് തീരത് അപ്പോ ഇപ്പുറത്ത് ഒരു തലാക്ക് വിശേന്ദ്ര കൊണ്ടാണ് എനിക്ക് മങ്ങിലായിട്ട് ഫസ്റ്റ് നൈറ്റ് ജാവ് ബൈക്ക് എടുത്ത് ഓടിയോണ്ട് ഇല്ല എവിടെ പോയിട്ടില്ല മങ്ങിൽ തന്റെ ഫസ്റ്റ് നൈറ്റ് ജാവ് കൂട്ടി ചേർക്ക ചിലപ്പോൾ അതൊക്കെ സംബന്ധപ്പെട്ട ആൾമാർ ഈ റായത്തുള്ളവരുടെ തിരിയല്ല ദയവ് ചെയ്ത് ബേജാറാക്കിരണ്ട നിങ്ങൾ ഇത് നണ്ടുവേ ബിസയെ ഉസ്താദി ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബിസ ദുനിയ ഓടിക്കൊണ്ടാവും അതുകൊണ്ട് മുണ്ടിരണ്ട ബിസേന്ദ്രേ പെണ്ണിട നോക്കിട്ടെ മങ്ങിലായിട്ട് കുറി നിശ്ച എല്ലാമായിട്ട് ഇന്റെ ആണുമക്ക ഫസ്റ്റ് പെണ്ണ് കാണ്ട് ചിലപ്പോ സ്റ്റാറ്റസിലാ വാട്സാപ്പിലാ ഫേസ്ബുക്കിലാ ഇൻസ്റ്റാഗ്രാമിലാ എവിടെയെങ്കിലും ആയിട്ട് പെണ്ണിട കണ്ടത് അതിരെ ജാട് ഹിടിത്തു അല്ലേ അതിരെ ജാട് ഹിടിത്തുണ്ട് ചില ഈ CBI CO ഫൈനൽ തനിക്കാക്കില്ലേ അങ്ങനെ ആയിട്ട് ഇതിന് പിറകിൽ വേണ്ട നമ്പർ വിട്ട് കിട്ടി ചെന്നിട്ട് അങ്ങനെ നമ്പർ കിട്ടിത്ത് ഹായ് ഹോയ് തുടങ്ങിത്ത് അവിടെ അങ്ങനെ തുടങ്ങട സംബന്ധ പിന്നെ മീട്ടാതെ പോലെ പരസ്പരം ഫോട്ടോ ഷെയർ ആക്കിയിട്ട് പടച്ചവന് എന്തു ചന്തത്തെ പെണ്ണ് റബ്ബെ ഇങ്ങനത്തെ ഒരു പെണ്ണെന്നൊക്കെ ദുനിയാവൂര് കിട്ടല പിന്നെ എവിടമാ മീട്ടാവുക തീരുമാനാക്കിയത് മീട്ടായിട്ട് അപ്പം ചെല്ലണ്ട റബ്ബെ അവളെ മുഖമാ അവളെ ചന്തമാ അവളൊരു സൗന്ദര്യമാ അവളൊരു രൂപമാ അവളൊരു പളക്കമാ അവളൊരു ചിരിയ ലാസ്റ്റ് കഥ ഔത്രങ്ങളൊട്ടിക്ക പളക്ക പറഞ്ഞത് ഇന്നാലിന്ന ജാഗലൊരു പെണ്ണ് നോക്കിയിട്ട് നക്ക് ബാപ്പ പെണ്ണാവൂ ഉമ്മ പെണ്ണെ ആവൂ വേറെ വേണ്ട
അങ്ങനെ ജണ്ടാള ഉത്തര പെങ്ങന്മാറുകൊണ്ട് ഉമ്മും പെണ്ണു നോക്കു പോയിട്ട് പെണ്ണിടെ നോക്കിയിട്ട് ഒരേ ഒരു നോട്ടത്തിൽ നിണ്ടിട്ടും തെച്ചിട്ടും തുള്ളിട്ടും ഫോട്ടോ എടുത്തിട്ട് കൊമ്പന്ന ഭാര്യ ഒരു ചന്തത്തെ പെണ്ണ് ഞങ്ങളെ ചെറുക്കു ചെന്ന പെണ്ണേ അല്ലത് അത്ര ചന്തത്തെ പെണ്ണ് ഭാഗ്യ ഉമ്മക്ക് മോന്റെ മേലെ വലിയൊരു അഭിമാനമായിട്ട് ഇത്ര ചന്തത്തെ ഒരു പെണ്ണിടെ കണ്ടുപിടിക്കൂ തിരുത്തല്ലുള്ള നിൽക്കുക ചെന്നിട്ട് പിന്നെന്തരാക്കിത്ത് പിന്നൊരു 100 ആള് പോയി തോളെ നോക്കൂ വേണം ഈ പഞ്ചപാണ്ഡവറണയ്ക്ക് ഒരു മംഗലാവുക്ക് പോണ്ട വർത്തമേ ഒരു പെണ്ണിടെ മംഗലാവുക്ക് പോണ്ടേ പോണ്ട മാത്രം ഒരു 100 ആള് പോയി പെണ്ണിടെ നോക്കിയ എന്തിലെ പൊക്കളുടെ മണ്ണ് ചൊരത്തോളം തീർന്നൊക്കെ വേണ്ടിട്ട് പോയിട്ട് നേർച്ചാക്കിട്ട് പോണ്ട് സ്വബിക്ക് സമയത്ത് നാഷ്ടാക്കിത്ത് ഇവിടെ പെണ്ണ് നോക്കുമ്പോൾ ഓട് പോയിട്ട് തീർന്നു അങ്ങനെ ഒർക്കത്തെ അയാൾ നയിച്ച് വെച്ചതെല്ലാം ഇങ്ങനെ കാലാക്കി പണ്ട അയാളുടെ കാടിട്ടും പേടിട്ടും കൂലിമണിയാക്കണം ഗൾഫുകളിൽ പോയിട്ട് നയിച്ച കാസെല്ലാം ഉണ്ടല്ലേ അതെല്ലാം പെണ്ണ് നോക്കണ കാര്യക്രമത്തിൽ അയാൾ റെഡിയാക്കി വെച്ച് തിന്റെ കുന്തില്ല പെണ്ണ് ക്യാൻസൽ ആവും സമത്തിൽ ഇതിനോ കൊടുത്തില്ലെങ്കിൽ ഐക്യമാനായിട്ട് ഗമ്മത്താക്കി വെച്ച് ഓർക്കത്തതെല്ലാം കാലിയായി മങ്ങിലത്ത് ഡേറ്റ് മങ്ങിൽ ഒരു 5 തിങ്കളെ ഇങ്ങ് കളിയണം പുതിയാമ്പളൊക്കെ അർജന്റ് അതാവല്ലോ ഒരു തിങ്കളുടെ ഉൾഗത്തിലാവണം നിങ്ങൾക്ക് പെണ്ണിടെ പാർട്ടി ചെണ്ടേ ഞങ്ങൾ ഒരു 4-5 തിങ്കൾ പോകണം നിങ്ങൾക്ക് ആവല്ലോ എന്താ ഓർക്കത്ത് തിരിഞ്ഞിട്ട് ഇന്നൊർക്ക് ആക്കണം എത്രയായാലും ഒരു 5 തിങ്കൾ പണിയുണ്ട് അയാൾക്ക് കട ആക്കണോ ജാക്കറ്റ് ബിക്കണോ ഔത്തർ ബിക്കണോ ബാങ്കിക്ക് പോകണോ ഫൈനാൻസിക്ക് പോകണോ പള്ളിക്ക് പോകണോ ബാങ്കൊക്കെ പോകണോ കുറെ പണിയുണ്ട് അല്ലെങ്കിൽ പൈസ ആക്കണോണ്ട് കണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ ഇസ്ലാമിന്റെ മങ്ങിലത്തെ വിശേഷിച്ചല്ല നിങ്ങളൊട്ടിക്ക് എന്നിട്ട് 100-150 ആളുമാർ പോയിട്ട് അപ്പോഴും ഫോട്ടോ എടുത്തിട്ട് നിന്നിട്ടും കുഞ്ചി പിടിച്ചിട്ടും തല പിടിച്ചിട്ടും കഴുത്ത് പിടിച്ചിട്ടും ഫോട്ടോ എടുത്ത് ദുനിയാവിടെ ഷെയർ ആക്കിയിട്ട് എല്ലാവരുടെ ബായിലും പടച്ചവനെ ചെന്നിൽ ഊസുപുട്ട മാങ്ങിടെ പോലത്തെ മുസുണ്ടി നമുക്ക് കിട്ടിയ ബംഗാറ് പോലത്തെ പെണ്ണ് നോക്കള അങ്ങനത്തെ ചെന്നിട്ട് ഇതൊക്കെ കിട്ടണായത് അത് നോക്കളപ്പാണ്ട് ചെറുക്കയോടുള്ള പെണ്ണോടുള്ള അത്ര ചന്തത്തെമ്മ പെണ്ണ് അണ്ടും പെണ്ണ് ഭയങ്കര ചന്ത മങ്ങിൽ തന്നെ പിന്നെ ചെല്ലണ്ടല്ലോ മത്തങ്ങളുള്ള അത് ചെന്നപ്പോൾ ചെന്നിട്ട് പ്രയോജനമില്ലല്ലോ മത്തങ്ങ എല്ലാം ചമച്ച ചന്താക്കി ആശുക തന്നെ കിട്ടിറക്കും പോയിട്ട് ആ രൂപത്തിൽ കുറിച്ചിൽ പറ്റി തലയുടെ കാളത്തോളം എത്തിത്ത് അത്ര കാണുമെന്നുള്ള മൊയിലാഞ്ചി ചൊല്ലൊരു ബസ്തുണ്ട് ഞങ്ങളുടെ റായത്ത് പിന്നെ ചെല്ല നോക്കാം അങ്ങനെ മങ്ങിൽ തണ്ടുമത്തല്ല ദൈപ്പാട്ടി എല്ലാം ചമയിച്ചിട്ട് വെച്ചിട്ട് അണ്ടും ബന്ധങ്ങളിലും ഹൈറാണ് 1.5 ആളും അത് തിണ്ടുപോയി എല്ലാവരുടെ ബായിലും എന്തുള്ള ഈ ചെറുക്കന്ത്ര ആഫ്രിക്കത്തെ മങ്കട പോലെയുള്ള അവണ് നോക്കുള്ള കാശ്മീരത്തെ ആപ്പിൾ പോലെ കണ്ടവളുടെ എന്ത് ചന്തത്തെ പെണ്ണ് ഇങ്ങനത്തെ ഒരു പെണ്ണ് നമുക്ക് കിട്ടിയത് ബാക്കി എല്ലാവരുടെ സ്റ്റേറ്റസിലും ഇതേ ഉള്ള വിഷയം അങ്ങനെ മങ്ങിൽ തന്റെ ഫസ്റ്റ് നൈറ്റ് ജാബു അവണ് വന്ന ഒന്ന് റീഫ്രഷ് ആയ അവണ് ഫസ്റ്റ് നോക്കി അതേ ചെറുക്ക ഇന്തു മങ്ങിൽ തന്റെ ഉള്ളേ അവനങ്ങനെ റീഫ്രഷ് ആയിട്ട് വന്നിട്ട് ബെഡ്റൂമിലുള്ളതാണ് ഫസ്റ്റ് നൈറ്റ് അല്ലേ ഒരു സന്തോളത്തെ നാളല്ലേ അങ്ങനെ മങ്ങിലത്തെല്ലാം ചെഞ്ചാട്ടെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കട്ടിയിൽ വെച്ചാ ഓളങ്ങനെ കുളിക്കൊക്കെ പോയാണ് കുളിച്ചിട്ട് ബറുമ്പത്തുക്കും മുസുണ്ട് നോക്കുമ്പോഴത്തേക്കും ഇതെന്തൊരു അവസ്ഥ നിങ്ങളുടെ പ്രായത്തെ നീര് കാക്കയാങ്കും ഇതാവല്ല ഇതിനെ കണ്ടിട്ട് ഓടിയ ഓട്ടവണു ബൈക്ക് എടുത്തോണ്ട് ഓടിയാണ് പിന്നെ ഒരു വാറയില്ല ചെന്നൈ ഇത്രയും എന്തിനു തരുവാണ് നിങ്ങക്ക് നക്ക് കാട്ടിയ പെണ്ണ് വേറെ തന്ന പെണ്ണ് വേറെ അത് തന്നിട്ടേ ഇല്ല പെണ്ണേ അല്ല ഇത് റിയലി പെണ്ണാതെ മാത്ര പെണ്ണിടെ കാട്ടുമ്പത്തുകു ഫോട്ടോ എടുക്കുമ്പത്തുക്കും മൂക്ക് മുസുണ്ടുക്കും മെത്തിയിട്ട് എടുത്ത ഫോട്ടോ പെണ്ണിടെ മീട്ടാവിടെ സന്ദർഭത്തിലും മൂക്ക് മുസുണ്ടുക്കും മെത്തിയിട്ട് അവള് വന്നിട്ട് മീട്ടായറ പെണ്ണ് നോക്കുക പോയപ്പോ റായത്തങ്ങ് എല്ലാരും കൂടിയിട്ട് മെത്തിയറ മങ്ങിൽ തണ്ടും അതേപോലെ എല്ലാരും വന്നിട്ട് ഇന്ന മേക്കപ്പ് ബ്യൂട്ടീഷ്യന്റെ കൊമ്പന്നിട്ട് മെത്ത് പാട്ടിയത് ഞങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾക്ക് സാറിനാക്കൊക്കെ തരില്ലെങ്കിൽ സാറിനെ മേസ്ത്രി വിളിച്ചിട്ട് സാറിനാക്ക് പാട്ടിയതുപോലെ എൻ്റെ ഞങ്ങളത്തെ പെണ്ണ് മക്കളെ മൂക്ക് മുസൂട്ട് മെത്തൊക്കെ ബാനായിട്ട് ബ്യൂട്ടീഷ്യന്റെ ബിൽ പാട്ടുള്ള 70,000 രൂപ 75,000 രൂപ 50,000 രൂപ 60 രൂപ ചുരുങ്ങിയത് പാവത്തങ്ങൾക്ക് 25,000 രൂപ പിന്നെ പൈസ തങ്ങളത് ലാക്കൊന്നും വില ചെന്നിട്ട് പ്രയോജനമില്ല മെത്തി ഇത്രയ്ക്ക് നമുക്ക് ഇത്ര ബിലാക്കിയിട്ട് മുട്ടറാതെ ഇതെല്ലാം അവസ്ഥ ഞാൻ ചെന്നെന്തര നിങ്ങളൊട്ടിക്ക് പെണ്ണുമക്കളെ ചീട്ടിങ് ആക്കിയിട്ട് ചെറുക്ക് കാട്ടി കൊടുക്കൂടെ നാ നിങ്ങളെ മൂക്ക് മുസൂട്ടൊക്കെ മെത്തണ്ടാണ്ട് ചിലടല്ല പൗഡർ എന്നിട്ട് ചന്താക്കണ്ടാണ്ടും ചിലടല്ല ബദലുക നിന്റെ മോളും മങ്ങിലാക്കി കൊടുക്കുന്ന സന്ദർഭത്തില് ആ ബാപ്പായോണ് ഓർക്കെന്തര കൊണത്തോണ്ട് ചെറുക്കടെ ഗുട്ടുള്ള ഒരു മെസ്സേജ് ആക്കണതല്ല ബാറിന്റെ ചെല്ലാണ്ട നീ മാത്രം ബന്ധിങ് മയിച്ചെന്നുള്ള ഒത്തുക്ക് വിളിപ്പാട്ടണോ വിളിപ്പാട്ടിട്ട് നിന്റെ മോളുള്ളല്ലേ അവളെ മുസുണ്ടുകത്തല് എന്തിരെ പിന്നെ സബീന അങ്ങനത്തെ കിട്ടല്ലേ ബ്ലീച്ചിങ് പൗഡർ അതെല്ലാം ഇട്ടിട്ട് മൂക്ക് മുസുണ്ടെല്ലാം കൽഗ് പാട്ടിട്ട് ഒറിജിനൽ പെണ്ണിടെ ഓർക്ക് ഇങ്ങനെ കാട്ടിക്കൊടുക്കണം ഇതല്ലപ്പ നീ ഫോട്ടോത്തിൽ കണ്ടതല്ല ഇത് അതേപോലെ നീ അവിടെ ഇവിടെ പെണ്ണ് നോക്കൂ വന്നപ്പോ കണ്ടതല്ല ഒറിജിനൽ പെണ്ണ് ഇതായിട്ടിക്കിട് ഇന്നും നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഈ രൂപത്തിൽ വേറെ രൂപത്തിൽ കാണുവള് അതെല്ലാം നമ്പിറണ്ട ഇത് ഒറിജിനൽ പെണ്ണ് ഈ പെണ്ണ് നീ ആവലുണ്ട് ജെല്ല് ചെന്നിട്ട് അതാവുണ്ട് കണ്ട മങ്ങിലാക്കി കൊടുത്തു പിന്നെ എങ്ങനെ കുളിച്ചിട്ട് വന്നെങ്കിൽ അതങ്ങനെ മെയ്ക്കൊള്ളവളൂ ഇണ്ടങ്ങത്തെ അവസ്ഥ എന്റെ തലക്ക് യാറാവൂ കാരണം നോക്കിയ പെണ്ണ് വേറെ നോക്കിയാൽ പിന്നെ മങ്ങിലായാൽ പിന്നെ ഔത്തുക്ക് വന്നിട്ട് ഔത്തുൽഗത്തിലുള്ള പെണ്ണെ വേറെ രൂപത്തിൽ ഇങ്ങനെ ചീറ്റിംഗ് ആക്കിയിട്ട് മങ്ങിലാക്കിയുടെ പോലത്തെ പരിസ്ഥിതി മങ്ങിലാവത്തെ പെണ്ണു മക്കളുടെ ആ രൂപത്തിൽ ചീറ്റിംഗ് ആക്കിയിരണ്ട
ചുമ്മാ ആളുമാർഗുണ്ട് മാപ്പിളമാർക്ക് പിന്നീട് മേലെ പിരിസ കൊറോടി അവിടെ ഗൾഫ് പോയിട്ട് പോയവണ് പിന്നെ ഫോണേ ആക്കില്ല ഇത്രയ്ക്കുണ്ട് കേസ് അതെ മജീദ് അരിമ സാധു കൊണ്ട് വെച്ചനം പന്ത്രണ്ട് കേസ് ചെല്ലത് ഇതായിട്ട് നാണ് ഒളിച്ചില്ലോടെ സാധാരണ സ്ഥലത്ത് കത്തിക്കത് ആളുമാർ വന്നിട്ട് കിടാറ് എല്ലാവരും വന്നിട്ട് ചെല്ലു ഉസ്താദ് ദ്വാരക്കുറു എൻ്റെ മോളെ മാപ്പിള ഗൾഫ് പോയി മംഗല ഡോർത്തിങ്ങളുടെ പോയിടാ ശുദ്ധില്ല ഉസ്താദ് 3 വർഷമായിട്ടുണ്ട് ഈ ശുദ്ധി ഇല്ലാണ്ടിക്കോ കാരണം ഇത് ഇങ്ങനെയൊക്കെ ഡോങ്കിയാക്കിട്ട് കൊടുക്കട്ടെ ശുദ്ധിക്കുക അവന്റെ മനസ്സിൽ എത്ര ബേജാറാവല്ലേ ഒരു മനുഷ്യൻ എന്തൊക്കെ ബേജാറാക്കണം നിന്റെ പിരിസത്തെ സഹോദര ചെന്നോണ്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രകൃതി ദത്തമായ സുന്ദരമായ ഒരു സൗന്ദര്യം മുഖ പടച്ചറബ് തന്നറാ അല്ലാഹു നമുക്ക് വേണായ രൂപത്തിൽ വ്യവസ്ഥിത രൂപത്തിൽ പടച്ചറബ് ഞങ്ങളെ സൃഷ്ടിച്ചറാ ഇതിനെ വികൃതമാക്കുന്ന രൂപത്തിൽ മനുഷ്യരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാവുന്ന രൂപത്തിൽ ഇങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടല്ലേ ജാഗ്രത ആക്കൊരു മുസ്ലിമേ ഏതായാലും ചെന്ന വിസയതല്ല എന്റെ പിരിസത്തെ സഹോദര നീനൊരു പെണ്ണിട മങ്ങിളായ ആ പെണ്ണിട മങ്ങിളാക്കട സന്ദർഭത്തിൽ പെണ്ണിട ഉമ്മകും ബാപ്പകും പെണ്ണുക്ക് ചൊമ്മക്കിനാവിന്ത് ഇങ്ങത്തെ ചെറുക കിട്ടണു തമ്പുരാനെ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിട നിക്ക് മങ്ങിളാക്കി തന്റെ പോലത്തെ വിധി പടച്ചറബ് നിശ്ചയിച്ച് വെച്ച മോളെ നിന്റെ കാക്കായോട് നിന്റെ കൈ പിടിച്ചിട്ട് ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഹിസാൻ നന്റെ മോളെ നീണ് പടച്ചറപ്പ് പടിപ്പാട്ട് രൂപത്തിൽ അവൾക്ക് പൈക്കില്ല അവൾക്ക് ഡ്രസ്സ് അതേപോലെ ഡ്രസ് ഇല്ലാത്ത വ്യവസ്ഥ ആവില്ല അവൾക്ക് ദൈഹിക അകയില്ലാത്ത പോലത്തെ പരിസ്ഥിതി വണ്ടിയിലെ എല്ലാ സൗകര്യവും നാണാക്കി കൊടുക്കൂടെ ചെളുടെ വിശ്വാസത്തിൽ അമ്പിക്കൾ നിന്റെ നിൽക്കുന്നതാണ് നിന്റെ മോളെ മങ്ങിലാക്കി തന്നെ നന്റെ മോളായ അവൾക്ക് പൈക്കല നിന്റെ ഒത്തുക്ക് വന്നിട്ട് ചെളുടെ നിനക്ക് വിശ്വാസം ഉണ്ടോ നന്റെ മോൾക്ക് ഡ്രസ്സുക്കും നന്റെ മോളെ ആരോഗ്യത്തിക്കും നന്റെ മോളെ ദൈഹിക സൗകര്യത്തിക്കും നീ കൊറടിയാക്കല ചെളുടെ വിശ്വാസം നിനക്കുണ്ടോ ആ വിശ്വാസത്തെ മേലെ നാനിക്ക് നിന്റെ മോളെ മങ്ങിലാക്കി തന്നെ ചന്ദ്ര നിക്കാഹുടെ സന്ദർഭത്തിൽ ഖാലി ആറുമാർ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ മുൻനിർത്തിട്ട് ആയിരക്കണക്കിന് ആളുമാറെ സാക്ഷിനി പാടി മങ്ങിലായിക്കും പോയ ബാലക്കാറാ നിന്റെ ലേറ്റായിട്ട് വറങ്ങടെ ഒരു തടിയുണ്ട് അത് ഏതുണ്ട് ചെല്ലുവളാ നിന്റെ ഔത്തുള്ള ലാസ്റ്റ് വറങ്ങടെ വറാളുണ്ട് അതാറ് അത് നിന്റെ പെഞ്ഞയല്ലേ സുബൈഗ് ആയത്ര വേഗത്തിൽ ഫസ്റ്റ് എണിക്കട ആളാറ് അതും നിന്റെ പെഞ്ഞയല്ലേ എടക്കലല്ല കൽകിട്ട് എല്ലാം ക്ലീൻ ആയിട്ട് ഡോറെല്ലാം ബന്ധാക്കിട്ട് സ്വിച്ച് ഓഫ് ആക്കിട്ട് എല്ലാം ഭദ്രത്തെ കൺഫേം ആയാൽ പിന്നെ വളതാ മല്ല വന്ന് വറങ്ങടല സുബൈക്ക് നീ എണിക്കിടക്കാണ് നിന്റെ മക്കണിക്കിടക്കാണ് മുന്നളവിളിച്ച് അലറട്ടാവിട റെഡിയാവിടല എന്തൊക്കെ ഒരു ജീവനത്തെ വിസയ ഒരു ലൈഫിടെ ഒരു യുദ്ധത്തിന് റെഡിയായതുപോലെ തയ്യാറാവിടലവളോ നിന്റെ ഊത്തുള്ളു അവള് നയിക്കിടത്ര നിക്ക് നയിപ്പില്ലളാ നിന്റെ പെഞ്ഞൈവന്റെ കഷ്ടപ്പാട് ചെറിയതെന്തുമല്ലല്ലേ നീ ആലോചനാക്കോള നിന്റെ ജോബ് എത്ര സുബൈക്ക് 8 ഗಂಟೆಗ ഒലിപം ഗട്ടക ഉത്ര നീ പറത്തിയിലിട ജാസർക്ക് 4 ഗಂಟೆ 5 ഗಂಟೆ കാണുമെന്നുള്ള നിന്റെ ജോബ് എന്ത് ഒരു നാള് മാക്സിമം 7 8 ഒലിമ്പ ഗಂಟೆ ഒലിമ്പമാ ഗಂಟೆ ആയിട്ട് ഇവിടെ നിന്റെ ഡ്യൂട്ടി ഉള്ളത് ആ 7 ഗಂಟೆ 8 ഗಂಟೆ നയിച്ചിട്ട് നീ ഔത്തുക പണ്ട സന്ദർഭത്തിൽ 1000 രൂപ കനിഷ്ഠ പക്ക നീ എടുത്തും പണ്ട ഏത് കൂലി പണിക്കും അങ്ങനെ വന്നിട്ട് നിന്റെ ഔത്തുക നീ ശരി അങ്ങ് പിന്നെ കുളിച്ചിട്ടൊന്ന് വിശ്രമത്തിൽ ആറാമത്തിൽ കൈക്കാൽ നീട്ടിട്ട് ദയിക്കണമാ മൊബൈൽ നോക്കണമാ നിന്റെ സ്വരത്തിൽ മുണ്ടാണ്ട് ദയിക്കണേണ് പൂർണ്ണമായിട്ടും രക്ഷ നിക്ക നിന്റെ പെഞ്ഞൈ സുബൈക്ക് 4 ഗಂಟೆ എണിച്ചവള് ജാവു ഉറങ്ങുമ്പോഴത്തേക്ക് പോണൊന്ന് ഗಂಟೆ 1.5 ഗಂಟೆ 12 ഗಂಟೆ ജാവളകോ ഒരു നാള് ഡ്യൂട്ടി 7 ഗಂಟೆ 8 ഗಂಟೆ ആയിട്ട് നിന്റെ പെഞ്ഞയുടെ കനിഷ്ഠപക്ഷം നിന്റെ പെഞ്ഞയുടെ ഡ്യൂട്ടി അത് അല്ലേ അവളെ പണി എത്ര ഒരു നാളില് 7 ഗಂಟೆ 8 ഗಂಟೆ നിക്ക് 1,500 രൂപ ശമ്പളം കണ്ടെങ്കിൽ അവൾക്ക് 3,000 രൂപ ശമ്പളം കൊടുക്കണം ഒരു നാളില് അല്ലേ അവളുടെ ഡ്യൂട്ടി അങ്ങനത്തേത് നിന്റെ പോലത്തെ ഈസി ഡ്യൂട്ടി അല്ലടാ വിശ്രമമുള്ള ഡ്യൂട്ടി അല്ലടാ എല്ലാ നാൾ നിന്റെ ഔത്തുക്ക് കാള് ബേച്ചാൽ പിന്നെ തുടങ്ങിയ ഡ്യൂട്ടി അതെ അവളെ മയ്യത്തെ പുറത്തേക്ക് കൊമ്പോണ്ട് കൊടുത്താൽ അതേ ഡ്യൂട്ടി അവളത് നീ നാളെ ചനക്കൂള എത്ര കഷ്ടമുണ്ടല്ലോ അത് ടൈമുകാവണ്ടേ നിക്കൊരു നാള് പനി വന്നെങ്കിൽ നിക്കൊരു നാള് വയറുന്നുമ്പലായെങ്ക നിന്റെ കൈക്കാള് കടച്ചല് തുടങ്ങിയെങ്ക നിനക്ക് എന്തെങ്കിലും തീരാണ്ടായപ്പോ നീന് ശമ്പളം കിട്ടില്ലെങ്കിൽ അത്ര പോയി ചെന്നിട്ട് ഔത്തുള്ളിൽ എത്ര 2 നാള് 3 നാള് 1 വാരം 2 വാരം റെസ്റ്റ് എടുക്കണേണ നിന്റെ പെഞ്ഞയായവള് തിങ്ങളുടെ കുളി വന്നപ്പോ മെൻസസ് ആയ സന്ദർഭത്തിൽ റബ്ബ് വയറുന്നമ്പലത്തിൽ പെടക്കിടങ്ങ ഉള്ളറ കാറടങ്ങ ഉള്ളറ കൈകാള് പച്ചരി എനിക്ക്
തീരാണ്ട് നിത്രാണ് അവിടെ പെണ്ണിങ്ങ ഉള്ളറ് എന്തെല്ലാം രൂപത്തിൽ സൈക്കു തീരാത്ത നമ്മളെ ഇന്നങ്ങ ഉള്ളറ് ആ എങ്ക അവളെ ഡ്യൂട്ടി എല്ലാ നാളുടെ പോലെ കണ്ടും അവളെ കണ്ടേ അവൾക്ക് പനി വന്നെങ്ക ടൈപ്പറുടെ വന്നെങ്ക വേറെ നമ്മളായെങ്ക സൊബി ഗണിക്കുന്ന ടൈമിൽ അവൾ എണിക്കണോ ജാവുക്ക് ഉറങ്ങട സന്ദർഭത്തിൽ അവൾ വണങ്ങണോ സൊബീത നാഷ്ടാവണോ ദർശക മക്കളെ കടത്തണോ സ്കൂൾക്ക് മക്കളെ കടത്തണോ നിന്റെയും നിന്റെ ജോബുക്ക് കടത്തണോ ഉച്ചത്തെ ആഹാരത്തെ വ്യവസ്ഥയാവണോ അസർക്ക് മക്ക പണ്ട സന്ദർഭത്തിൽ ഞങ്ങളെ നാഷ്ടത്തെയും ചോറുടെയും ചായയുടെയും വ്യവസ്ഥയാവണോ മഗ്രിബ് മക്കളെ സ്കൂൾക്ക് മദ്രസക്ക് കടത്തണോ ജാവുക്ക് നാഷ്ടത്തെ വ്യവസ്ഥയാവണോ ഇടക്കളയെല്ലാം കൽകണോ അതിനിടയിൽ കക്കൂസര സൊറാക്കണോ അതേപോലെ ബാത്റൂം ക്ലീൻ ആക്കണോ നിന്റെയും നിന്റെ ഉത്തരിന്ന് എല്ലാളും മാറെ ഡ്രസ് അവള് കൽകണോ അത് വണക്കി വയ്ക്കണോ നിലെല്ലാം തോത്തി വയ്ക്കണോ ജാളെല്ലാം ക്ലീൻ ആക്കി വയ്ക്കണോ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒത്തരാക്കി വയ്ക്കണോ ഒരു 10 നിമിഷത്തെ റെസ്റ്റ് ചെല്ലത് നിന്റെ പെഞ്ഞേക്കില്ലളോ അവൾക്ക് നീ ശമ്പളം കൊടുക്കണെങ്കിൽ അതേ സ്വറത്തെ നിന്റെ പെഞ്ഞെ നിന്റെ ഊത്തിൽ ഒരു നാളാക്കിട സ്വറത്തേക്ക് നീ പിന്നൊരു പെണ്ണിടെ ആണുങ്ങളെ വിളിപ്പാട്ടിന് നിന്റെ ഊത്തിലാക്കി മാറ്റെങ്കിൽ ഈ പൂണേള് പോണ് കണ്ടു പോണിട്ട് കണ്ടിട സ്വറത്തേക്ക് നീ ശമ്പള കനിഷ്ഠ പക്ഷ 2000-3000 രൂപ ശമ്പളം കൊടുക്കണ്ടേ അത്ര ഡ്യൂട്ടി നിന്റെ ഊത്തിലാക്കണ്ടല്ലോ ഒരു വിഷമയില്ലാണ്ട് അതിനിടയിൽ നിന്റെ പറച്ചില തിന്നണോ നിന്റെ അടി തിന്നണോ നിന്റെ ഷാപ്പ തിന്നണോ നിന്റെ വേണ്ടാത്ത പളക്ക കേൾക്കണോ നിന്റെ ഉമ്മയുടെ ഒട്ടിക്ക നിന്റെ നിന്റെ ഇളങ്ങമൂത്തങ്ങൾ ഒട്ടിക്കമാ സേരിട്ട് അവളെ പിന്നെയും ചാടിയും പസാദും പിത്തനയാക്കണോ അതിനിടയിൽ നിന്റെ തലാക്കാക്ക പോടി പോയി വണ്ട വേണ്ടടി ചെന്നിട്ട് അങ്ങനെ അതും കേൾക്കണോ അടിച്ചങ്ങ് അടിയും തിന്നണോ ചവിട്ടും തിന്നണോ ഉഷാറിലാണ്ടെങ്കിൽ മറന്ന് കുപ്പിച്ചും പോയില്ലാണ്ടെങ്കിൽ മറ കെട്ടിട്ട് മരിക്കണോ ഇതെല്ലാം നിന്റെ പെഞ്ഞയെ അവൾ അനുഭവിക്കണോ ഒന്ന് ആലോചനാക്കി നോക്കൂ നിന്റെ പെഞ്ഞയുടെ ജാഗിൽ നീ നിന്നിട്ട് നിക്ക് തീർവടാ ഒരു നാള് നിന്റെ പെഞ്ഞയാക്കട നിന്റെ ഊത്തിലാക്കട സ്വറത്തെ 4 നാളാക്കിയിട്ട് നിക്ക് പൂർത്തിയാക്കുക തീർവാ ഒന്ന് ചെല്ല് പെണ്ണുങ്ങളെന്നാണ് ഒരു പളക്ക ചെല്ലടെ നിന്റെ മാപ്പിള പിസണ്ടാണ്ട് കണ്ടെങ്കിൽ ചെമ്മ പാറാണ്ട് കണ്ടെങ്കിൽ ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കും എന്നിട്ട് കൊണ്ടുണ്ടാ നിക്ക് 2-3 നാളെ മക്കളുള്ളവരുണ്ട് കണ്ടെങ്കിൽ ചെറിയ മക്കളുള്ളവരുണ്ട് കണ്ടെങ്കിൽ മാപ്പിള ആരെ പാറുമ്പത്ത് ഗുരു സൊറാക്കതീന സുബീഗണിച്ചിട്ട് നിന്റെ ബാപ്പക്ക് ഫോണാക്കിയിട്ട് ബാപ്പ റിക്ഷ എടുത്തോണ്ട് പറയും നക്ക് ചെന്നാള് ഒരു 4 നാളത്ത് റെസ്റ്റ് എടുക്കുക പറകൊണ്ട് ചെന്നിട്ട് നീ എന്തരാക്ക് നിന്റെ ബാപ്പക്ക് ഫോണാക്ക് വേറൊന്നും പളക്ക പറയണ്ട സുബീഗണിച്ചിട്ട് നിന്റെ മാത്രം ഡ്രസ്സും ഗണ്ടുമുട്ടയും കെട്ടിയിട്ട് ബാപ്പ വന്ന പുറത്തേക്ക് മാപ്പിളുടെ ചെലുതലേ നക്കൊരു നാള് റെസ്റ്റ് വീണു രജ വീണു ശമ്പളം എന്തൊന്നും ഇല്ലല്ലോ നൈക്കിടേക്ക് ഒരു 4 നാളത്തെ രജ വീണു നാളെ ഒത്തുക്ക് പോയിവണ്ടേ നാളെ മക്കളുള്ളവർ തെല്ലാം നോക്കിയുള്ളറവാ ദർശക കടത്തോറു സ്കൂളുകളിലെ കടത്തോറു നാഷ്ട കൊടുക്കറു ഉച്ചത്തെ ചോറിന്റെ വ്യവസ്ഥ ആക്കറു ജാവിടെ നാഷ്ടത്തിലെ വ്യവസ്ഥ ആക്കറു ഉറങ്ങയുടെ വ്യവസ്ഥ ആക്കറു എഞ്ചപ്പുറത്തേക്ക് കീഴും മേളും എതിരും പിറകളെ ചെറിയ മക്കളത് തൂരിട്ടും വീത്തിട്ടല്ലേ അതെല്ലാം കളിക്കിട്ടൊന്ന് ക്ലീൻ ആക്കറു ഒന്ന് നാളെ മക്കളെത്തെല്ലാം നോക്കിയുള്ള മക്കളെ വിട്ടിട്ട് നീ നിന്റെ ആള് കൗത്തുക്ക് പോകും ഒരു നാൾ അവന് നിരക അവൻ ആത്മഹത്യാക്കുക നിന്റെ മാപ്പിള ആത്മഹത്യ നീ വരുമ്പത്തേക്ക് നിനക്ക് മാപ്പിളയിക്കല എന്റെ അവനെ കൊണ്ട് സാധ്യമില്ല ഈ മക്കളെ കൽക്കും മക്കളെ കുളിപ്പാട്ടുകോ അവനക്ക് തീരുവാ നീ നിന്റെ മക്കളെ ഗലീജെല്ലാം എടുത്തിട്ട് നിക്ക് നാറുമില്ല നീ ഗലീജെല്ലാം എടുത്തിട്ട് അതിലപ്പോ എതിരും പിറവെല്ലാം കൽകിട്ട് അതിൽ ശുദ്ധിയാക്കിട്ട് അതിലെ ഡ്രസ്സ് കൽകിട്ട് എരിടിത് എരിഞ്ഞിട്ട് ഈ ഒരു സ്വറത്തെ നിന്റെ മാപ്പിളയുടെ കൊണ്ട് ലൈഫിലാക്കുക സാധ്യമില്ല അത്ര സ്വറാക്കിടൽ നിന്റെ പെഞ്ഞയ്യായവളും അതിനിടയിൽ നിന്റെ പറച്ചൽ കേൾക്കണോ അതിനിടയിൽ നീ അടിച്ചത് അടി തിന്നണോ എന്റെ ചെലവിടാ അവള് മജ്ബൂരിയായാള് നിന്റെ കൈക്ക് പോന്നിട്ടു അവള് മജ്ബൂരിയായാള് അവള് നിറക്കത്തേക്ക് പോന്നിട്ടായിട്ട് രക്ഷപ്പെടുത്തൊന്നും കാര്യമൊന്നുമില്ല രക്ഷപ്പെടുത്തൊക്കെ തൗബാക്കിട്ട് പ്രയോജനമില്ല പോയത് പോയമേ അതുകൊണ്ട് ചിന്തനാക്കുന്നതിന് പെഞ്ഞൈ കളിക്കട വസ്തല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നത് എന്തുണ്ടാ മരിക്കട ലാസ്റ്റ് ടൈം ചെന്ന് 2 പളക്കമുണ്ട് വലിയ വിശ മരിക്കുമ്പോഴത്തേക്ക് ചെന്നത് നീ കള്ളുകൂടി കണ്ടാണ്ടല്ല നീ കക്കൊക്കെ പോകണ്ടാണ്ടല്ല നീ ബഡ്ഡി തിന്നാണ്ടല്ല ഒരുത്തര കൊള്ളാണ്ടാണ്ടു അല്ലേ അർത്ഥവിടെ ഒരുത്തര കൊള്ളാണ്ടാണ്ടും സമയത്തല്ല മരിക്കുമ്പോ ചെന്നത് وما ملكت أيمانكم أو كما قال رسول الله മരിക്കട ലാസ്റ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്ന വസിയത്ത് ഉമ്മത്തെ നിസ്കാരത്തെ ജാഗ്രതാക്കിളറോ നിസ്കാരത്തെ ബുട്ടറണ്ട കളാക്കിരണ്ട പിന്നെ ചെന്നു വമാ മലക്കത്ത് അയ്മാനുക്കും നിങ്ങൾ മങ്ങിലാക്കി കൊമ്പന്ന് നിങ്ങളെ കയ്യിലുള്ള നിങ്ങളെ പെഞ്ഞയുള്ളളല്ലേ അവളെ വിഷയത്തിൽ അല്ലാഹുടെ പേടിച്ചുള്ള ഒരു മനുഷ്യരെ
എന്തേ ചെല്ലുവളാ നിന്റെ പെഞ്ഞയ്ക്ക് നീണല്ലാണ്ട് ആറുമില്ലടാ നിന്റെ പെഞ്ഞை നിന്റെ ബാവളെ ബാപ്പടെ വിട്ടു വന്നവളോ നീണമങ്ങിൽ അവിടെ സന്ദർഭം നിൽക്കൊന്നും നഷ്ടാവുകില്ല നിക്ക് സ്വർത്ത് കൊറാട് ബന്ത് അല്ലാണ്ട് നിൽക്കൊന്നും നഷ്ടാവുകില്ല മങ്ങിലത്തെ സന്ദർഭത്തിൽ നിന്റെ പെഞ്ഞയ്ക്ക് എന്തെല്ലാം നഷ്ടായിട്ടുണ്ട് നീ ഒന്ന് ആലോചനാക്കിയ അവൾക്ക് ജന്മ കൊടുത്ത ഉമ്മ നഷ്ടായിട ജന്മ കൊടുത്ത ബാപ്പടെ വിട്ടു വന്നവളോ ഇളങ്ങ മൂത്തങ്ങളെ വിട്ടു വന്നവളോ 18-20 വർഷത്തോളം ഔത്രപൻ വിട്ടു വന്നവളോ നിരക്കരടങ്ങളെ വിട്ടു വന്നവളോ സന്തോളത്തെ വിട്ടു വന്നവളോ എല്ലാത്തെയും കേവല പളക്കം ഉണ്ടല്ലേ നിന്റെ മോളെ നിക്ക് മങ്ങിലാക്കി തന്നെ ചില ആ ജണ്ടോ ശബ്ദം ഉണ്ടല്ലേ ആ ശബ്ദത്തെ കാരണത്തിൽ മാത്രം സകലവും വലിച്ചെറിഞ്ഞിട്ട് നിന്റെ പിറകിളവള് വന്നര് നീണല്ലാണ്ട് അവൾക്ക് ആറുമില്ലടാ അവൾക്ക് ഉമ്മയില്ല ബാപ്പയില്ല ഇളങ്ങയില്ല മൂത്തങ്ങയില്ല നിരക്കരയില്ല കൂട്ടില്ല കുടുംബയില്ല ആറുമില്ല എല്ലാരെയും വിട്ടവള് വന്നത് ഉമ്മയും ബാപ്പയും സുഖയില്ലെങ്ങൊന്ന് പോയി ബറുവള് അല്ലാണ്ട് ഞങ്ങളുടെ റായത്തെ ദർഗത്തുക വേറെ ഒരു ബിരുദർ കെട്ടി വന്നത് പോലെ അല്ലെങ്കിൽ സിയാറത്തുക പോയി വന്നത് പോലെ ഉമ്മയുടെ കഷ്ടമാ സുഖമായി ഞങ്ങൾ പോയി ബറുവള് അല്ലാണ്ട് അല്ലെങ്കിൽ ഉമ്മക്കും ബാപ്പക്കും ഉഷാറില്ലെങ്കിൽ നോക്കുവള് അല്ലാണ്ട് ഞങ്ങൾ ഒത്തുലെന്തെങ്കിലും കെട്ടുപാട് നിങ്ങൾ പോയി ബറുവള് സ്കൂളുക്ക് മദ്രസത്ത് രജ കിട്ടിയവർ 10 നാള് ദൈക്കുക പോയി ബറുവള് അല്ലാണ്ട് ബാക്കി സമ്പൂർണമായിട്ടും അവളുള്ളത് നിന്റെ ഉത്തുളോ അവളുള്ളത് നിന്റെ ഉത്തുളോ എന്ത് നീ ആലോചനാക്കില്ല അവൾക്ക് ആറുള്ളറളാ അവൾക്ക് ഉഷാറില്ലാത്ത സന്ദർഭത്തുള്ള സമാധാനാക്കുക ആറുള്ളറളാ അവൾക്ക് ബേജാറാക്കുമ്പോൾ ചിരിപ്പാട്ടുകാറുള്ളറളാ അതേപോലെ അവളെ സന്തോളാക്ക് പാട്ടുകാറുള്ളറളാ കഷ്ടത്തുക്കും സുഖത്തുക്കും നീന് വേണ്ടേ കുറെ ആണിങ്ങൾ ഉള്ളറ് ഔത്തുൾക്കത്തുക്കും നൂലും പൊത്തുക്കും ഈ തേണ്ടയിപ്പ് മൂസുണ്ടു കൂട്ടിയതുപോലെ തുരുമ്പിലോട്ടും പെഞ്ഞയുടെ മുഖം നോക്കി ചിരിക്കട കൂടെ ഇല്ല കുറെ ആണുങ്ങളെ മൂസുണ്ടങ്ങത്തെ പെഞ്ഞയുടെ മുഖം നോക്കി ചിരിക്കും പോലെ ഇല്ല അവന് ചിരിക്കാത്ത ജാത്തിന്റെ വരച്ചിടാറ് അല്ല അത് ചിരിക്കിട് അത് ചിരിക്കിടത് മൃഗാത് എവിടെ ചിരിക്ക നോക്കണ ചിരിക്കിടത് കാട്ടണത് പെഞ്ഞയുടെ മുഖം നോക്കിട്ട് ചിരിക്കാത്ത അവനുള്ളല്ലേ അവന് ചിരിക്കടാ ചിരിക്കിടത്തെ പ്രാണി അവണു ആരതെങ്ങ മങ്ങിലത്ത് പോയിട്ട് അവൻ നോക്കോളൂ അപ്പുറത്തേക്ക് നോക്കിട്ട് അവിടെ നോക്കിട്ട് ചിരിക്കടേ എന്തൊരു ദാദാ എന്തത് ദീദി എന്തത് ഈ ബാബി ചന്ദ്രി എത്ര പെണ്ണുങ്ങൾ 34 വള്ളും പുറത്ത് കണ്ടു എല്ലാം കണ്ടു ചിരിക്കട ജാത്തിയെ പെഞ്ഞയുടെ മുസുണ്ട് മാത്രം കണ്ടിറക്കാം ഇങ്ങനത്തതല്ലേ കുറെ ഉള്ളത് അതിനൊക്കെയാണ് വലിയൊരു ശാപന്തരമുള്ള നിക്ക് ഭാഗ്യപനുള്ള പെഞ്ഞയുടെ മുഖം നോക്കിയിട്ടൊന്ന് ചിരിക്കണത് പെഞ്ഞിടലൊന്ന് കുസാല പളക്കൊരു തമാശ പളക്കൊരു അതൊക്കെ ഭാഗ്യപനുള്ള ഒന്ന് ചെല്ലട്ടാ നിന്റെ പെഞ്ഞൈ നിന്റെ മങ്ങിലായി വന്നത് നിന്റെ ഒത്തിരി അടകളകൾ കൊകല്ലളാ നിന്റെ ഡ്രസ്സുകൾ കൊകല്ലള നിന്റെ മക്കളുടെ ഡ്രസ്സുകൾ കൊകല്ല നിന്റെ അകത്തോത്തകല്ല നിന്റെ ടോയ്ലറ്റുകൾ കൊകല്ല നിന്റെ ഒത്തിരി ചോറ് കറിയാക്കട നിബന്ധനകൾ വന്നതല്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വന്നതല്ല പൊതുപളക്ക പറയുമ്പോഴത്തേക്കും സമയത്ത് നക്കൊരു പെണ്ണ് വേണോ ചോറ് കറിയാക്കിടവളോ ഡ്രസ്സുകൾ കിടവളോ കക്കൂസുകൾ കിടവളോ ചെന്നിട്ട് അങ്ങനത്തെ ഒരു നിബന്ധന വീഴ്ചിട്ടില്ല അതൊക്കെ വന്നവളുമല്ല അവളെ പണിയല്ല നിന്റെ ഊത്തില് നിന്റെ പെണ്ണുള്ളളൽ പെഞ്ഞയുള്ളളല്ലേ ചോറാക്കാണ്ട് കറിയാക്കാണ്ട് ഡ്രസ്സുകൾ കാണ്ട് നലത്തോത്താണ്ട് പാത്രങ്ങൾ കാണ്ട് ടോയ്ലറ്റ് ബാത്റൂം ക്ലീൻ ആക്കാണ്ട് 6ാമത്തില് പോയിട്ട് ബെഡ്റൂമിൽ കിടന്നേണ്ട കണ്ടെങ്കും സമയത്ത് നിനക്ക് കേസ് ചൊല്ലും പോലെയില്ല അർത്ഥവിടെ നിന്റെ പെഞ്ഞയെ സ്വഭിച്ചിട്ട് റാഹത്തിൽ നാഷ്ടാക്കിട്ട് പോയിട്ട് കാളുടെ മേളിൽ കാളിട്ട് ചന്തത്തിൽ കിടന്നിട്ടുള്ളൂ ഉച്ചത്തോളം കിടന്നിട്ട് അവള് ഭർത്തക്ക് വന്നിട്ട് കിച്ചണിക്ക് പറയുമ്പോഴത്തേക്ക് നീന് ചോറാക്കിട്ട് കൊടുക്കണം അവൾക്ക് ചോറുണ്ട് പോയിട്ട് പിന്നെ റാഹത്തിൽ ഒരു വർക്ക് അവൾക്ക് പിന്നെ അസർക്ക് അവൾ ഭർത്ത് പറയുമ്പോഴത്തേക്ക് ചായക്കിട്ട് നീ കൊടുക്കണം അങ്ങനെ അസറതെല്ലാം കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് മോന്തിയാകുമ്പോഴത്തേക്ക് പൈക്കറിന് കാണുമ്പോൾ കിച്ചണിക്ക് പറയുമ്പോഴത്തേക്ക് നീ അവൾക്ക് ചോറാക്കിട്ട് നീ കൊടുക്കൊള്ളാം മാപ്പിളായ അവന് കൊടുക്കൊള്ള നോക്കുമ്പോൾ ചിരിക്കിടറിയ മാപ്പിളായ അവന് കൊടുക്കൊള്ള സ്വീകരിച്ചിട്ട് മോന്തിക്ക് ഡ്രസ് അവൾക്ക് ബദലാക്കണോ ആ അവളെ നൈറ്റി അവരെ ചൂരിദാർ അവരെ സാരി എല്ലാം നീന്ന് കളിക്കിട്ട് ഇസ്തിരിട്ട് പോയിക്കൊള്ള എന്റെ പെഞ്ഞെടുത്ത് അത് ക്രമ നീനിട്ട് കൊടുക്കണതല്ല പിന്നെന്തുകളാ നിനക്ക് പെഞ്ഞെ നിക്ക് പെഞ്ഞെ നിന്റെ വിട്ടി ചാക്കരിയാക്കുകയല്ല അതൊക്കെ ആളെ വേറെ നോക്കളാ നിന്റെ പെഞ്ഞെ എന്തെങ്കി നിന്റെ ലൈംഗിക സുഖ തീർക്കുക വേണായിട്ട് അർത്ഥവിടല്ലേ നിന്റെ മര്യാദ നിന്റെ ഇസ്സത്തിനൊക്കെ വേണായിട്ട് നിന്റെ സമ്പത്തിന് സംരക്ഷണാക്കുക വേണായിട്ട് അതേപോലെ നിന്റെ മക്കൾക്ക് ജന്മ കൊടുക്കുക വേണായിട്ട് അർത്ഥവിടാ നിക്ക് പെഞ്ഞെ എന്തെങ്കിൽ നിന്റെ മക്കൾക്ക് ജന്മ കൊടുക്കുക വേണം നീ ചാവുമ്പോളുടെ സന്ദർഭത്തിൽ നിന്റെ ബായിക്ക് തണ്ണിപ്പിത്തുക്കും മക്ക വേണം ലൈക്ക് വേണിട്ട് അത് അവളാക്കി തരുന്നു അത്രയുള്ള പണി
നിന്റെ മക്കൾക്കും മുലപ്പാള് കൊടുക്കുക സമയത്ത് നിന്റെ പെഞ്ഞയ്ക്ക് കഡായയില്ല. യാറത്തെ വിസ അർത്ഥം അവിടെ നിക്ക്. നിന്റെ മക്കൾക്കും മുലപ്പാള് സമയത്ത് കൊടുക്കുക നിന്റെ പെഞ്ഞയ്ക്ക് കഡായയില്ല. അത് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പാട്ടില്ല. ഇസ്ലാം മക്കൾക്ക് 2 വർഷത്തോളം മുലപ്പാള് കൊടുക്കുക കഡായാക്കി കൊടുത്തിട്ടേ തീരും. മക്കൾക്കും ആ പാള് കൊടുക്കുന്നു 2 വർഷത്തോളം. അത് പെഞ്ഞൈ കൊടുക്കുന്നുണ്ട് ഇസ്ലാം ചെന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 2 ഉമ്മ അല്ല, നമുക്ക് എല്ലാവർക്കും ഓരോ ഉമ്മ. അള്ളാഹുവിന്റെ റസൂലുക്ക് 2 ഉമ്മ, 2 അറബിമാർക്ക് ചുമ്മമ്മമാരുള്ളറ്. ഒരു ഉമ്മ ജന്മം കൊടുത്തത് ആമിന ബീവി റളിയല്ലാഹു അൻഹാ. 2ാമത്തെ ഉമ്മ 2 വർഷത്തോളം മുലപ്പാല് കൊടുത്ത ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ. 2 അറബ് രാഷ്ട്രത്തിലെ പെഞ്ഞൈമാർ പിറകു മാത്ര പെഞ്ഞയിൽ പിന്നെ മുലപ്പാല് കൊടുക്കും, അതിന് കുളിപ്പാട്ടും അതിന് കൽകും. കദ്ദാമന്മാർ ഇന്ത്യത്തെ പെണ്ണിങ്ങ, ശ്രീലങ്കത്തെ പെണ്ണിങ്ങ, ഇന്തോനേഷ്യത്തെ പെണ്ണിങ്ങ, ബംഗ്ലാദേശത്തെ പെണ്ണിങ്ങ, മലേഷ്യത്തെ പെണ്ണിങ്ങ. ബാഡിക്ക് കാസ് കൊടുത്തൊരു വിസൈറ്റഡ് വിളിപ്പാട്ടാറ്. 2 വർഷത്തോളം മക്കളെ നോക്കിയാൽ പിന്നെ ആ പെണ്ണുങ്ങൾ ലക്ഷക്കണക്കിൽ ഉറുപ്പയും വേണായ ത്രാഭരണവും ഡ്രസ്സും കൊടുത്തു കിടത്തുറാറ്. ഈ രൂപത്തിൽ ബൽത്തക്കും മക്കളെ വേറെ മനുഷ്യരെ. നിന്റെ പെഞ്ഞേക്ക് നിന്റെ സ്വന്തം മക്കൾക്ക് സമയത്ത് മുലപ്പാട് കൊടുക്കും നിന്റെ പെഞ്ഞേക്ക് കഡായ ഇല്ലേ ഇല്ല. പാള് കൊടുക്കാണ്ട് മക്ക പുൽപുട്ട സന്ദർഭത്തിൽ കണ്ണ് കാണ്ടില്ലടി, കാത് കേക്കില്ലടി, കിടാവ് പുൽപുട്ട പാള് കൊട്ടിട്ട് ചിലരുടെ അധികാര നിക്കില്ല. ഇല്ല, അതൊക്കെ എന്താ കൊണ്ട് നീ സ്വർത്ത് കാളുബി. നിന്റെ ഡ്രസ്സ് കൽകുകല്ല, അവളെ ഡ്രസ്സ് സമയത്ത് നീ കൽഗുണായര. നിന്റെ മക്കളുടെ ഡ്രസ്സ് നീ കൽഗുണായര, എടക്കള നീ കൽഗുണായര. നിന്റെ ഉത്തര സകല ആഹാരം നീയാ ഗുണായത് പെഞ്ഞയുടെ പണിയല്ലടാ. ഇത് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പാട്ടത്. അവളുടെ ഡ്രസ്സ് കൽകിട്ട് അവളുടെ ഡ്രസ്സിന്റെ വ്യവസ്ഥ, അവളുടെ ആഹാരത്തെ വ്യവസ്ഥ, ഉത്തര വ്യവസ്ഥ, ടോയ്ലറ്റ് ബാത്റൂമിന്റെ വ്യവസ്ഥ എല്ലാം ആക്കി കൊടുക്കണ. ഇത് മാപ്പിളുടെ കഡായിട്ട് കിട പടച്ചറപ്പ് മാപ്പിളുടെ അവൾക്ക് അതിൽ കുറത്തായ അല്ല കേൾക്കാണ്ടിക്കില്ല. പെഞ്ഞയുടെ പണി എന്തല്ലോ ഉസ്താദെ, പെഞ്ഞൈ ചെന്ന പോലെ കേൾക്കില്ല. എന്തേ ചോറ് കറി സമാക്കല്ല ഉസ്താദ്, ഡ്രസ്സെല്ലാം കളിക്കല ഉസ്താദ്, മക്കളെ കുളിപ്പാട്ടില്ല ഉസ്താദ്, അവള് ചെന്ന പോലെ കേൾക്കില്ല. അതുകൊണ്ട് പെഞ്ഞയാവില്ല, അതൊക്കെ തലാക്കുക കാരണാവില്ല. അത് അവളെ പണിയല്ല. ആയും കൊന്നു ചെല്ലുടെ നിന്റെ പെഞ്ഞയ്യായ ആ ചെന്നല്ല സ്വഭേക നാളര കണ്ടൽ പിന്നെ ജാവുക പോണെന്നു കണ്ട 12 ഗണ്ടത്തോളം നിന്റെ ഉത്തിലെ വിട്ടി ചാക്കിരിയാക്കിടലുണ്ട് കണ്ടെങ്കിൽ അത് അവളെ ഔദാര്യളാമോണേ. അവളെ വലിയ മനസ്സ്. അത് അല്ലാഹുൾക്ക് സബർ കൊടുത്ത നിന്റെ മേളിനെ പിരിസപ്പാട് തന്ന ജന്മ കൊടുത്ത മക്കളെ മേളിനെ പിരിസപ്പാട് പടച്ചറപ്പോടെ കൽബുകളിട്ട് കൊടുത്ത ആ പിരിസത്തെ മേളവള ആക്കട പുറത്ത് അത് അല്ലാഹു കൂലി കൊടുക്കാണ്ടിക്കില്ലടാ. പടച്ചറവതക്ക് വേണായ വ്യവസ്ഥ അല്ലാഹു ആഖിറത്തിൽ കൊടുക്കാണ്ടിക്കില്ലടാ. മനുഷ്യരെ ഒരു സമയം നിന്റെ പെഞ്ഞി കേട്ടള് മാപ്പിളടല് നിങ്ങളെ ഉത്തരനാൻ ഡ്രസ്സെല്ലാം കൽകി തറ, കക്കൂസെല്ലാം കൽകി തറ, അതേപോലെ നിലതെയുള്ള തോത്തിരി ക്ലീൻ ആക്കി തറ, അടികളെല്ലാം കൃത്യസമയത്ത് ആക്കി തറ. നല്ല 2000 രൂപ ശമ്പളം തറന്നു. പെഞ്ഞയ്ക്ക് ചെല്ല നിന്റെ ഒട്ടിക്ക് ഇസ്ലാമിക്ക് ശരീഅത്തെ പഠിപ്പാട്ടങ്ങനെ പെഞ്ഞയ്ക്ക് മാപ്പിളയുടെ ലൗത്തുലാക്കിയ സ്വർത്തക്ക് ശമ്പളം കേൾക്കാ. പെണ്ണുങ്ങളെ മാപ്പിള പാർമുത്തക്ക് ബുടുകുത്തീറ 2000 രൂപ ശമ്പളം തറും മര്യാദ പോലെ ഇല്ല സൊറാക്കില്ല വേണിങ്ങാക്കറു. അത് ചിലരുടെ ഹക്ക് നിക്കൊണ്ട് നീ എന്തോ തപ്പുകാർത്തിയാവില്ലപ്പോ. അത് നിന്റെ ഹക്കത് ആയെങ്ങും ഈ 10 പൈസ ശമ്പളില്ലാണ്ട് നിന്റെ നായി കാത്തതുപോലെ നിന്റെ മക്കളെ കാത്തോളം സൊറെടുത്തോണ്ടില്ലടാ. അതിടയിൽ നിന്റെ പറച്ചൽ കേൾക്കണോ, അവളെ മാമിയുടെ പറച്ചൽ കേൾക്കണോ, അവളെ കാക്കടെ പറച്ചൽ കേൾക്കണോ. മച്ചിഞ്ചിമാർ ഔത്തിലിന്നെങ്കിൽ പിന്നെ ചെല്ലണ്ട റബ്ബെ മുസീബത്ത് ഔത്തിലിന്നത് പോലെ ബേജാറാക്കിയിട്ടുണ്ടാറും. കുറെ മച്ചിഞ്ചിമാറുള്ളറ്, കുറെ മച്ചിഞ്ചിമാർ തലാക്കായിട്ട് വിട്ടിട്ട് ഔത്തിലെ ചെങ്ങളുള്ളറ് എല്ലാവരുടെ ചെല്ലല്ല കുറെ ആൾ മാറുള്ളറ്. അവളെ നാവ് അങ്ങനെ ഇന്ന കാരണത്തിലായിട്ട് ഔത്തിൽ ബാക്കിയാവൂ. കാരണം കുറെ പെണ്ണുങ്ങളെ നാവങ്ങത്തത് ഇതുണ്ടല്ലോ എന്തിനാ ഈ ജാഗിളക്കിടത്, ജാഗിളക്കിട ടേപ്പ് എന്താ ചെല്ലത് ടേപ്പല്ല മീറ്റർ പിടിച്ചിട്ട് ജാഗിളക്കിട മുന്നുള്ള ലിങ്ക്സ് കണക്കിൽ ചൈനിൽ നടന്നോണ്ടിന്നെ ഇപ്പൊ ടേപ്പ് പിടിച്ചിട്ട് മീറ്റർ പിടിച്ചിട്ടായിട്ട് ജാഗിളക്കിട. ഈ ജാഗിളക്കിട 100 മീറ്റർ വലിയ ടേപ്പായിട്ട് റിംഗ് റോളായിട്ട് കിടങ്ങോട്ടിക്കിട. അതിലെ ചേനപ്പോളല്ല ജാഗിളക്കിടണം. അങ്ങനെ ബൽറ്റും കൊണ്ട് പോക്കുകളുണ്ടല്ലോ 1 സെക്കൻഡ് കൊടുക്കത്തുള്ള 100 മീറ്ററും പുറത്തു പോലും. ഞങ്ങളെ പെണ്ണുങ്ങളെ നാവങ്ങനെ അത് എങ്ങനെ പൊട്ടു ചൊല്ലോ സാധ്യല്ല. ദീപാവളി പട്ടാക്കി പൊട്ടുപാട്ടില്ല നാവ് പുറത്ത് പട്ട 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 പൊട്ടി കിടത്ത്. പിന്നെ അതിൽ ഉൾകൊണ്ട് ആ ഉൾഗത്ത് ജാഗി അളക്കണോ ആ മാലയുടെ ഇങ്ങനെ ചുത്തോണ്ടെടുക്കണം 1.5 ഗಂಟೆ പിടിക്കണം. ചിക്കലെടുത്തിട്ട് ബല്ലെല്ലാം എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് തിരിച്ച് ഉൾഗത്ത് കിടോ പണിയെത്തുണ്ട്. അങ്ങനെ കുറെ പെണ്ണുങ്ങൾ നാവ് അങ്ങനെ ഉൾഗത്ത് കിടോണ്ടിരിക്കണം. ദൈഡി പൊത്തുടി ബായ് പൊത്തുടി മുണ്ടൻ ദൈഡി മുണ്ടാടി ചെന്ന് നല്ല വള്ള ഉൾഗത്ത് പോയപ്പോൾ ഉൾഗത്ത് പോയി തിന്നാവും.
ഉദ്ധപ്പെട്ട പെണ്ണുങ്ങളെ വിസയിലെ ചെല്ലേ അമേരിക്കത്തിൽ ലണ്ടൻ ഇംഗ്ലണ്ടിലുള്ള സ്വറാങ്ങത്തത് പെണ്ണുങ്ങൾ ഇവിടെ അങ്ങനത്തെ മുസീബത്ത് 12 മാത്രമേ ചെന്നോട്ടുള്ളേ. കുറെ പെണ്ണുങ്ങളെന്നാ അങ്ങത്തത് അവിടെ ഔത്തുള്ള ആർക്കും അവിടെ മനുഷ്യന്മാർ ഇവിടെ ഒരു പൂച്ച സമയത്ത് തേക്കില്ല ഞങ്ങൾ ഔത്തുള്ളൂ. അതൊക്കെ സമയത്ത് കേൾക്കട്ടോ എവിടെയെങ്കിലും റായപ്പെട്ട് കൊണ്ടുവരും. കുറെ പെണ്ണുങ്ങൾ ചെല്ലറ് ഉസ്താദ് നല്ല പൂച്ച ഉസ്താദ് 10,000 രൂപ കൊടുത്ത് വാങ്ങുന്നത് ജന്തിങ്ങൾ ഇവിടെ പോയിട്ടില്ല. ഈ നാവിടെ കേട്ട ആ പൂച്ചക്കും കാതില്ല അത് ചെയ്യിക്കണ്ടേ, അത് ചെയ്യിക്കടെ തെരുവ് അതൊക്കെ നോക്കണം. അത് പോയിട്ട് അവിടെ ഇതിനെ കേട്ടിട്ട് എങ്ങനെ ദഹിക്കട്ടെ? പൂച്ചെങ്ങ് ദഹിക്കണ്ട ഔത്തുള്ളൂ. നായങ്ങ ഔത്ര പരിസരത്തേക്ക് വേണ്ട അത്ര കാണുന്നില്ല. നായ ഔത്തുള്ളൂ അത്ര കാണാൻ ചോറ് കുറയ്ക്കരുത് കൂടെ ഉള്ളത്. പിന്നെ അത് കുറച്ചിട്ടൊന്നും പ്രയോജനമില്ല. അപ്പൊ ഞങ്ങളുടെ പെണ്ണിങ് അങ്ങനെ 1000 ചെന്നിട്ടുള്ളത്. അപ്പോ ഞങ്ങൾ ഒരു ഡീസെന്റ് ആവണം, ഞങ്ങൾ നല്ലങ്ങാവണം. എല്ലാത്തിലും ഒരാൾക്കും ഞങ്ങളെ കൊണ്ട് അന്യായ കുത്തിറ. സ്വന്തം ഉമ്മക്കും ബാപ്പക്കും ഇളങ്ങ മൂത്തങ്ങ ആർക്കും ഞങ്ങളെ കൊണ്ട് അന്യായ കുത്തിറ. മാമിമാർ പേരിക്കോണ പെണ്ണ് നന്റെ കൊടുത്ത മോളെ പോലെ ആയിട്ട് കിടന്ന് നന്റെ മറുമോളും നന്റെയും നന്റെ മാപ്പിളുടെയും നന്റെ ഉത്തങ്ങളുള്ള ബുട്ടോൾ ഇന്നൊറത്തുക്കും ആ പെഞ്ഞയായിട്ട് പോയിട്ടുള്ള തമ്പുരാനെ അവൾക്ക് ഇവിടെ അങ്ങല്ലാട്ട് ആറുമില്ല റബ്ബേ. പെണ്ണിങ്ങ ഒരു സ്വഭാവം എന്തിനാ മോണ്ടല് ചെല്ലുടെ പെഞ്ഞയുടെ വിഷയത്തില് ഇതല്ല നിന്റെ പെഞ്ഞ നീ ബുഡ്ല ഹോട്ടല അത്ര പോയിത്തല വിളിച്ചു മണ്ട വേണ്ടല നിക്ക് പെണ്ണ് 1000 കിട്ടില്ല ബുഡ്ല അവളെ ചന്ദ്രാറ് ഉമ്മ ചെല്ലുടെ ആറൊട്ടിಗೆ മോണ്ടിക്ക് ചെല്ലുടെ നക്ക മോള് വന്നിട്ട് ഔത്തിൽ കേസ് ചെന്നെങ്കിൽ ഉമ്മ ചെല്ലിട്ട് നീ ബുഡ്രി നിന്റെ മാപ്പിളുടെ ബുട്ട് നിക്ക് എത്ര 1000 മാപ്പിള വേണം നന്നാക്കി തന്നിട്ട് ഉമ്മ ചെല്ലടാ ഉമ്മന്തിരി ചെല്ലടെ സബുറെടുക്ക് സമാവും ആരെല്ലാം മോളിൽ ചെല്ലടെ മോണ്ടിൽ എന്തിരി ചെല്ലടെ ബുഡ്ല പോട്ട്ലവളു വേറെ നിക്ക് കിട്ടിയില്ലെങ്കിലേ മോന്റെ വിഷയത്ത് പറയുമ്പോ ഔത്തുക്ക് ബന്നെ പെണ്ണങ്ങനെ നീനെ പേരിച്ചില്ല നിക്ക ഹാക്കിട്ട് ഔത്തുക്ക് ബന്നെ പെണ്ണൊരു ബിക്കണാസി വന്നിട്ട് പേരിച്ചേ നിന്റെ ഒത്തുക്ക് ബേങ്ങൊക്കെ വന്നിട്ട് പേരിച്ചില്ലടി നീ അല്ല നിന്റെ ഒത്തുക്ക് എന്നെ കട്ടറക്കൊമ്പോ കള്ളത്തിന്റെ പേരിച്ച നിന്റെ മോന്റെ പെഞ്ഞയായിട്ട് വന്നവള് നിന്റെ മോളെ കാണെ ആറ് അർഹത ഉണ്ടവൾക്ക് നിന്റെ മോളെ പോലെ അതറക്കാണ് യാറെ പിറസബിക്കൊണ്ട് നിന്റെ മർമോളെ ബന്നതി ചിലപ്പോ നാവ് സമ്മതിക്കല കുറെ പെണ്ണിങ് അങ്ങനെ ഔത്തുക്ക് ബന്നങ്ങ് ഒടുന്നുണ്ട് ഇതുപോലെ പിന്നെ അതാ കുട്ടുമ്പ സാർവാനാശ തീൻ തിണ്ട കണക്ക് എവിടെ കിട്ടിത്താൻ ഔത്തുക്ക് ബന്നത് ആറ് ഇളങ്ങ മുത്തങ്ങളെ സമ്മ നിക്കൊക്കെ വിടല്ലേ മാമി കാക്കടയും സമത്തിൽ നിക്കൊക്കെ വിടല്ലേ മാപ്പിളുടെയും മാമിയുടെയും ഇടയിലും പരസ്പരം അട്ടക്കാൾ കത്തിരി എങ്ങനെയും വേറെ ആയിട്ട് ലാസ്റ്റ് നക്ക് ബേറാക്കി തരണം നാണ് ഈ ഔത്തുൽ ദയിക്കല് നക്കൂടെ ആവയാവല്ല നാണൊന്ന് ഔത്തുക്ക് പോണ്ടല്ലേ ബേറാക്കി തരും ഇല്ല നാ വണ്ടിയില്ല ആ ഓളിച്ചില്ല ലാസ്റ്റ് എന്തുകൊണ്ടിട്ട് ഇതല്ല കാരണല്ലേ പരസ്പര മനുഷ്യക്ക് ദയയും കരുണയും പിരിസോ ഇല്ലാത്ത കാരണത്തില് കുറെ പെണ്ണുമക്ക അങ്ങനെ മാമിമാരത്തിൽ പാവാണ്ട് കണ്ടെങ്കിൽ എങ്ങനെ വേണം കുണ്ടുമാർച്ചിന്റെ ചവിട്ടി ബീച്ചതുപോലെ മൂലക്കിട്ട് പോയിക്കിട്ടാൽ കുറവത്തുള്ള അങ്ങനെ അങ്ങനെ കുറെ സ്വഭാവം അങ്ങനെ 2-3 മറുമക്കൗത്തുള്ള കണ്ടെങ്കിൽ മാമിമാർ ഏത ഭേദവാ അവളിൽ യാറെ പിരിസ അവളെ കണ്ടോകാവില്ല അവൾക്ക് പിന്നെ ചില അവളെ ബിസ അവളെ കണ്ടോകാവില്ല അവളെ അടിക്കൊക്കെ പോണ്ടേ അവളെ പറയണ്ടേ ഓളെ ചാടി പിത്തന പസാദ് മാ മോണ ബറകു കാക്കട മോന്തിയാകൂ എപ്പോ പണ്ടറപ്പ അള്ളാഹു എത്ര വേഗം എന്റെ പാട്ട് ബന്ന പുറത്തേക്ക് ഒരു 1.5 ഡസൻ ഇക്കടെ കേസ് പെഞ്ഞെടുത്ത് ചൊന്നു കൊടുത്തൊരു പെഞ്ഞയ്ക്കും മോണ്ട കൊണ്ട് അടിപ്പാട്ട പോലത്തെ കുറെ മാമിമാർ ഉടനെ വിസയോട് ബേജാറാക്കിരണ്ട കൂടെ അങ്ങനെ ഇക്കല ചെന്നൊരു പേരിച്ചോടെ ഇൽമയുടെ കേന്ദ്ര ഇൽമ പണ്ടേ ഉള്ള ജാഗല്ല ഇതല്ല അപ്പോ ചുമ്മ ഈ വിഷയത്തിലുള്ള ഞങ്ങളെ തെല്ല് നേരെ ചെന്ന് നീ പട്ടാവ ഇൻഷാല്ലാ ചമ്മ ബീസയുള്ള ചൊല്ലക്കിന്ത് അപ്പോ ഒരു കുടുംബ ചൊല്ലുമ്പോ ജാഗ്രത ആക്കണം ഇത് പ്രത്യേക നനപ്പാക്കരുത് മനുഷ്യര് നിന്റെ നമ്പിട്ട് വന്ന നിന്റെ പെഞ്ഞേക്ക് നീനല്ലാണ്ട് ആറില്ല നിന്റെ ഉമ്മടെ പളക കേട്ടിട്ട് നിന്റെ ഇളങ്ങ മൂത്തങ്ങളെ നിന്റെ ആങ്ങളെ അതേപോലെ നിന്റെ പെങ്ങന്മാരെ പളക കേട്ടിട്ട് പെഞ്ഞീടെ അടിക്കണ്ട പെഞ്ഞീടെ പറയണ്ട പെഞ്ഞീടെ ദൂഷണാക്കണ്ട മാമിമാരെ നിന്റെ മോളെ പോലെ ആയിട്ട് നിന്റെ മറുമോളോ അവളവളെ ഉമ്മടെ ബുട്ട് വന്നവളോ നിന്റെ ബുട്ടു നിന്റെ മോള് പോയത് പോലെ അവളവളെ കുടുംബത്തങ്ങളെ ബുട്ട് വന്നത് നിന്റെ മോള് ബുട്ടു നെല്ലും ബുട്ടുടെ ഒരു മനുഷ്യയുടെ പിറകളെ പെഞ്ഞയായിട്ട് പോയത് പോലെ ആ രൂപത്തിൽ വന്നവള് ചിലപ്പോ എന്തെങ്കിലും അറക്കുരുടിക്കോ അവൾ ആക്കടെ സ്വറത്തിൽ എന്തെങ്കിലും അറക്കുരുടിക്കോ അവളെ നാവ് ചിലപ്പോ ശരിയില്ലാണ്ടിക്കോ ഹിക്കമ്മത്തിലും ഐഡിയത്തില് പരസ്പരം ഒരുപോലെ പിരിസഭയിക്കടത് പോലെ വന്ന മറുമക്കല്ലും നക്ക് ഒരു പോലെ അല്ലാ അവള് ചന്തത്തവളോ ഓള് തോറ
റഹമത്തവളു സബുറത്തവളു ജോറുള്ളവളു പാവത്തവളു ചെന്നിട്ട് ഉമ്മ നിന്റെ മക്കളെ പോലെയാവണതല്ലാണ്ട് ഭേദഭാവ കാട്ടുകുതീറാ നിന്റെ മക്ക 2-3 നാള് പെണ്ണുമക്ക നിൽക്കുന്നെങ്ക ആ നാള് പെണ്ണുമക്കളെ സ്വഭാവ ശൈലി വേറെ വേറെയിക്കില്ലേ നാള് പെണ്ണുമക്കളെയും ഒരുപോലെ നീ പിരസവിക്കില്ലേ അതുപോലെ ആവണം നിന്റെ മറുമക്കളെ ഇടലും പരസ്പര ഭേദഭാവ കാട്ടാണ്ട് ബാപ്പായോണ് കാക്കട റോളല്ല ഔത്തുല് കാട്ടണായര് ഔത്തിൽ നിന്ന് കാക്ക ബാപ്പട റോളായിട്ട് ഇവിടെ ഔത്തുല് കാക്ക ഗുള്ളര് മന്ന മറുമോള് സ്വന്തം മോളുണ്ട് പേർക്കണം അല്ല സ്വന്തം മോള് പേർക്കണം അതിൽ സ്വന്തം മോളെ ആയിട്ട് ഇക്കട അതമോ ഒരു പെണ്ണ് അവളെ മാപ്പിളെ ഒന്നു എടുത്തിട്ട് തൊട്ടെങ്കിൽ മാപ്പിളുടെ ഒന്നു പോണ്ടോ പെണ്ണിടെ കാക്ക തൊട്ടെങ്കിൽ ബാപ്പ തൊട്ടത് പോലെ പെണ്ണിടെ ഒന്നു പോണ്ടില്ലടാ മാപ്പിളുടെ ബാപ്പട തൊട്ടെങ്കിൽ പെണ്ണിടെ ഒന്നു പോണ്ടില്ല അഥവാ ബാപ്പ സ്വന്തം ബാപ്പടെ പോലെ ആയിട്ട് ഇവിടെ കാക്ക ചെല്ലവണോ മറുമോള് എന്തെങ്കിലും ആർക്കുറടെയൊക്കെ പറയണായല്ല അവളുടെ കണ്ണിടെ തണ്ണിൽ പാട്ടണായല്ല അവളെ ശാപ ബീക്കണായതല്ല അവളെ പേടിപ്പാട്ടണായതല്ല മല്ലേ മല്ലേ ചെന്ന് അവളെ തിദ്തുപടിയാക്കുന്ന പ്രയത്നാക്കണായത് അക്കസ്മാത്ത് നിന്റെ അടിയും നിന്റെ പറച്ചലും നീനാക്കട അന്യായത്തില് ഇണ്ട് കാണ്ടില്ല റബ്ബ് ഗാഞ്ചത്തെ പിറകൾ ഞങ്ങളെ മക്ക പാലക്കാറ് MDMയുടെ പിറകള് അതേപോലെ ഇത്ര അമല പദാർത്ഥത്തെ പിറകള് അതിന്റെ പിറകള് പോയിട്ട് ഔത്തലാക്കട അന്യായ ചെറിയതല്ല പെഞ്ഞി മക്ക ചന്ദ്രങ്ങ നോക്കില്ല അടിക്കടുതും കുത്തുറതും കൊള്ളൊക പ്രയത്നാക്കി എന്തല്ല കേസില്ല ഞങ്ങളെ റായത്തിലെ മനുഷ്യരെ അതുകൊണ്ട് പാലക്കാറോ പെഞ്ഞി നിന്റെ അറസ തീർക്കും നിന്റെ പക തീർക്കും നിന്റെ അമള് തീർക്കുള്ള ബസ്തല്ലറ അകസ്മാത്ത് പെഞ്ഞയ്യായവളോ അവള് കഷ്ട സൈക്കു തീരാണ്ട് ജാവ് ഗണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് രണ്ട് കൈയുദ്ധാക്കിട്ട് റബ്ബിടല് അല്ലാ നക്കി ഔത്തുൽ മരണല്ലാണ്ട് വേറെ തെറു ഇല്ല റബ്ബ് ഈ ഔത്തുൽ നക്ക് ചെയ്യിക്കും പോലെ ഇല്ല നാദാ നിന്റെ മാപ്പ മാമിയാക്കിട അന്യായ നിന്റെ കാക്കിട കാക്കാക്കിട അന്യായ അതേപോലെ മച്ചന്മാർ മച്ചിഞ്ചുമാർ ആക്കിട അന്യായ നിന്റെ മാപ്പിളാക്കിട അന്യായ റബ്ബ് അങ്ക് കൊടുക്കണായ പ്രതിഫലത്തെ നീനെ കൊടുക്കു അല്ലാ നിന്റെ ഊത്തിൽ നിന്റെ പിഞ്ഞയായ പെണ്ണുള്ളളല്ലേ നിന്റെ മറുമോളുള്ളളല്ലേ കണ്ണിടെ തണ്ണിളിപ്പാട്ടിലോ റബ്ബുടെ മുട്ടത്തിൽ ദ്വാരെന്നെങ്ക നിന്റെ സകല നാശത്തും അത് മൈമോണേ ചുമ്മാൾമാരുള്ള ഉസ്താദെ മങ്ങിലായൽ പിന്നെ മങ്ങിലവിടെ കാണുമ്പോൾ തൊന്തരയില്ലാത്ത മങ്ങിലായൽ പിന്നെ എന്തും പ്രയോജനമില്ല ഉസ്താദെ എല്ലാ കഷ്ടത്തില് കടായിട്ട് നാറിയത്ത് അകയില്ല ബുത്തിട്ട് ലീസുക്ക് തെച്ചിട്ടായിട്ട് ലീസുക്ക് തെച്ച പൈസയും കിട്ടിയോണ്ടില്ല കടത്തുക്ക് തെച്ചിട്ടായിട്ട് അതേപോലെ ബാടിക്ക് തെച്ചിട്ടായിട്ട് ബാടിക്ക് വിടക്കു കാശില്ല നഷ്ട ഇതെന്തേ ഔത്തുക്ക് വന്ന പെണ്ണ് സമയില്ലാണ്ടോന്ന് ചെന്നോണ്ട് വണ്ടേ അതല്ല വിഷയ നീ ഏത് ഉസ്താദിനെ മുട്ട ഏത് ഇസ്മുടെ സർത്തുക്ക് പോയിട്ടും ഏത് തങ്ങന്മാർ ഏത് ഉസ്താദ്മാരെ പോയിട്ട് ഒരു കാര്യവും ഇല്ല എന്തേ നീ ബന്നെ പെഞ്ഞയുടെ എങ്ങനെ നോക്കണു ചെന്ന് നീ പഠിച്ചിട്ടില്ല നിന്റെ ജവാബ്ദാരി നീ നിർവഹിച്ചിട്ടില്ല അതുകൊണ്ട് ആ പെണ്ണയുടെ ശാപത്തിലായിട്ട് നീ സർവനാശമായിട്ട് തീർന്നത് ഒന്നങ്ങനെ ആയിട്ടിക്കും പിന്നെ കുറെ ഒത്തിരി ബന്ന പെണ്ണും അങ്ങനത്തേതായിട്ട് കുറെ ഒത്തുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലട് ഈ അപശകുണ ശകുണ ചെല്ലത് ഇസ്ലാമിലില്ല എങ്ങനെ ശകുനവും അപശകുനവും ഇസ്ലാമിലില്ല ഒരാൾ മറികട് ഏതെങ്കിലും മനുഷ്യന്മാർ കൊണ്ട് സ്വന്തം മാച്ചിൽ ചൂടി കണ്ടെങ്കിൽ കോള് കൊമ്പത് കണ്ടോലെ ഒരാൾ മറികി പല്ലി പുൽപുട്ടെങ്കിൽ കുറെ ശകുന അപശകുന തീരുമാനാക്കടങ്ങുള്ള ഇസ്ലാമിൽ അങ്ങനെ ആയങ്ക 3 ബസ്തിൽ ശകുനവും അപശകുനവും ഉണ്ട് ഏതത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലട് ശകുനവും അപശകുനവും 3 ബസ്തിലുണ്ട് ഒന്ന് നിന്റെ ഔത്തുലോ പിന്നെ നിന്റെ പിഞ്ഞയിടല് നിന്റെ പെണ്ണള് പിന്നെ നൗവിൽ ഫറസി നിന്റെ വാഹനത്തില് 3 സോളും കേളും ഉണ്ട് മോണേ നിന്റെ ഉത്തരവ് വന്ന പെണ്ണിന്റെ കാരണത്തിലായിട്ട് നീ നാശാവുക കാരണ നീ മുസീബത്താവുക കാരണ നീ സർവനാശാവുക കാരണ എന്റെ നിന്റെ ഉത്തരവ് വന്ന പെണ്ണ് സമയില്ല അത് നേരെ എന്റേത് എന്താക്കണായേ അതൊക്കെ തലാക്ക് ചെല്ലണായ്മ അല്ല പിന്നെന്തേ എന്തൊരു സമയില്ല എന്തൊരു സമയില്ല അവള് സോളു കേളല്ല നേറുകും പെണ്ണിടല് സോളുണ്ട് കേളുണ്ട് എങ്ങനെ നിന്റെ തുക വന്ന പെണ്ണ് എപ്പോഴും കണ്ണാടിന് മുട്ടത്തിൽ നിക്കടത് ചെന്നല്ല എപ്പോഴും ചത്ത ചകത്തിന്റെ നായിടത് പോലെ മുസുണ്ടെങ്കിൽ അങ്ങനെ തേച്ചുകൊണ്ടിക്കടത് നിസ്കാര ചെല്ലത് നിന്റെ പെഞ്ഞയ്ക്ക് പരിചയമില്ല ഖുർആൻ ഓതുന്ന ശബ്ദം നിന്റെ ഉത്തര നിന്റെ പെഞ്ഞയുടെ നാവുള് നീ കേട്ടിട്ടില്ല ജാവുക ലേട്ടായിട്ട് പറഞ്ഞെങ്കിൽ സ്വബീക ലേട്ടായിട്ട് എടുക്കണ സ്വഭാവ ശൈലി നിന്റെ പെഞ്ഞയ്ക്കുള്ളത് ഔത്തുലതല്ല ദ്വാരക്കട ക്രമയില്ല തഹജ്ജുദ് നിസ്കരിക്കട ക്രമയില്ല റബ്ബ് കൃത്യസമയത്ത് കുളിക്കട ക്രമയില്ല തമ്പുരാന് ഇങ്ങനത്തെ ശപിക്കപ്പെട്ടൊരു പെണ്ണ് നിന്റെ ഔത്തുക്ക് വന്നെങ്കിൽ നീ എങ്ങനെ ബർക്കത്താവിടലാ അതൊക്കെ ചോറ് കൊടുത്തെങ്കിൽ അതൊക്കെ ലൈഫ് കൊടുത്തെങ്കിൽ എങ്ങനെ ബർക്കത്താവിടലാ കാണ്ടില്ല
റബ്ബേ, റായത്തുള്ള ഒരു സർക്കസ് അവർക്ക് പുറുസത്തില്ല, ഒരു എക്സിബിഷൻ അവർക്ക് പുറുസത്തില്ല, ഒരു സൂപ്പർ മാർക്കറ്റും ഒരു ഹൈപ്പർ മാർക്കറ്റും ഒന്നും നോക്കിയുള്ളവരെ നിങ്ങൾ എല്ലാത്തിലും ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. ആറേണ്ട് കേട്ടെങ്കിൽ ഈ സമുദായത്തെ മുസ്ലിം പെണ്ണിങ്ങ ഞങ്ങളെല്ലാരും അല്പസംഖ്യാത നേരി ചൊല്ലൂരു ഞങ്ങൾ അല്പസംഖ്യാത എവിടെ കൊണ്ടുണ്ട പള്ളിയിൽ മാത്രം അല്പസംഖ്യാത. ബീച്ചിക്ക് പോറു, മാർക്കറ്റിಗೆ പോರು, ಸೂಪರ್ ಮಾರ್ಕೆಟ್ போರು, ಹೈಪರ್ ಮಾರ್ಕೆಟ್ಗೆ போರು, ಸರ್ಕಸ್ ಬರಟ್, ಅಮ್ಯೂಸ್ಮೆಂಟ್ ಪಾರ್ಕ್ಗೆ போರು, ಪಿಲ್ಕುಳத்துக்கு போರು, ಮಾನಸத்துக்கு போರು, ಎವಡೆಗೆ ಬೇಡಂಗೆ പോയി നോക്കി ಎಲ್ಲ ಬಹುಸಂಖ್ಯಾತ ಮುಸ್ಲಿಮಡಂಗ 85% ಮುಸ್ಲಿಮಡಂಗ. മൂന്തിയാകുമ്പോഴത്തേക്ക് ചിമ്മ സൂര്യ അസ്തമിക്കട കാണാം മുന്നോളിടി കടൽ പ്രദേശ ചിമ്മ അവിടെ ഞങ്ങളെ ബുർക്കാനിട്ട പെണ്ണിങ്ങ പോണ്ട് അവിടെ പോയിട്ട് തുണിയെ തിരുത്തുള്ളിടെ കടലിലെ തണ്ണിൽ അവിടെ നിങ്ങൾ മാനസത്തുക്കൊന്ന് പോയി നോക്കിയുള്ളൂ. മുഞ്ഞാണ്ട് ഒരാൾ എൻ്റെ ഒരു ചങ്ങായി ഒരു വീഡിയോ കാട്ടിരിക്കുന്നത് നോക്കുമ്പോഴത്തേക്ക് നക്ക ഹറാമുളപ്പം നക്ക കാട്ടേണ്ടത് ബിസേന്ദ്രേ ഇന്നിപ്പോ മാനസ അതുപോലത്തെ കുറെ മാനസിക രോഗം പിടിക്കട പോലത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഇതെല്ലാം ഉണ്ട്. അങ്ങനത്തെ അവിടെ പോകും സോപ്പിടെ പെട്ടി എടുത്തോണ്ട് പോകണ്ടേ കുളിക്കും. അബ്ബായാണ് മോള് കുളിക്കെടുത്ത് ഷൂട്ടിംഗ് ആക്കട്ടെ ഔത്തുള്ളതുക്ക് ചാൻസ് ഇല്ലല്ലോ. ബാത്റൂമിൽ ഇത് ഡോർ ഇട്ടിട്ട് ചിൽക്കലിട്ട് കുളിക്കടല്ലേ മോള്, അത് നോക്കുക ചാൻസ് ഇല്ല. കുളിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒറ്റയൊക്കെ കുളിക്കടവോ അതിന്റെ വീഡിയോ ആക്കിയിട്ട് സ്റ്റേറ്റസിൽ ഇട്ടിട്ട് പെണ്ണുങ്ങളെ അവസ്ഥ. മാർക്കറ്റും സൂപ്പർ ഇപ്പൊ റജറ ടൈമും സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റ് പോറും റബ്ബേ പെണ്ണുങ്ങളെ അവസ്ഥ, മുസ്ലിം പെണ്ണുങ്ങളെ അവസ്ഥ. അല്ലാഹുവേ ഇപ്പുറത്തേക്ക് അവിടെയും ഇവിടെ എൻ്റെ എക്സിബിഷൻ ಬಂತು വാല് കഴിഞ്ഞിട്ട് 1.5 ಗಂಟೆ 2 ಗಂಟೆ ಜಾಗು പോകുമ്പോഴത്തേക്ക് ഈ ചിമ്മ കണ്ട് നാണ് പിടിച്ചിട്ട് ലൈറ്റ് പൊളിച്ചിട്ട് ബുർക്കാണെന്ന് പറഞ്ഞിട്ട് മറ്റങ്ങ നാമായിട്ടങ്ങ് 7-7:30 ಗಂಟೆ അങ്ങ് പോയിട്ട് ഔത്തുക്ക് സേറാറ്. ഞങ്ങളത് പെണ്ണുങ്ങ പുറത്തവിടെ 7:30 ಗಂಟೆಗೆ 12:30 ಗಂಟೆ തഹജ്ജുദിന്റെ സമയത്ത് വെച്ച് ഔത്തുക്ക് നൂറുടെ ഇപ്പർ മുസീബത്ത് തുടങ്ങിയിട്ട് റമദാൻ തിങ്കളിൽ മൈക്കാലത്തേക്ക് വന്ന വൈറസ് കൊറോണക്കാണ് വലിയ വൈറസ് ഫാസ്റ്റ് ഫുഡ് ഫെസ്റ്റിവലാ എന്തോ ഒരു മുസീബത്ത് ഒരു പേരും വെച്ചിട്ട് റമദാനിൽ ഉദിക്കിടപ്പ് കുറെ ശൈത്താൻമാർ 7 ಗಂಟೆ 8 മഗ്രിബ് ആവുന്ന ടൈമിൽ ഓപ്പൺ ആക്കിയിട്ട് തഹജ്ജുദ് അതേപോലെ സുബൈ ബാങ്കിനടുത്ത് ഓപ്പൺ പോയിക്കടെ ബാളക്കാർത്തി മാത്രം മെയിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ട ആളുമാർ സിറ്റി ഏരിയത്തെ ഫ്ലാറ്റിലും ബിൽഡിങ്ങിലും ജീവൻ നടത്തുന്ന ആളുമാർ ഇതിനെ പിറകിൽ വിട്ട് തിന്നു കൊടുക്കുമ്പോണ്ടേ കുറെ പെണ്ണുങ്ങൾ ഔത്തിൽ അങ്ങനെ ഇപ്പൊ സൊമാറ്റോ അങ്ങനത്തെ ഇങ്ങനത്തെ കുറെ വന്നാൽ പിന്നെ ഔത്തുൾഗത്തിൽ അടുപ്പുൾഗത്തിലെ ചേര കിടന്നുകൊണ്ട് തീ കത്തുപാട്ടൊക്കെ ഗതിയില്ല പോയിട്ട് മാർക്കറ്റത്തിന്റെ ജാവും പൂണും സൊബൈക്കും എല്ലാം 3 വക്തലോട് പോയിട്ട് ഡോക്ടർമാർ മറന്നു കൊടുത്തതുപോലെ സൊബൈക്കും ഒരു മൊത്തലു അസർഗിണ്ടർ മൊത്തലു പുതിയ ഹോട്ടൽ കാണുക പുരുഷത്തിലെ ഉണ്ട് നക്കടമേ തീണ്ടിട്ട് പറഞ്ഞേ കുറെ ഉണ്ട് ചൊല്ലും സൊബൈത്തലോ ചൊന്നെങ്കിൽ തീരാത്തെന്ന് വിചാരിത്തെങ്കത്തല്ല ഞങ്ങൾ അക്കടെ കുറെ ഹറാമിയത്ത് കുറെ അനാചാര പിന്നല്ലേ ഇസ്സത്തിക്കുക ഞങ്ങൾക്ക് ഉണ്ടല്ലെങ്കിൽ നാളെ ഈ ഭൂമിയിൽ ജീവൻ നടത്തുന്ന പോലത്തെ പരിസ്ഥിതി പറഞ്ഞെങ്കിൽ ഇങ്ങനെ പോയെങ്കിൽ ഞങ്ങൾ പ്രജ്ഞയില്ലാണ്ട് പോയെങ്കിൽ കുറെ ആണിങ്ങളുള്ള അല്ലേ അങ്ങനത്തെ കുറെ പെങ്കൂസന്മാർ കുറെ ആണിങ്ങ നയിക്കടെ മോള് കൊടുക്കണം നയിക്കടെ പെഞ്ഞി കൊടുക്കണം നയിക്കടെ ഔത്തരങ്ക് കൊടുക്കണം അപ്പോൾ അവള് പോയിട്ട് ചുത്തരെ അതിന് തീർക്കടെ ഓണ് തല ചൊരിഞ്ഞിട്ട് പിരാന്ത് പിടിക്കണം സീക്ക് പിടിക്കണം ടെൻഷൻ എന്ത് പൈസ ഒളിയില്ല പൈസ ഒളിയൊക്കെ വേണ്ടിട്ട് ഔത്തിൽ കാന്ന് വെച്ചാൽ ഇങ്ങനത്തെ കക്കൂസർ ഗുളിയല്ല കാന്ന് ഔത്തിൽ വെച്ചാൽ പൈസ അങ്ങനെ ഒളിയുടെ അതൊക്കെ പോയിട്ടുണ്ട് പൈസ അല്ല 4 1000 രൂപ നയിച്ചെങ്കിൽ പെഞ്ഞയാവള് 2000 രൂപ ചെലവാക്കടൽ പിന്നെ ഒളിയുടെ അങ്ങനെ ഉളിത്തായി അവിടെ എങ്ങനെ ഗൾഫുക്ക് പോയി ഉസ്താദെ കടത്തമേൽ കട അവൻ റായത്തിലേക്ക് 1 ലക്ഷം രൂപ കട ഗൾഫുക്ക് പോയി പിന്നെ 25 ലക്ഷം രൂപ കടാക്കി വെച്ചാ ഗൾഫുക്ക് പോയിട്ട് 1 ലക്ഷം രൂപ കട തീർത്തിലാക്കി കെട്ടൊക്കെ വേനായിട്ട് പോയിട്ട് ഗൾഫുക്ക് പോയാൽ പിന്നെ 1.5 വർഷത്തിൽ 15 ലക്ഷം രൂപ 25 ലക്ഷം രൂപ കൊടുക്കും കട ഇതെന്തേ റായത്തിലേക്ക് 700 രൂപ നയിച്ചിട്ടുണ്ട് ചന്തത്തിൽ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന ഗൾഫുക്ക് പോയാൽ പിന്നെ ഓൾ അടുപ്പുക്ക് പോകും തുടങ്ങിയാൽ എവിടെ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റ് തിന്നെടുത്തും കുടിക്കെടുത്തല്ല 5 സ്റ്റാർ ഹോട്ടൽ തിണ്ട് 1.5 ലക്ഷം 1.5 തിങ്കളിൽ 25 ലക്ഷം രൂപ കടാക്കി വെച്ചിട്ടുള്ള മുന്നേത് അഫാനല്ലേ ആ മരിച്ചവണ്ടത് നാളെ 5 ആളുമാർ അജ്ജടയും കൊന്നവിടെ ചരിത്രം നോക്കിയുള്ള ആ മനുഷ്യ ഗൾഫുക്ക് പോയിട്ട് നട്ടത്തിരിഞ്ഞിട്ട് ഉണ്ടാക്കിയ കാസ് റായത്തിൽ മുന്നാണ്ട് എല്ലാവരെയും കൊന്നു തീർത്തിട്ട് റായത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ 60 ലക്ഷം രൂപ പെഞ്ഞി കടാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറുക്കട ഉമ്മ കടാക്കി വെച്ചിട്ടുള്ള ആർക്ക് ഈ മോണ്ട ബലത്തൊക്കെ വേണ്ടിട്ട് ഈ ഗാഞ്ചത്തെ മോണ്ട ബലത്തൊക്കെ വേണ്ടിട്ട് ഉമ്മായിവണോ 1-2 വർഷത്തിൽ 60 ലക്ഷം രൂപ കടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ മുസീബത്ത് ഞങ്ങൾ ഔത്തുള്ളത് ആ പെണ്ണ് ഞങ്ങൾ ഔത്ത് വന്ന് ബർക്കത്തിക്കുക നീ എവിടെ പോയെങ്കിൽ നീ ഉദ്ധാരണ അല്ലേ കുറെ പെണ്ണിങ് അങ്ങനെ മഗ്രിബ് നിസ്കാരം ഇല്ല ഇശാ നിസ്കാരം ഇല്ല നിസ്കാര ചില ബിസേമയില്ല ഒന്നുകൊടുക്കുന്ന ക്രമമില്ല ഈ മെത്തിയത് കൊണ്ട് നിങ്ങൾക്ക് ഓർക്ക മെത്തരുത് അത് പോയി ഒന്നുകൊടുക്ക കഷ്ട കുറെ പെണ്ണിങ് ഉണ്ടങ്ങനെ കുറെ ചൊല്ലു അങ്ങനത്തെ പെണ്ണിങ്ങളെ കൂട്ടത്തിൽ ഉദ്ധവത്തപ്പെട്ട പെണ്ണിങ്ങ ആയിരകു തീറ തമ്പുരാനെ ഞങ്ങളെ ഉദ്ധപ്പെട്ട പെണ്ണിങ്ങ ബഹുമാനപ്പെട്ട ഫാത്തിമയാവണോ ഖദീജയാവണോ ആയിഷയാവണോ സൈനബയാവണോ റുഖിയാവണോ ഉമ്മു കുൽസും റളിയല്ലാഹു അൻ കുല്ലി വാഹിദ് മിൻഹുന്ന അങ്ങ അവണോ ഞങ്ങളെ പെണ്ണിങ്ങ അതിൽ ജീവനുള്ളേ ഒന്നും ഞാൻ നിങ്ങളോട് കേൾക്കട്ടെ പെണ്ണുങ്ങളുടെ പ്രത്യേകം ഒന്ന് കേൾക്കട്ട നിന്റെ മാപ്പിള ഗൾഫിലുള്ള
നിന്റെ മാപ്പിള റായത്തിൽ നയിക്കടാ, കൂലിപ്പണിക്കല്ല പോണ്ട. സുബഹി ബാങ്ക അവിടെ കാണാം ഒന്നുള്ളി എണിച്ചിട്ട് മാർക്കറ്റിക്ക് പോണ്ടെങ്കിൽ ഉള്ളവരെ നിങ്ങൾ ഒത്തുള്ളൂ. 2-3 വർഷത്തിൽ ഗൾഫിൽ നിന്നിട്ട് റായത്തേക്ക് പുറകാവാണ്ട് ഗൾഫിൽ നിന്ന് മാപ്പിളമാറുള്ളവരെ നിങ്ങൾ ഒത്തുള്ളൂ. സുബഹി ഗണിച്ചിട്ട് മോന്തിത്തോളം കൂലിപ്പണിയാക്കിയിട്ട് കഷ്ടപ്പെട്ട ആണിങ്ങ നിങ്ങളെ ഒത്തുള്ളാറ്. തിരിച്ചിട്ട് അങ്ങ് നയിച്ചിട്ട് നിങ്ങളെ ബൽത്ര സന്ദർഭത്തിലെ പെണ്ണ് നിന്റെ മാപ്പിളക്ക് തിരിച്ചു കൊടുക്കണ ഋണയന്ത്രന്റെ ചെല്ലമാ. നിക്ക് സകല സൗകര്യവും നിന്റെ മാപ്പിളയാക്കി തന്ന ആറുമാറും കാണാത്ത ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം സൗദി അറേബ്യ, UAE, ബഹ്റൈന, ഒമാന, ഖത്തറ പോണ്ടറ് നിന്റെ മാപ്പിളമാറ്, നിന്റെ മക്ക അങ്ങനെയുള്ള കഷ്ടപ്പെട്ട് നിക്ക് നയിച്ചിട്ട് കൊമ്പന്ന് തണ്ടറ് വേണ എത്ര കേട്ടതെല്ലാം കടത്തി തണ്ടാറ്. തിരിച്ചിട്ട് നീ ഞങ്ങൾക്ക് കൊടുക്കണ ഗിഫ്റ്റ് എന്തിനേണ്ട ചെല്ലമാ. നിങ്ങളെ കൂട്ടത്തിൽ ആറുള്ളറ് സുബഹി ബാങ്ക അവിടെ കാണും. മിനല്ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക വസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. സുബഹി ബാങ്ക അവിടെ കാണൊരു അരഗണ്ട മുന്നോളെണിച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ നിന്റെ മാപ്പിളായോണ് ഗൾഫിലുള്ള തമ്പുരാനെ എന്ത് കഷ്ടപ്പെട്ടനാണ്ട് തെരിയല തമ്പുരാനെ നാണ് പൈക്കട സന്ദർഭത്തിൽ ബൈത്തുക്ക് തണ്ടവണോ, ഇടക്ക് ഡ്രസ്സിലെ വ്യവസ്ഥയാക്കി തണ്ടവണോ, ഇല്ലെങ്കും ന്യൂട്രിങ്ങും കാടിട്ടും പേടിട്ടും കടാക്കിട്ടും കൊന്നു കൊടുത്തു കടത്തവണോ. അല്ലാ നിന്റെ മാപ്പിളായോണ് റായ വിട്ടിട്ട് പോണ്ട സന്ദർഭത്തിൽ കൈപിടിച്ചിട്ട് സലാമു ചെന്നൊരു പണ്ടടി പെണ്ണെ ചെന്ന് നിന്റെ മുഖം നോക്കിയിട്ട് പോയവണോ. തിരിച്ചിട്ട് പണ്ട സന്ദർഭത്തിൽ ആ മാപ്പിളയുടെ റൂഹ മാപ്പിളയുടെ തടിയിൽ കെട്ടുനാതാ. ആ മാപ്പിളയുടെ കൈക്കാളുക്ക് നീ കൊടുത്ത ആരോഗ്യം അങ്ങനെ മെയ്ക്കട്ടു റബ്ബേ. നിന്റെ മാപ്പിളയുടെ രോഗിയാക്കണ്ടല്ലോ. പെണ്ണെ നീ ഒരു നാളെങ്കും ദ്വാരുന്നതുണ്ടാ. നിന്റെ ബാപ്പക്ക് നിന്റെ മക്കൾക്ക് വേണായിട്ട് ഒരു നാള് തഹജ്ജുദ് നിസ്കരിച്ചിട്ടാ, മഗ്‌രിബ് നിസ്കരിച്ചിട്ടാ, മജ്‌ലിസുൻ നൂർ ഓതിട്ടാ, സ്വലാത്ത് ചെന്നിട്ടാ. അല്ലാഹു നിന്റെ ബാപ്പയുടെ നയിക്കട കൈക്ക് നീ കഷ്ട കൊടുക്കണ്ട റബ്ബേ. നയിക്കട കൈക്ക് നീ രോഗ കൊടുക്കണ്ട തമ്പുരാനെ. നന്റെ നീ മക്ക നന്റെ നീ യതീമാക്കണ്ട തമ്പുരാനെ. നന്റെ ഉമ്മടയെ വിധവയാക്കണ്ട റബ്ബേ. നന്റെ മങ്ങിലാക്കി കൊടുക്കട സന്ദർഭത്തിൽ ആറോ വന്നിട്ട് നന്റെ മങ്ങിലാക്കി കൊടുക്കട പോലോത്തെ അങ്ങത്തെ ഗതികേട് തരണ്ടനാഥാ. മോളെ നിന്റെ ബാപ്പക്ക് നീ ദ്വാരുന്നതുണ്ടാ, നിന്റെ കാക്കന്മാർക്ക് ദ്വാരുന്നതുണ്ടാ, നിന്റെ മാപ്പിളക്ക് നീ ദ്വാരുന്നതുണ്ടടി പെണ്ണ്. ഒന്ന് ആലോചനാക്കുവള. ദക്ഷിണ കന്നഡ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ 10-12 മയ്യത്ത് വേണ്ട റായത്തേക്ക് നക്ക് ഗുന്തിന്ന പരിചയുന്ന മുഖ പരിചയുന്ന ചങ്ങായി പാടിന 10-12 റായത്തേക്ക് മയ്യത്ത് വേണ്ട. അല്ലാഹു ഇന്നലെയും കരീം ചെള്ളൊരു മനുഷ്യയുടെ മയ്യത്തായിട്ട് ഗൾഫിൽ മരിക്കണത്, ഒരു മനുഷ്യ മരിക്കണത്, അവന്റെ ഇളവനായിട്ട് ഇണ്ട് മരിക്കണത്. അല്ലാഹു ആലോചനാക്കി നോക്കറോള. ഗൾഫിൽ മരിച്ച മയ്യത്ത് ഞങ്ങളെ റായത്തേക്ക് കുമ്പണ്ടത് കൊരിയാളുമാർക്കൊരു കൊസി, പെഞ്ഞൈമാർക്കൊരു ഹട്ട, ഉമ്മമാർക്കൊരു ഹട്ട. മാപ്പിളയുടെ മയ്യത്ത് കൊമ്പന്നിട്ടേ വേണോ, മോന്റെ മയ്യത്തൊന്ന് നോക്കിട്ടേ വേണോ. ആ മയ്യത്ത് കൊമ്പണ്ട് എങ്ങനെയുണ്ട് തെരിയണ. മയ്യത്ത് കൊമ്പന്ന സന്ദർഭത്തിൽ ആ ബോക്സ് ഒന്നും ഓപ്പൺ ആക്കിട സന്ദർഭത്തില് മയ്യത്ത് കുളിപ്പാട്ടങ്ങ ബോക്സ് ഓപ്പൺ ആക്കിടങ്ങ ചെല്ലട എല്ലാരും തെല്ല് ദൂര പോറു മുട്ടാറും നിക്കണ്ട. ദൂര പോറു മനുഷ്യര്, മാസ്ക് ഇട്ടൊരു മനുഷ്യര്, മുഖത്ത് ടവള് കെട്ടൊരു മനുഷ്യര്, ദൂര നിക്കൊരു മനുഷ്യര്. എന്തൊക്കെ തെരിയണ. ആ കൊമ്പന്ന മയ്യത്തുണ്ടല്ലേ, ഗൾഫിയുടെ ബോക്സിൽ കൊമ്പന്ന മയ്യത്തുണ്ടല്ലേ, അതിനെ പളകന്നു ഓപ്പനാക്കുമ്പത്തുകൂ അതിൽ ഉൾഗത്തിലൊരു ദമ്മു പുറത്തുക പണ്ടലാ. ആ ഗ്യാസ് ഒന്ന് പുറത്തുക പണ്ട്. ആ ഗ്യാസ് മൂത്ത് ഞങ്ങളെ മുഖത്തുക മൂത്ത് അടിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ 2 നാള് 3 നാള് ഉരി വന്നോണ്ടിക്കിട മുഖ കത്തിയോണ്ടിക്കിട്ട് തീ പിടിച്ചതുപോലെ, ശ്വാസത്തെ ഉൾഗത്തിക്കെടുത്ത് എന്തോറ് കഴിച്ചതുപോലെ ഭയത്ര ഉൾഗത്തില് എന്ത്ര തിരിയണ. മയ്യത്ത് നാറത്തിലല്ല, മയ്യത്തിൽ ചീഞ്ഞിട്ടല്ലടാ, ബദലുക ആ മയ്യത്ര എമ്പമ്മാക്കിട്ടായിട്ട് കിടക്കും പണ്ടത്. അങ്ങനെ ചെന്നെങ്ക സരാസരി ഓരോരു മനുഷ്യരുടെ ശരീരത്തിൽ 5 ലിറ്ററുടെ 10 ലിറ്റർ 5 ലിറ്റർ 6 ലിറ്റർ ചോരയിക്കട. ഓരോരോ മനുഷ്യരുടെ തടിയില് 5 ലിറ്റർ 6 ലിറ്റർ ചോരയിക്കട. മരിച്ച പുറത്ത് കഥ ചോര ഉടകെ ഗട്ടിയാവടോ. നിന്റെ റായത്തില് കോഴി
ആടെല്ലാം അറുത്തപ്പോ നീ നോക്കിട്ടില്ലേ? ആടറുത്ത പുറത്തേക്ക് ഒരു 5.5 ഗണ്ട കഴിഞ്ഞ പുറത്തേക്ക് ആടെ ചോര അവിടെ ഹലുവട പോലെ അവിടെ ഇറച്ചി പോലെ അവിടോ കോലിയുടെ ചോര ഇറച്ചി പോലെ അവിടെ തണ്ണി ഉണ്ടല്ലതേ ആ തണ്ണി പോയിട്ട് ഇറച്ചി അവിടെ മനുഷ്യരുടെ ശരീരത്തെ ഉൽഗത്തിൽ മരിച്ചിട്ട് ഒരു 1/2 ഗണ്ട അവളോട് കൂടെ ചൂട് വെച്ച ചപ്പ അവളോട് കൂടെ അവിടെ കെട്ടിയ അവിടെ ചോര പിന്നെ മുറിച്ചെങ്കും ചോര ഉൽകില്ല. ചിലപ്പോ നിങ്ങൾ അപകടത്തിൽ മരിച്ച മയ്യത്ത് കുളിപ്പാട്ട സന്ദർഭത്തിൽ വൈബ്രേഷൻ ആയപ്പോ പാടെ തണ്ണിയായിട്ട് ചോര ബണ്ട സാധ്യതയ്ക്കട അല്ലെങ്കിൽ ചോര സമ്പൂർണ്ണമായിട്ടും ഇറച്ചി പോലെ ആയിട്ട് ഗൾഫുളതാ മയ്യത്ത് റായത്ത് ബണ്ട മയ്യത്ത് എമ്പം ചെന്നെങ്ക ശരീരത്തിൽ നിന്ന് 5 ലിറ്റർ ചോരയും അവിടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വിഷ കൊടുത്തിട്ട് അവിടെ ചോരയാക്കട പാടെ തണ്ണിയാക്കട ആ 5 ലിറ്റർ ചോരയും ഒരു തുള്ളി ഒരു പൊട്ടു ചോര സമയത്ത് ബാക്കിയാവാണ്ട് ഇഞ്ചക്ട് ആക്കിട്ട് വലിച്ചെടുക്കട 5 ലിറ്റർ അതേപോലെ പോയിസൺ വിഷ ഉണ്ടല്ലേ ചോരയുടെ ബദൽക്ക് 5 ലിറ്റർ വിഷ ഉൾഗത്തേക്ക് കടത്തറ അത്രയും അതേപോലെ തടി എങ്ങനെ മേയിക്കട ചോര എടുത്ത പുറത്തേക്ക് ഈങ്കിള് പോലെ അവിടെ തണിയെ പാടെ വിഷ കുത്തിയിട്ടാകുമ്പോഴത്തേക്ക് മുന്നൽത്തത് പോലെ തടിക്കട അതിനെ ബന്ധാക്കി വെച്ച് ലാസ്റ്റ് ഒരു സ്പ്രേ അടിക്കട അത് അടിച്ചിട്ട് ബന്ധാക്കിയൽ പിന്നെ റായത്തേക്ക് കൊമ്പണ്ട സന്ദർഭത്തിൽ ദമ്മു പുറത്ത് പണ്ടെങ്കിൽ ആ രൂപത്തിൽ വിഷത്തിൽ മുക്കിട്ട് കുളിപ്പാട്ടിട്ട് ഈ ഒരു റായത്തേക്ക് മയ്യത്ത് വേണ്ടത് മനുഷ്യരെ നർത്താക്കി നോക്കൂള ആറത് നയിച്ചിട്ട് പെഞ്ഞി മക്കളെ ബലത്തൊക്കെ പോയവണോ മോൾക്ക് മങ്ങിലാക്കൊക്കെ പോയവണോ അകകെട്ടൊക്കെ പോയവണോ മക്കളെ സ്കൂൾക്ക് കടത്തൊക്കെ പോയവണോ മോൾക്ക് ബംഗാർക്ക് പേനായിട്ട് റായപുട്ട് പോയവണോ ആ മനുഷ്യയുടെ അവസ്ഥ ലാസ്റ്റക്ക് വേണ്ടത് അത് പോട്ടു ബറാത്ത എത്ര മയ്യത്തില്ല ഗൾഫിലു എത്ര മയ്യത്തുണ്ട് ബറാത്ത മയ്യത്ത് എവിടെ ദഫനാക്കടേ ഞങ്ങളെ റായത്തെ പോലെ ബാങ്കും ഇക്കാമത്തും ഖുർആനുവത്തും ഖുതുബയും മദ്രസയും കേക്കട പോലത്തെ പള്ളിയുടെ പരിസരത്തിലല്ല നാളെ സാധാരണ ഖബർസ്ഥാന ഗൾഫ് രാഷ്ട്രത്തിൽ UAE-യിലും ബഹ്റൈനിലും ഒമാനിലും ഖത്തറും സൗദി അറേബ്യത്തെ വിവിധ പ്രദേശത്തിലെ ഖബർ സിയാറത്ത് കുറെ ചങ്ങായിമാർ ഖബർ സിയാറത്തേക്ക് പോയവണു പടച്ചവനെ അല്ലാഹു ബിരിക്കൊക്കെ തീരവിടെ കിടക്കൊക്കെ വേണമായിട്ട് എന്ത് ചെല്ലൂറുള്ള ഒരു പള്ളിയില്ലാത്ത മദ്രസ ഇല്ലാത്ത ഒരു ബാങ്ക് കേൾക്കാത്ത ഒരു ഇഖാമത്ത് കേൾക്കാത്ത ഏതോ നിർജ്ജന പ്രദേശത്തിലുള്ള മറ സമയത്ത് ഇല്ലാത്ത കേവള പൊയ്യ മാത്രം നിറഞ്ഞിട്ടുള്ള മറുഭൂമിയിലുള്ള കൊമ്പോയിട്ട് ദഫനാക്കടത് മനുഷ്യര് സ്വന്തം പെഞ്ഞിക മക്ക ഉമ്മക ലാസ്റ്റ് സമയത്ത് ആ മനുഷ്യരുടെ മയ്യത്ത് നോക്കുക സമയത്ത് അതേപോലെ ഭാഗ്യം കിട്ടിട്ടില്ല എന്ത് മീസാനുകളുടെ മുട്ടന്നിട്ട് ഒരു ഫാത്തിഹ ഓതിര ഖുർആൻ ഓതിര ദുആരൊക്കെ സമയത്ത് സന്ദർഭം കിട്ടാത്ത എത്ര മയ്യത്തുണ്ടുള്ള ആ റായത്തിനിട്ട് പെഞ്ഞി മക്കളെ നയിച്ചിട്ട് കഷ്ടപ്പെന്നിട്ട് ബാൽപാട്ടകും മകകെട്ടകും പെഞ്ഞിയുടെ സൗഖ്യത്തിന് വേണായിട്ട് റായ വിട്ടു പോയോണ്ട അവസ്ഥ റായത്തിന് തിരിച്ച് വരാത്തതുപോലെ അവണു കാസുക നയിച്ചിട്ട് കാസാക്കിട്ട് റായത്തിന് കാസ് കിടത്തിട്ട് പെഞ്ഞി മക്ക 6ാമത്തിൽ AC റൂമുളത്തിൽ കിടന്നോണ്ടുള്ളത് മാപ്പിളായവണതാ മോണായവണതാ ഗൾഫ് രാഷ്ട്രത്തെ മറുഭൂമിയിൽ ആ വണക്ക് മറുഭൂമിയിൽ സാധാരണ 40-55 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഇന്ന മറുഭൂമിയിൽ മയ്യത്തായിട്ട് കിടന്നോണ്ടുള്ള മുസ്ലിമേ ഒന്ന് ദ്വാരക്കട മനസ്സെങ്കും നങ്കുണ്ടളാ ആലോചനക്കറു പെണ്ണുങ്ങളെ നയിക്കട തടി നിങ്ങളൗത്തിലിന്നെങ്കിൽ അത് നിന്റെ മാപ്പിളായിട്ടിക്കോ നിന്റെ മോണായിട്ടിക്കോ നിന്റെ ഇളങ്ങ മുത്തങ്ങായിട്ടിക്കോ നയിക്കട തടി നിന്റെ ഔത്തിലുണ്ടുകൊണ്ട് കണ്ടെങ്കിൽ ആ തടിയുടെ രക്ഷക വേനായിട്ട് നിസ്കരിച്ചിട്ട് ദ്വാരക്കറു അവനെ നയിച്ച കാസ് കൊമ്പിട്ട് ബിന്ദാസിൽ തീർത്തിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ കിട്ടിയത് തിണ്ടിട്ടും കുടിച്ചിട്ടും ഓടിയിട്ടും ചിരിച്ചിട്ടും കളിച്ചിട്ടും തൊട്ടിൽ വെച്ചിട്ടും തീർത്തിട്ട് ശപിക്കപ്പെട്ട പെണ്ണ് നീ ആയിരണ്ട നിപ്പാട്ട പളക്കത്തൊന്ന് 2 പിസേ ചെന്നിട്ടപ്പോൾ നാ ചെന്നോട്ടുള്ളത് നയിപ്പിടെ ബല എത്ര നിങ്ങൾക്ക് തെരിയല്ല ഗൾഫിൽ ഇന്നാൾ മറ നയിപ്പുണ്ട് കുറേ എല്ലാമുത്ര വാതിൽ ചെല്ലതാണ് ഇന്നും തെളിവ് വേണമെങ്കിൽ നനപ്പാക്കട നിങ്ങൾക്ക് നാണ് ഈ കല്ഞ്ഞ ഈ നോമ്പുടെ കാണുമെന്നുള്ള ആ റായത്തേക്ക് വാളുക പോയിട്ട് ഒരു ചങ്ങായി 10-20-25 വർഷമായിട്ടാണ് അവിടെ എല്ലാ വർഷവും വാളുക പോകേണ്ടത് 22 വർഷത്തിൽ ആ മനുഷ്യരുടെ ഉത്തരവ് പോയിട്ട് നാ ചോറുണ്ട് എന്റെ ഞങ്ങളെ നൗഫലുടെ അല്ല ടൈൽസിലെ നൗഫലുടെ പെങ്ങളൗത്തുള്ളൂ ചോറുടെ വ്യവസ്ഥ അതേപോലെ എന്തിനാ ഉള്ളാളെ ഫാമിലി അല്ലേ ഇവിടെ ഒരു നാളത്തെ സർബത്ര വ്യവസ്ഥ എല്ലാം അങ്ങനെ ആക്കിയിട്ടുള്ള ചില ബിസൈഡ് അല്ലാഹു തആല ആഫിയത്തും സകല ഐശ്വര്യവും ദീർഘ ആയുസും ആഫിയത്തും അല്ലാഹുക്കും ഞങ്ങളുടെ കുടുംബത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ആ ഗൾഫിലുള്ള നൈക്കട തടിക്ക് അല്ലാഹു ഹിമ്മത്തും ഖുവ്വത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഞങ്ങളുടെ ഗൾഫ് ജീവിതത്തിൽ അല്ലാഹു ബർക്കത്തും റഹ്മത്തും ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ പടച്ച റബ്ബ് ഞങ്ങളുടെ
ജീവനത്തിൽ അല്ലാഹു വിശാലത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പഞ്ഞി മക്കളെയും കുടുംബത്തെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ദ്വാരക്കാണ്ട് വേറെന്തോ തീർവില്ല, അല്ല നയിച്ച വേർപ്പെടുത്തുള്ളിയായിട്ട് കിടന്നങ്ങൾ ഉണ്ടോണ്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദുമാർ, റായത്ത് ഉസ്താദുമാരല്ല 5 വക്ത് 3 വക്ത് നിങ്ങൾ അങ്ങ് ചോറ് കൊടുക്കാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ വേർപ്പെട തണ്ണിയായിട്ട് കിട്. 6 ഉസ്താദുമാർ എവിടെ പോയെങ്കും അത് നിങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ദ്വാരം നോട്ടിക്കിടറ്. പരിശയില്ലെങ്കും പരിശയില്ലെങ്കും നിങ്ങൾ ദ്വാരം നോട്ടിക്കിടറ്. എന്ത് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടാക്കിയ പൈസ ചെന്ന ഉസ്താദുമാർക്ക് നല്ല നിനപ്പുണ്ട്, നല്ല പ്രജ്ഞ ഉണ്ട്. അല്ലാഹു തആല നമുക്ക് ആ വജീനത്തന്റെ ആൾമാരെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഖൈറുള്ള വജീനത്ത് അല്ലാഹു എത്തുപാട്ടി കൊടുക്കുമാറാവട്ടെ. അതുണ്ടാക്കിയ പെണ്ണുങ്ങളെ കൈക്ക് അല്ലാഹു ബർക്കത്ത് ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്ക് ഇപ്പോൾ ദ്വാരക്കണം. അപ്പൊ ഞാൻ ചെന്നോണ്ടുള്ളത് ആ ഞങ്ങൾ ഔത്തുള്ള നയിക്കട കൈക്ക് ആരോഗ്യത്തിന് വേണ്ടിട്ട് ദ്വാരക്ക മോളെ. ഹറാമ്യത്തിക്ക് കാസല്ല ചെലവാക്കണ്ട, അനഗത്യത്തിക്ക് ചെലവാക്കണ്ട. ഗൾഫിലുള്ള ഒരു ചെറുക്ക് ഒരു പാലക്കാര പടച്ചവനെ 22 വർഷத்துக்கு മുന്നുള്ള സ്റ്റാർട്ടുക്ക് വാളുക പോയപ്പോ റായത്തെ കമ്മിറ്റി ഞങ്ങളെ ചെന്ന് കടത്തെ ഉസ്താദ് ഉണ്ണുകു ഞങ്ങൾ ഒത്തുക്ക് പറഞ്ഞിട്ട് ചെന്ന് ഞങ്ങൾ ഒത്തുക്ക് പോയത്. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ബന്ധ വാള് ഉണ്ടെങ്കിൽ ഉസ്താദ് വാള് ഞങ്ങൾ ഒത്തുലായിട്ടിക്കിട് ഫസ്റ്റ് ചെന്ന് പോയിക്കട ഫോണാക്കിട് പളക്ക പറയുക ഉസ്താദെ ഉണ്ണുക ഞങ്ങൾ ഒത്തുക്ക് പോണ്ടത് മറന്നിരണ്ട. കുറെ ടൈം കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പ് ബന്ധ, അതേപോലെ വീഡിയോ കോൾ ബന്ധ. വീഡിയോ കോൾ 8 വർഷം കഴിഞ്ഞ 8-9 വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കട മനുഷ്യരുടെ മുഖം നോക്കുന്നതാണ്. അങ്ങനെ ഒത്തുക്ക് ചോറുണ്ണൊക്കെ പോയിട്ട് 8 വരുമ്പോ വർഷം കഴിഞ്ഞാൽ പിന്നെ ആയിട്ടിക്കടാണ് മുഖം നോക്കുന്നത്. നാളെ വാതക പോണ്ട സന്ദർഭത്തിൽ ആ മനുഷ്യ ഗൾഫിളിക്കട. അങ്ങനെ മനുഷ്യരുടെ പരിചയൊന്നുമില്ല. അങ്ങനെ വീഡിയോ കോൾ കണ്ടിട്ട് പിന്നെ പരിചയായിട്ട് അത് പിന്നെ കുറെ വർഷം കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് കൊടുക്കാനാണ് പോയപ്പോ പോയ ബിസി കിട്ടിട്ട് മൊബൈൽ നമ്പർ ഒന്ന് കലക്ട് ആക്കി ഫോണാക്കിയത്. ഉസ്താദെ എന്താ എങ്ങും റായത്തിൽ നിങ്ങളെ കാണുക കിട്ടില്ല, ഞങ്ങളെ റായത്തിക്ക് ജുബൈലേക്ക് വന്നിട്ടൊന്ന് കണ്ടിട്ടേ പോണു ഉസ്താദെ. അതേപോലെ മനുഷ്യ ഗൂഗിൾ മാപ്പ് കടത്തിയത് അഥവാ ലിങ്ക് കടത്തിയത് പിന്നെ ഇത് ഉസ്താദെ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിന്റെ പിറകിൽ പറഞ്ഞു നിങ്ങൾ ചെന്നിട്ട് ലൊക്കേഷൻ കടത്തിയത്. അങ്ങനെ 2 ഗಂಟೆ ഉച്ചക്ക് 2 ഗಂಟೆಗೆ ലൊക്കേഷൻ നോക്കിയിട്ട് പോയത്. കമ്പനിയുടെ പുറത്തിൽ ഒന്ന് കാത്തു നിന്നിട്ട് ഈ മനുഷ്യരെ കാത്തു നിന്നിട്ട് തെല്ല നേരാമത്തേക്ക് ഗേട്ടൊന്നും ഓപ്പൺ ആക്കിയത്. ഒരു മനുഷ്യരെ ഗൾഫിലോ നിങ്ങൾ നോക്കിയോ യൂണിഫോം നോക്കിയിട്ട് ആ ഹെൽമെറ്റും വെച്ചിട്ട് നീല ഷർട്ടും പാന്റും ഇട്ടിട്ട് പടച്ചവനെ ഒരാള് കമ്പനിയുടെ ഗേട്ടൊന്നും ഓപ്പൺ ആക്കിയിട്ട് പുറത്തേക്ക് വന്നിട്ട് കേസൊക്കെ കൈയിട്ട് കയ്യിലൊരു കുബ്ബൂസ് ഉണ്ട്. മനുഷ്യരെ ദൂരത്ത് നിങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഈ മനുഷ്യാണ്ട് കൊന്തായില്ല. ഏതായാലും യന്ത്രാക്കടെ ചെന്നിട്ട് കാറിൽ നിന്നിട്ട് നോക്കണം പറത്തിളിയും പോലെ അത്രയും ചൂടുണ്ടോ. അല്ലാഹുവേ കയ്യിലിന്റെ കുബ്ബൂസ് പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ചില പറത്താവല വടക്ക് റൊട്ടി കുബ്ബൂസ് ചെന്നെങ്കിൽ അതേപോലെ പിന്നെ കുബ്ബൂസ് ചെന്നെങ്കിൽ പെണ്ണുങ്ങള് ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ടയുടെ കാണ ബലിയും ദപ്പുമുള്ള ബസാറ് വണക്ക് ഞങ്ങളെ റായത്തിലെ കങ്കിട പാളയില്ല. അങ്ങനെയായിട്ട് കിടന്ന സ്വഭാവ ശൈലി അതിലെ ചാറുക്ക് കറിക്ക് മുക്കാണ്ട് തിന്നൊക്കെ സാധ്യല്ല. കഴുത്തിൽ കിട്ടിട്ട് മരിച്ചു പോകും മനുഷ്യര്. അങ്ങനത്തെ വണക്ക് കുബ്ബൂസതാ കീസരക്ക പറത്തിട്ടത് ടേപ്പുണ്ട് നല്ല തിരിച്ചിട്ട് അതിലെ തണ്ണിക്ക് കാട്ടിയിട്ട് ഈ മനുഷ്യ തിന്നോണ്ടുണ്ട്. റബ്ബ് കണ്ണ തണ്ണിഴിഞ്ഞു പോയിട്ട് എന്തോ അവസ്ഥ ബംഗാളിയായിട്ട് കോചന്ദ്ര പേരിച്ച. അങ്ങനെ ഈ മനുഷ്യരുടെ കാണ്ടില്ല ജന മൊബൈൽ ഫോണാക്കിയപ്പോ ആ മനുഷ്യരെ കീസര മൊബൈൽ എടുത്തിട്ട് ഫോൺ ഹലോ ആക്കിയോണ്ടല്ലോ നിങ്ങൾ നോക്കിയോണ്ടുള്ള ചങ്ങായിട്ട് ഇവിടെ മുട്ട പോയിട്ട് ഗാഡിനെ പാട്ടെത്ത് മനുഷ്യരുടെയും പത്യത്ത് ഗാഡിക്ക് പത്യത്ത് പറ്റ്യ ഫസ്റ്റ് നിന്റെ അറിക്ക് പിടിച്ചെന്ന് ഉസ്താദേ നിങ്ങൾ ഈ കണ്ട ദൗത്തിൽ ചെല്ലണ്ട ഉസ്താദേ. നാളെ മരിക്കറോടത്തോടെ ചെന്നിരണ്ട ഉസ്താദേ. എന്തേണ്ടി തെരിയണ ഞങ്ങളൗത്തിൽ 3 ബെഡ്റൂമുണ്ട്. 3 ബെഡ്റൂമുകളും AC ഉണ്ട്, സുന്ദരമായ കാറുണ്ട്, ഔത്ര പരിസരത്തിൽ നല്ല ഗാർഡൻ ഉണ്ട്, ഭാര്യ ചന്തത്തെ ആക്കിയട മക്കൾക്ക് ബൈക്ക് ബേരമുണ്ട്. നല്ല രൂപത്തിൽ ബിന്ദാസ് ജീവന ഔത്തലത് പോയപ്പോ ആളുക പോയപ്പോ വിവിധ രൂപത്തിൽ പലഹാര. അല്ലാഹുവേ ഇതെല്ലാം പിറകത്തിൽ ആ മനുഷ്യരെ പേർപ്പെടെ തണ്ണിങ്ങത്തത് മനുഷ്യരെ. ആ മനുഷ്യക്ക് പലഹാര ഇല്ല, സമത്തിൽ ആഹാര ഇല്ല, വിശ്രമത്തിക്ക് ഏസിയും ഫാനും ഇല്ലടാ. വണക്ക് കുബ്ബൂസ് തിന്നിട്ട് കമ്പനിയിൽ ജോബാക്കട മനുഷ്യ പെഞ്ഞയ്ക്ക് കുറുടി ആക്കില്ല, മക്കൾക്ക് കുറുടി ആക്കില്ല, ഔത്തുക്ക് പന്നത്തി തിമാർക്ക് കുറുടി ആക്കില്ല. പെണ്ണുങ്ങള് ഗൾഫിൽ എച്ചനം സബാലക്കാർ എച്ചനം സാളുമാർ അവസ്ഥങ്ങത്തത് വരുമ്പത്തുക്ക് നിന്റെ പണി നിന്റെ പെഞ്ഞയ്ക്ക് കുന്തായി റൊകുത്തീറാ. നിന്റെ കഷ്ടപ്പാട് നിന്റെ മക്കൾക്ക് കുന്തായി രണ്ട് റബ്ബ്. നിന്റെ കഷ്ടപ്പാട് നിന്റെ മക്ക ഉമ്മക്ക് കുന്താവണ്ട അല്ലാ.
ബർമ്മത്തുക്കും 100,000 സ്പ്രേയുടെ കുപ്പി, കുടുംബത്തുക്കും നിരക്കരടങ്കും പരിചയത്തും ചങ്ങായിമാർക്കും സ്പ്രേയും സെന്റും ബണ്ട, ഡ്രസ് കുമ്പണ്ട, ബംഗാർ കുമ്പൊന്നില്ലെങ്കിൽ പെഞ്ഞിയുടെ മുഖ ശരിയാവടോ, ഉമ്മ കരേപോലെ മക്കൾക്ക് ചോക്ലേറ്റ് കുമ്പൊന്നിലും മക്കളെ മുഖ ശരിയാവടോ, കടാക്കിട്ട് കഷ്ടപ്പെന്നിട്ട് ആ മനുഷ്യ നയിച്ചിട്ട് കുമ്പന്നിട്ട് ഒത്തുകു തിന്ന വാട്ട. എന്നിട്ടും പെണ്ണ് നിന്റെ പയറ് നിറയുടെ ക്രമ ഇല്ലല്ലടി മോളെ. നിന്റെ ഊത്തിൽ നല്ല നല്ല ആഹാരത്തിനുടെ സന്ദർഭത്തിൽ ഒരിക്കെങ്കും മാപ്പിളക്ക് ഫോണാക്കിയിട്ട് നിങ്ങൾ എന്തിനെ തിണ്ടറില് ഒന്ന് വീഡിയോ ഒന്ന് ആക്കി കാട്ടമാ. ഒരു വീഡിയോ കോളാക്കറു ഉണ്ണുമ്പത്തകോ ആ മനുഷ്യ അപ്പോഴും കളവ് ചെല്ലട. ഇല്ലടി നാണത് തിണ്ട നാണിത് തിണ്ട ചെന്ന് കളവ് ചെല്ലട. നീന് കഷ്ടത്തിലാവുക തീറ, നീന് ബേജാറാക്കുക തീറ ചെന്നിട്ട് പൊറുക്ക നീന ഉണ്ണുടെ സന്ദർഭത്തിൽ വീഡിയോ കോളാക്കി നോക്കുവളാ. അവനോട് ബിന്ദാസില്ല, വിവിധ പലഹാര ഇല്ല, സ്വന്തം കഞ്ഞാക്കിട്ട് ചോറാക്കിട്ട് സ്വന്തം കയ്യാറാക്കിട്ട് തിന്നിട പോലത്തെ അവസ്ഥ ഉള്ളത്. അത്ര കഷ്ടപണ്ടലടി പെണ്ണ്. എന്നിട്ടും പള്ളിക്ക് കേൾക്കുമ്പത്തും കൊടുത്തു കടത്തിറാറ്, ദർശക കേൾക്കുമ്പത്ത് കൊടുത്തു കടത്തിറാറ്, പ്രായത്തെ പാവത്തങ്ങളെ മങ്ങലത്തേക്ക് കൊടുത്തു കടത്തിറാറ്, എത്തിയും പെണ്ണ് മക്കളെ മങ്ങലത്തേക്ക് കൊടുത്തു കടത്തിറാറ്, രോഗിമാരെ ബിസേച്ചെന്തെങ്കിലും ഇല്ലാട്ടങ്ങ ചെല്ലില്ല കൊടുത്തു കടത്തിറാറ്. കടത്തില്ലെങ്കിൽ റായത്തങ്ങ ചെള്ള കായത്ത് ഗൾഫിൽ നിന്നിട്ടും 10 പൈസ തന്നിട്ടില്ല. ചെന്നിട്ട് അവന്റെ കടവും അവന്റെ കഷ്ടപ്പാടും അവനക്കും അവന്റെ റബ്ബുകല്ലാണ്ട് അവന് തെരിപ്പാട്ടില്ലടാ മോണേ. നക്ക് പരിചയുന്ന ചങ്ങായിമാറുള്ളറ് റിയാദിൽ ബത്തത്തിൽ ഒരു മണിവർ ഒരാളെ ഒത്തുകുപോയത് ഉസ്താദെ ഞങ്ങളെ ഒത്തുകു പറയാണ്ട് പോയി രോഗി തീരാ. ചെന്നിട്ട് ചെന്ന ടൈമിൽ പോകാനില്ല. പിറ്റേ ഒരു നാള് മുന്നോട്ട് പോയത് ഫോണിന്റെ സന്ദർഭത്തിൽ റബ്ബെ കോളിംഗ് ബെല്ലടിച്ച് ഉൾക നൂളോട് കൂടെ ബാപ്പതാ കന്നഡ തണ്ണിയിൽ പാട്ടുകൊണ്ടുണ്ടു. മോണും മയ്യത്ത് പോലെ കിടന്നിട്ടുള്ള റൂമുടെ ഉൾഗത്തില് ബാപ്പ കഞ്ഞിയുടെ തെളി മോണുക്ക് ഭീതി കൊണ്ടുണ്ടു. കണ്ടിട്ട് ആശ്ചര്യത്തെ റബ്ബെ ഇത് എന്തൊരു അവസ്ഥയുണ്ട് കേട്ടപ്പോ ഉസ്താദ് മോണുക്ക് ടൈഫറും മലരിയും ഒട്ടിക്ക് വന്നു ഉസ്താദ്. അങ്ങനെ കഞ്ഞി കൂടെ തോണ്ടില്ല, തിന്നില്ല, കുടിക്കില്ല ഉസ്താദ്. എന്നിട്ട് മനുഷ്യ കന്നഡ തന്നെ പാട്ട് അതിലൊട്ടിക്ക് ഫോണിൽ വിളക്കെ പറഞ്ഞു കഫീലുടെ ഫോണ് നിന്റെ കാണ്ടില്ലല്ലേ, ടൈം ചെമ്മായി തല്ലേ, അതേപോലെ അങ്ങാടി ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ലല്ലേ, മോണുക്ക് പനി വേണ്ട ചെല്ലുമ്പോ നിന്റെ മോന്റെ പനിക്ക് ശുശ്രൂഷാക്കൊല്ല നിന്റെ വിളിപ്പാട്ടിയത്, നിക്ക് വിസ തന്നത്, നിക്ക് ശമ്പളം തണ്ടത്, നിന്റെ ജോബുക്ക് വേണമായിട്ട് വിളിപ്പാട്ടിയത്, നിന്റെ മോന്റെ വിസ നക്ക് ചെല്ലണ്ട ഒന്നബ അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് കടത്തിര ചെന്നിട്ടോട് പറഞ്ഞോണ്ടുള്ള എന്താക്കട്ട് തമ്പുരാന്. ആ ബാപ്പ കണ്ണെടുത്ത എന്താക്കട്ടെ ഉസ്താദ് ഈ മയ്യത്ത് പോലെ കിടന്നിട്ടുള്ള മോന്റെ പുട്ട് പോണ അതല്ല ഒത്തുക പോണ എന്താക്കട്ടെ ഉസ്താദ്. ആ മനുഷ്യ പുൽപ്പെടുമ്പോത്തുക നാണ് ചെന്നാചാറെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ മനസ്സിക്ക് ബേജാറാക്കണ്ട, നിങ്ങമല്ല നിങ്ങളെ ജോബുക്ക് പോറു 2 മോദിത്തോളം ജോബ് കഴിഞ്ഞൊരു പണ്ടെടുത്തോളാം ഈ മന ഈ കിടാ ഈ ചെറുക്കടന്നങ്ങ് നോക്കിക്കൊണ്ടുള്ള ചെറുക്കം മഷറുടെ അവസ്ഥ ഗൾഫിൽ. ചിലപ്പോൾ ഇതല്ല ചിലപ്പോൾ ഗൾഫിൽ കേക്കിട ആൾമാർക്ക് ബേജാറാവും. കുറയാളെ ബിസി അങ്ങനെ ഗൾഫിൽ നിങ്ങൾ അർത്ഥാക്കണോ ഗൾഫിടം കായിട്ടിക്കണോ നിങ്ങൾ ഫസ്റ്റ് ദ്വാരക്കെടുത്ത് ഗൾഫിടം അത്ര കഷ്ടപണ്ടറങ്ങളെ കഷ്ടത്തെ ഞങ്ങളിൽ ആരുള്ള ചെല്ലില്ല അങ്ങ് മുഴുകി കിടറ് ചിരിച്ചോണ്ടെ പണ്ടറ് ഹാപ്പി ആയിട്ട് പണ്ടറ് വല്ലാത്തൊരു ജീവനങ്ങളത് പെഞ്ഞൈ അതിനെ ഗുരുത്തിസിറ പോലത്തെ ബുദ്ധി അല്ല നിക്ക് തന്നില്ല. നീ എന്ത് പെണ്ണടി നിന്റെ മാപ്പിളുടെ നിന്റെ ബാപ്പടയും കഷ്ടപ്പാട് നീ അർത്ഥാക്കില്ല. നീ എന്ത് പെണ്ണിടി എന്ത് മാനവീയത്തെ നിക്കുള്ളത്. നിങ്ങൾ നോക്കിയുള്ള ഒരു മങ്ങിലത്തെ ടൈമുള്ളൂ ഒന്ന് മാത്രം ചെന്നാ പാട്ടറാവലെ മങ്ങിലത്തെ ടൈമുള്ളൂ. മോൾക്ക് ബാപ്പയുടെ മേലെ തെല്ലങ്കാലും ദയയും കാരുണ്യവും ഇല്ല, മൃഗത്തെ സ്വഭാവമായിട്ട് പെണ്ണ മക്കളെ എന്തൊരു ബിസ വേറൊന്നില്ല. ബാപ്പാ കുഞ്ഞപട മോളെ മങ്ങിലത്ത് 40 പൗണ്ട് ഇട്ടാറ്, മൂത്തപട മോളെ മങ്ങിലത്ത് 50 പൗണ്ട് ഇട്ടാറ്, ക്ലാസ്മേറ്റ് പെണ്ണുക്ക് അതേപോലെ 35 പൗണ്ട് ഇട്ടാറ്. ബാപ്പാ അങ്ങളെ കാണ കൊറടി ബംഗാറെന്നൊക്കെ വേണ്ട ബാപ്പാ. മെഹന്തി ഇങ്ങനെ ആവണോ, ഹൽദി ഇങ്ങനെ ആവണോ, ഡ്രസ് ഇന്ന ജാക്കറ്റ് ആവണോ, ബംഗാർ ഇന്ന ജുവല്ലറിയുടെ ആവണോ, മങ്ങില ഇന്നാലിന്ന ഹോളിഡേ ആവണോ. ഇങ്ങനെ ബാപ്പക്ക് മോള് ചെന്നു കൊടുക്കരുത് റബ്ബേ. മോള് വലുതാവുടെ സന്ദർഭത്തിൽ ബാപ്പയുടെ ഹാർട്ട് ബീറ്റ് കൂടിയോണ്ടുണ്ടോ, ഹാർട്ട് അറ്റാക്ക് ആയോണ്ടുണ്ടോ, പടച്ചവനെ ഇതെല്ലാം സൈക്കോണല്ല റബ്ബേ. ആവുല്ലാണ്ട് മോളിൽ ചൊല്ലും പോലെ ഇല്ല. മോള് ഗർസബന്നെങ്ക, മോൾക്ക് ബേജാറായെങ്ക പെണ്ണ് നീണ് എപ്പോ നല്ലവള അവിടെ ഉണ്ട് തെരിയണ. മങ്ങിലത്തെ സന്ദർഭത്തിൽ ബാപ്പാ നക്ക് ചെറുക്കട നോക്കൊരു ബാപ്പാ.
ബംഗാറ് വേണ്ടാണ്ട് ചിലരുടെ ചെറുക്കട നോക്കറോ, ബിന്ദാസ് ചില വാക്കട വേണ്ടാണ്ട് ചിലരുടെ ചെറുക്കട നോക്കറോ, ആഡംബര വേണ്ടാണ്ട് ചിലരുടെ ചെറുക്കട നോക്കറു ബാപ്പാ, നിസ്കരിക്കട ചെറുക്കട നോക്കറു ബാപ്പാ, മഹർ തണ്ട പോലോത്തെ ചെറുക്കട നോക്കറു ബാപ്പാ. ബാപ്പാ നന്റെ മങ്ങിലത്തെ കാരണം നിങ്ങക്ക് 10 രൂപ കടായി റൊഗു തീറാ, നന്റെ മങ്ങിലത്തെ കാരണത്തിൽ പള്ളി കയറി പിടിച്ചിട്ട് ബേങ്ങൊക്കെ നന്റെ ബാപ്പാ നിങ്ങ പോയി റൊഗു തീറാ. ബാപ്പാ നന്റെ മങ്ങിലത്തെ കാരണം നിങ്ങൾ തെച്ചോണ്ടുള്ള ഈ ചന്തത്തെ അകൗണ്ടല്ലേ, ഇത് കെട്ടൊക്കെ എത്രമോ കഷ്ടബന്ധറ് ബാപ്പാ. ഈ ബൗത്തരെ വിത്തിടുന്ന കുറുമങ്ങില വേണ്ട, നിങ്ങ ബാടിക്കും ലീസുക്കും തെച്ചിരുന്നെങ്കിൽ കുറുമങ്ങില വേണ്ട, ഫൈനാൻസ് പോയിട്ട് ബഡ്ഡിക്ക് കാസെടുത്തിട്ട് മങ്ങില വേണ്ട. മങ്ങില ഇല്ലെങ്കും തൊന്തരയില്ല ബാപ്പാ. നിങ്ങളെ കടത്തവണാക്കിട്ട്, നിങ്ങളെ ബെങ്കടവണാക്കിട്ട്, നിങ്ങളെ ടെൻഷനാക്കി പാട്ടിട്ട്, നിങ്ങളെ മാനസിക രോഗാക്കിട്ട് നാണ് ബാപ്പാ ഒരു മാപ്പിളുടെ മുട്ട പിടി എന്ത് സന്തോള പടകു ബാപ്പാ. മങ്ങില ഇല്ലെങ്കും വെള്ളില്ല ബാപ്പാ, കഞ്ഞായെങ്കും തെളിയായും കുടിച്ചുകൂടെ ദൈക്കട ബാപ്പാ. അങ്ങനെ ചെല്ലിടവളാവണോ പെണ്ണ് ചെന്നെങ്ക പെണ്ണെ നിന്റെ ഒന്നു കേട്ടാ, ബംഗാർ കിണ്ടി 75,000 രൂപ പവനക 10 പവന ബംഗാർ ആവണോണ്ട് കണ്ടെങ്കിൽ സവ എവറേജ് അതിര് മജിരിയും തേമണും എല്ലാം കൂടിയിട്ട് എവറേജ് ഒരു 8 ലക്ഷം രൂപ കാണ യാറ വേണം ഒരു 10 പവന ബംഗാറക അല്ല. ഈ ബംഗാർ നീ തൂക്കിട്ട് എന്താക്കി റെഡി അല്ലേ? ഒന്ന് പെണ്ണിങ്ങ ചൊല്ലൂറു എന്ത് കിടി നിക്ക ബംഗാർ 30 പവന ബംഗാർ 40 പവന ബംഗാർ 50 പവന ബംഗാർ എന്ത് കിടി ചെല്ലു എന്തുക്ക് ചെല്ലു. യാറ ബംഗാരട്ടൻ സ്വർഗത്തുക്ക് പോകാം, ബംഗാറിലെ നരകത്ത് കൊണ്ട് അരങ്ങി ചെന്നറാ. ബംഗാർ പെണ്ണുക്ക് കട്ടായമാ ഒന്നുമല്ല, അത് ഡബ്ബി എങ്ങോ റോൾഡ് ഗോൾഡ് എങ്ങോ എല്ലാ കണക്കേ പെണ്ണുക്ക് ബംഗാറോണ്ട് ചെന്നിട്ടൊന്നുമില്ല. എന്തുക്ക് ഇതിൽ തൂക്കി പോണ്ടേ? പെണ്ണുക്ക് ബംഗാറ് വേണു, ഒരു സൗന്ദര്യത്തിക്ക് വേണു. എപ്പോ എത്ര സൗന്ദര്യ അവളെ മാപ്പിളൊട്ടിക്ക് അബ്ബമ്മൊട്ടിക്ക് ഔത്തിലിക്കുമ്പോഴത്തേക്ക് സാധാരണ വീട് ചെറിയൊരു മാല, ഒരു ചെറിയൊരു ബെണ്ട് പോലത്തേതാ, അലിക്കത്ത് പോലത്തേതാ, ഒരു കൈക്കെന്തെങ്കിലും റിംഗ് പോലത്തേതാ, ഒരു മോതിര പോലത്തേതാ. ഔത്തിലിക്കുമ്പോഴത്തേക്ക് ഇഡ്ര പോലത്തെ ഒരു 4, 5, 6 പവൺ ബംഗാർ ഒരു പെണ്ണുക്ക് മൈ അല്ല. ഔത്തിലിക്കുമ്പോഴത്തേക്ക് അത്ര മാപ്പിളൊട്ടിക്ക് ഉമ്മ പാപ്പറൊട്ടിക്ക് ഇക്കുമ്പോൾ അത്ര വേണായത്. ബാക്കി പെണ്ണ് 60 പവൺ 70 പവൺ ബംഗാറിൽ നിന്നുള്ളവൾ ഇപ്പൊ ഇഡ്ര ചെല്ലുറുള്ള മങ്ങിലത്ത് പോകുമ്പോഴത്തേക്ക് എടുക്കും. ആർക്കിടി നീ ചന്ത കാട്ടാ മങ്ങിലത്തേക്ക് പോയിട്ട് ആർക്ക് ചന്ത കാട്ടൊക്കെ നീ മങ്ങിലത്ത് പോകുമ്പോ ബംഗാറിട്ട് ചെല്ലുന്നു. നിരക്കരുടെ പെണ്ണിങ്ങുക, നിന്റെ കുടുംബത്തെ പെണ്ണിങ്ങുക, നിന്റെ പരിസരത്തുള്ള പെണ്ണിങ്ങുക, ആർക്ക് കാട്ടുക അങ്ങനെ കൊസിയാക്കപ്പാട്ട് നിന്റെ ബാപ്പടക്കനടുത്ത് തന്നിൽ പാട്ടെ ഒരു കോസി വേണം നിക്ക് അങ്ങ് കോസി പട്ടലെങ്കിൽ അത്ര വൈത്ത് നിൽക്കേണ്ട നില വെച്ച് അങ്ങ് കോസി പട്ടലെങ്കിൽ നിന്റെ ബംഗാർ നോക്കിയിട്ട് അങ്ങ് ചതി അവിടെ അല്ലാണ്ട് കോസി അവിടെ അവർക്ക് അങ്ങനെ അഞ്ചേകാരങ്ങ പിന്നെയും ഇതൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഹാർട്ട് വൈലാവുക വേണ്ടിട്ട് നീ എന്തൊക്കെ ബംഗാറിട്ട് വേണ്ടി മൈസാസറ പോലെ നീ നടക്കട്ടെ. എന്തെങ്കിലും ആർക്ക് ചന്ത കാട്ടും ചെല്ലു മങ്ങിലത്തെ ഹാളിന് ബംഗാർ ആർക്ക് ചന്ത കാട്ടോക്കു നിന്റെ നീയത്തെന്തേ? സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ചുത്തൊക്കെ പോണ്ട സന്ദർഭത്തിൽ ബംഗാറുടെ റാശി റാശി തൂക്കിയും പോണ്ടേ ആർക്ക് ചന്ത കാട്ടോക്കു? നിന്റെ മാപ്പിളക്ക് ചന്ത കാട്ടോക്കല്ലേ അല്ല, നിന്റെ ഉമ്മക്കും നിന്റെ ബാപ്പക്കും നിന്റെ ഇളങ്ങമുത്തങ്ങ ചന്ത കാട്ടോക്കല്ലേ, ആർക്കോ ചന്ത കാട്ടോക്കു നിന്റെ നീയത്തതല്ലേ? കണ്ടെങ്കിൽ ചന്ത കാട്ടും. കൊറയാളും ഞങ്ങളുടെ പ്രായത്തിൽ അക കെട്ടതോ അങ്ങനെ 2 ലക്ഷം രൂപ കയ്യിൽ പിടിച്ചിട്ട് 50 ലക്ഷം രൂപ അക കെട്ടേ കടാ കിട്ടും കാടിട്ടും ബേഡിട്ടും ഫൈനാൻസും ബാങ്കുകളിൽ പോയിട്ട് എന്തൊക്കെ അകക്കൾക്ക് വന്നു ചന്ത കാണണത്രേ. ഉള്ളികത്തിൽ കക്കൂസുകൾക്ക് ഗതിയില്ലേക്കും തൊന്തരെന്തില്ല. റായത്തങ്ക് ചന്ത കാണോ ഞങ്ങളെ വിഷയത്തില റായത്തങ്ക് ചന്ത കാണുന്നു. റായത്തങ്ക് ഗോസിയാവൂടു പെണ്ണിങ്ങ ബംഗാറിട്ടെന്തൊക്കെ റായത്തങ്ക് നിരക്കരുടെ പെണ്ണിങ്ങ ചന്ത കാണുന്നു. എന്ത് ചന്ത കാണില്ലെങ്കിൽ എത്ര അവിടെ ബംഗാറുടെ ഭ്രമ അകത്യത്തിക്ക് ബംഗാറിടും അല്ല. നിന്റെ ഉണ്ട് വേണ എത്ര റബ്ബ് നിക്ക് തന്നെ തൊന്തരെന്തില്ല. ഈ കടാക്കിട്ടും കാടിട്ടും ഇവിടെ ഉദ്ദപ്പെട്ടു പള്ളിയുടെ ഹത്തി പുസ്തകം കേട്ടു നോക്കിയുള്ളൂ ഓടിക്കുമൈ നാണിന്ന പള്ളിയിലും അതേപോലെ എല്ലാ വെള്ളിയാസരണ്ടും നിസ്കാര കഴിഞ്ഞ പുറത്തേക്ക് എത്ര ഒരു ദിക്കറുണ്ട്. അള്ളാഹും റസൂലും പഠിപ്പാട്ട് ഒരു ദിക്കർ എന്തൊരു ദിക്കർ അർജി വന്നത് പുറത്തുള്ള മങ്ങിലത്ത് ഒരു കലക്ഷനൊക്കെ ഒന്ന് ബേങ്ങൊക്കെ വന്നത് എല്ലാവരും സഹായിക്കറു. ഈ ദിക്കർ ഫസ്റ്റ് ചെന്നാൽ പിന്നെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്കർ ഫസ്റ്റ് അത് കണ്ടായ. ഇത് മുസ്ലിം ഉമ്മത്തുക്ക് വന്ന ഗതികേട്. ഇസ്ലാമുക്ക് ഒരു സംബന്ധവും ഇല്ല ഈ ബംഗാർ കൊടുക്കടത്തിൽ. ബാപ്പായുടെ മോളെ മങ്ങിൽ സന്തോളപ്പെടണ കുസിപടനായത് ഇണ്ട്. ബാപ്പ എന്ന ആത്മഹത്യാക്കട പരിസ്ഥിതിയിലുള്ള ഉണ്ട്. ഒരു മോളെ മങ്ങിലാക്കി കൊടുത്തിട്ട് മുങ്ങിട്ട് ചാവിടെ പരിസ്ഥിതിക്ക് എത്ര 2ാമത്തെ മോളെ മങ്ങ തീന്നാവണം. എന്തൊക്കെ അവൾക്ക് ബംഗാർ എടുക്കും? അത് ബാപ്പക്ക് കടയില്ല. കട അല്ലാഹു കേക്കല. നീ എന്താ നിന്റെ മോൾക്ക് ബംഗാർ ഇടാത്തിന്റെ പടച്ചറപ്പ് കേട്ടല കേക്കല. നീ കാടിട്ടും ബേട്ടിട്ടും കടാക്കിട്ട് നിന്റെ മോൾക്ക് ബംഗാർ
നോക്കിട്ട് അള്ളാഹു നിന്റെ വെറുതെ കുമ്പിടല ഈ കടാക്കിട്ട് നാരിട്ട് നിന്റെ ആറിലെ ബംഗാറെടുക്ക് ചെന്നത് ഏത് ഖുർആൻ നിനക്ക് പഠിപ്പാട്ടിയത് ഏത് റസൂൽ നിന്റെ ചെന്നത് ഇങ്ങനെ ബംഗാറെടുക്കുവാനായിട്ട് അള്ളാഹ് നിന്റെ വിടല പെണ്ണുമക്ക ഈ വിഷയത്തിൽ ആലോചനാക്കണോ ബംഗാറുടെ മേലിൽ ഭ്രമ വിട്ടുപെടണു അതിന്റെ മേൽ ആശ വിട്ടുപെടണു ആറാർക്ക് ചന്തകാട്ട് കാട്ടിട്ട് നിന്റെ മാപ്പിളയും നിന്റെ ബാപ്പടയും നിന്റെ ഔത്രങ്ങളെ നിനക്ക് മാനസിക രോഗിയാക്കി അള്ളാഹു നിന്റെ വെറുതെ വിടല പിന്നെ ബർക്കത്ത് എങ്ങനെ കിട്ടും ചൊല്ലോളാ നീന് ബംഗാർ കൽത്ത് നോറോടി ബംഗാർ തൂക്കിയ പുറത്തേക്ക് ബർക്കത്ത് കിട്ടുന്ന പേരിച്ചേ അതുകൊണ്ട് പെണ്ണുങ്ങളെ ദയവ് ചെയ്ത് നിന്റെ ഉമ്മ ബാപ്പടെ നീ ബേങ്ങടവണാക്കണ്ട മങ്ങിലാവുടെ പെണ്ണെ നിന്റെ ബാപ്പടെ ബേങ്ങടവണാക്കണ്ട നിന്റെ ബാപ്പടെ ബേങ്ങടവണാക്കണ്ട പള്ളിക്ക് പോയിട്ട് ബേങ്ങട പോലത്തെ പരിസ്ഥിതി നിന്റെ ബാപ്പ കൊണ്ടായി രഘുതീറാ നിന്റെ ബാപ്പ കടായിട്ട് നാറിട്ട് ഔത്ര ബിത്തിട്ട് പാടികട ഉത്തരതിക്കട പോലത്തെ ഗതികേടുണ്ടാക്കിറണ്ട നിന്റെ ഉമ്മയും ബാപ്പയും അതേപോലെ ലീസിൽ പോയിട്ട് തെച്ചിട്ട് ഓരോ വർഷത്തേക്ക് പോകണമെന്ന് തിങ്ങൾക്ക് അഗ്രിമെന്റ് കഴിഞ്ഞ പുറത്തേക്ക് ഇന്നവിടെ പക്കി കൂട് കെട്ടിയതുപോലെ ഓരോ അക തേടി പോകേണ്ട പോലത്തെ പരിസ്ഥിതി ഉണ്ടാക്കി റഘുതീറാ നീ നിന്റെ മാപ്പിളൊട്ടിക്ക് എൻജോയ് ആക്കട സന്ദർഭത്തിൽ നിന്റെ ബാപ്പ കണ്ടിട്ട് തണ്ണിളി പാട്ടി കൊണ്ടുണ്ടോ ചെണ്ട് നിനപ്പ് നിക്ക് വേണു മോളെ മങ്ങിലാവിടെ ബാലക്കാറാ നിന്റെ ചെന്നോണ്ടുള്ളത് പൊതു വളക്കവരുടെ സന്ദർഭത്തിൽ പെണ്ണുടെ ബാപ്പട ഫസ്റ്റ് കണ്ടീഷൻ ഒരു പവണ ബംഗാറ് സമയത്ത് നിങ്ങളെ മോളുകിടണ്ട നിങ്ങളെ മോളുക്ക് എത്ര ബംഗാറ് വേണുണ്ട് കേക്കൊറു ബാപ്പാ 25-30 ബംഗാറ് വേണം നാണിട നന്റെ പെണ്ണുക്ക് നാണിടണായത് നാണ് മഹറുടെ ഹക്ക് നാണ് ബൈക്കിടാത് അതുകൊണ്ട് നിങ്ങ ഇടകു തീരാനാണ് വ്യവസ്ഥ ആക്കട മങ്ങിൽ തണ്ട് ചോറ് കൊടുക്കൂ കാസില്ലേ നാണ് വ്യവസ്ഥ ആക്കട ഡ്രസ്സുക്ക് കാസില്ലേ നാണ് വ്യവസ്ഥ ആക്കട നന്റെ പെഞ്ഞയത് നക്ക് വന്നവൾ പെഞ്ഞയായിട്ട് പണ്ടവളവളോ അവളെ ಖರ್ಚಾക്കടത് ഞങ്ങളെ വ്യവസ്ഥ ആക്കട നന്റെ ഹക്കായിട്ട് കിട ബാപ്പാ കാക്കാ നന്റെ മങ്ങിലത്തെ കാരണ നിങ്ങ കടാവൊക്കെ തീരാ നിങ്ങ ബേങ്ങൊക്കെ തീരാ നിങ്ങ ടെൻഷനാക്കൊക്കെ തീരാ മങ്ങിൽ തണ്ട് ബന്നിടക്കൊന്ന് കൈനീട്ടി തന്നെങ്കിൽ ബാക്കി എല്ലാ ചെലവും നാണാക്കട ചെന്നിട്ട് മങ്ങില അവിടെ ചെറുക്ക തീർമാനാക്കണ ഇത് അതായിട്ട് യഥാർത്ഥ മങ്ങില അതായിട്ട് സ്വാരിഹായ ചെറുക്ക അങ്ങത്തെ ചെറുക്ക കിട്ടകുതുവാർക്കൊരു പെണ്ണേ അങ്ങത്തെ ചെറുക്ക കിട്ടകുതുവാർക്കൊരു മനുഷ്യരെ നിന്റെ മക്ക അങ്ങത്തെ മക്കാവുകുതുവാർക്കൊരു ഉമ്മ ബാലക്കാറാ ഒരു ബെങ്ങടവന്റെ മോളെ മങ്ങിലാവണ്ട കടത്തിൽ ബഡ്ഡി കൊടുക്കണവന്റെ മോളെ മങ്ങിലാവണ്ട ആ ബഡ്ഡിയും കടവും ബേങ്ങടതും നിന്റെ കൈക്ക് പെണ്ണ് തന്നെ കാരണത്തിൽ ആ കാക്ക അനുഭവിക്കും തീരാ ഇങ്ങനെ ആണ് ഇസ്ലാമിയുടെ മങ്ങില അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയ മങ്ങിലവും അങ്ങനെ അല്ലേ ഉണ്ട് ഞങ്ങളെ റായത്തിൽ ഹൽദി അല്ലേ ഒരു ഹൽദി ചെന്നിട്ട് തുടങ്ങി എന്തിനാ പിശേന്ദ്രേ തലയുടെ കാലത്തോളം മഞ്ഞൾ തേക്കട് ഓൾക്കത്തെ ചൊറി പിടിച്ചിട്ടുണ്ട് കണ്ട് വെള്ളക്കാട് അയക്ക് വേണ്ടിട്ട് എന്തൊക്കെ മഞ്ഞൾ തേക്കട നഞ്ചിക്ക് നല്ല അറച്ചൊന്നൂറ് അറുമുന്നൽ അങ്ങനെ അവൾക്ക് മഞ്ഞൾ തേക്കണം ഹൽദിയുടെ ഒരു മങ്ങില അണ്ട് എല്ലാവർക്കും പോയി എനിക്ക് വന്നാൽ എല്ലാവർക്കും മഞ്ഞൾ സീക്ക് എല്ലാവരുടെ ഡ്രസ്സും മഞ്ഞൾ പോ അയിത്താ പിറ്റാണ്ട് മൂലഞ്ച് ഓൾക്ക് മൂലഞ്ച് വെക്കുക അവളെ കൈ എന്തും മൊഴിഞ്ഞിരും അവളെ ഉത്തരങ്ങളെ കൈ മൊഴിഞ്ഞിരും പിന്നെ ബ്യൂട്ടീഷ്യന്റെ ബ്യൂട്ടി പാർലറിന്റെ ആളെ വിളിപ്പാട്ട മൂലഞ്ച് വെക്കും അവൾക്ക് എത്ര ഈ 15 ഉറുപ്പിയുടെ ട്യൂബ് ബൈക്കൊക്കെ വേണമായിട്ട് എത്ര 15 ഉറുപ്പിയുടെ ട്യൂബ് ബൈക്കൊക്കെ വേണമായിട്ട് ബാപ്പക്ക് 3 ലക്ഷം ഉറുപ്പ ചെലവ് വേണ ഇത് അർത്ഥവിടെ മോൾക്ക് 15 ഉറുപ്പിയുടെ ട്യൂബ് ബൈക്കും മൂലഞ്ച് ബൈക്കൊക്കെ വേണമായിട്ട് ബാപ്പക്ക് ചെലവ് 3 ലക്ഷം ഉറുപ്പിയുടെ എത്ര ഓൾക്ക് മൂലഞ്ച് ബൈക്കൊക്കെ 1,500 ആൾ മർഗുച്ചോർ പൂജാക്കിടക്കും തണ്ണി കിടക്കും വേണ്ട അതൊക്കെ എന്തൊക്കെ റായത്തെങ്കിൽ ചോറ് കൊടുക്കണല്ലോ നിന്റെ മോൾക്ക് 15 രൂപ ചെലവാക്കിയിട്ട് അവൾക്ക് മോളിഞ്ച് ബൈക്കോ വേറെ മോളിഞ്ച് ബൈക്കോ തെരങ്ങയില്ല അങ്ങ് ബൈച്ച് തീന്തല്ല ഇതിക്ക് 1.5 ലക്ഷം 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ചെലക്കിട്ട് ഹാള് എത്തിരി മെഹന്തി അല്ലേ റായത്തെങ്ക് ചോറ് കൊടുത്ത് ഈ മനസ്സ കടാക്കിട്ടും കാട്ടിട്ടും ബേഡിട്ടും കൊമ്പന്തിട്ടും റായത്തെങ്ക് തിന്നുപാട്ട തിന്നൊക്കെ മൂലഞ്ചി വീട് തിന്നൊക്കെ പോയിട്ട് ചങ്കിയാവുള്ള മൂലഞ്ചിക്ക് വിളിച്ചു മൂലഞ്ചി നിങ്ങളെ മോൾക്ക് ബൈക്കോറിലെ കാക്ക നിങ്ങൾ മൂലഞ്ചി ബൈക്കോ കാസില്ല 15 രൂപ ട്യൂബ് തണ്ട അത് കൊമ്പന്ന് ബൈക്കോറ് നന്റെ മൂലഞ്ചി ചോറുക്ക് നന്റെ വിളിക്കണ്ട ചൊല്ലണം അത് ഇസ്ലാമുക്ക് സംബന്ധം ഇല്ലാത്തത് കാടിട്ട് മുന്നിൽ നിന്റെ ഉണ്ട് ചെന്നെങ്കിൽ നീ എപ്പോഴും കൂടെ മൂലഞ്ചല്ല 365 നാളും തിന്നുകൂടും അത് വലിയ വിഷയം തന്നെ ഈ കാടിട്ടും പേടിയിട്ടും കടാക്കിട്ടും കഷ്ടപ്പെന്നിട്ടും കട്ടിട്ടും ബഡ്ഡിക്കെടുത്തിട്ടും എന്ത് മൂലഞ്ച് എന്ത് മെഹന്തില അതിൽ തിന്നൊക്കെ പോക ചങ്കിയാവില്ലേ ആ ചെന്നോട്ടുള്ളത് മെഹന്തി അത് ഇസ്ലാമിലുള്ളതേ മെഹന്തി ഒരു ദാവത്ത് അത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തത് നീ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടാക്കിയ സർവനാശായത് മെഹന്തി നിപ്പാട്ടണം മെഹന്തി വെയ്ക്കട് നിപ്പാട്ടണത് ഇപ്പൊ പുതിയ പെണ്ണുക്ക് സുന്നത്ത് മെഹന്തി വെയ്ക്കണത് അതിന് പേര് റായത്തെങ്ങ് ചോറ് കൊടുക്കും കൊറിയാൽമാർ
പിള്ളേർ മംഗലത്തേക്ക് വിളിച്ചെങ്കിൽ മെഹന്തിക്ക് വിളിച്ചേ അവണ് നല്ല മെഹന്തിക്ക് വിളിച്ചിട്ടില്ല നാന്തൊക്കെ മംഗലത്ത് പോകണമെന്ന് മണ്ണ് തിന്നോക്ക് നാണ് പോകണം ആ പോകണില്ല ടൗൺകാർ മെഹന്തിക്ക് വിളിക്കാത്തത് അവളെ മോൾക്ക് കൈക്ക് മോളെ കൈക്ക് മെഹന്തി വെക്കും നിന്റെ വിളിക്കിടന്തുകളാ ഞങ്ങളെ കണ്ണുപൊട്ടി അങ്ങ് അവിടെ ഉള്ളത് നമുക്ക് തരില്ലേ ഇത് നിപ്പാട്ടണോ താളത്തെ ബിസയാ ನಾನು ಚೊಲ್ಲೋನುಂಟು ಎಂದಿಲ್ಲ ತಿರಗಣ ಮುನ್ನೊಳ್ಳೆ ಕೇಟದು ಅದರ ಮಾನಸಿಕ ರೋಗಿ ಮಾರದ್ರೆ ಪರಗಳು ಪೊಟ್ಟದು ಕೊರೆ ಬಾಲಕರು ಕೊರೆ ಪಿರಾಂತ ಮಾರ ಬಾಲಕರು ಮನುಷ್ಯ ಮಾರೊಂದು ತಾಳத்துக்கு പോലെ ആ മനുഷ്യ മുന്തല ചട്ടിയുടെ സമയത്ത് ഭിത്തർ പണയ വെച്ചിട്ട് ആയിട്ട് മോളെ മങ്ങിലാക്കി കൊടുത്തേ ഉച്ചക്കും തിണ്ടേ മെഹന്തിക്കും തിണ്ടേ ഹൽദിക്കും തിണ്ടേ പെണ്ണ് നോക്കുമ്പോൾ അപ്പോഴല്ല തിണ്ടേ ഇത് ഏത് മയ്യാവത്തേക്ക് ജാവുക ഒരു പാർട്ടി പാടർക്ക് എന്തിനാ താളത്തെ പാർട്ടി എത്ര ആള് ബണ്ടേ ഓണ്ടേ ഓണ്ടേ ചക കൊമ്പറക്ക് വേണ്ടിട്ട് പിറകൾ ഒരു 100-150 ബാലക്കാർ ബണ്ടേ എന്ത് പീരാന്തി ഇത് അവിടെ കൈകാല് പൊളിഞ്ഞിറോളെ ഉണ്ടാക്കി കൊമ്പറ അവനക്ക് ബണ്ടിലെ മങ്ങിലായ പെണ്ണിടെ പുതിയ പെണ്ണിടെ ഒട്ടിക്ക് പെഞ്ഞിട്ട് ഔത്തുക്ക് പിറകെ അവനക്ക് കൈകാല് പൊളിഞ്ഞിറ അവനക്ക് പിറകാവില്ലേ അവനക്ക് ബൈക്കിലെ കാറിൽ പിറകാവില്ല അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു വന്ന കൈത്തിൽ ഈ 100-150 മെറോണിക്ക് എന്തൊക്കെ അത് പോയിട്ട് ആക്കടെ സ്വറമാ പടച്ചവൻ അല്ലാഹു പൊരുത്തപ്പെടാത്ത രൂപത്തിൽ അങ്ങനെ യാറക്കുരുടെ കണ്ടവിടെ ഗലാട്ടയും ഗുൾമാളും അടിയും പിടിയും പൊയ്യരിഞ്ഞിട്ട് മണ്ണെറിഞ്ഞിട്ട് കരിക്ക് ഉപ്പിട്ടിട്ട് കരിക്ക് മണ്ണിട്ടിട്ട് കരിക്ക് ചാങ്ങണ ഇട്ടിട്ട് എന്തെല്ലാം രൂപത്തിലായിട്ട് ഇടയ്ക്കിട്ടുണ്ടെതിരെ ഈ രൂപത്തിലുണ്ട് ഞങ്ങളുടെ നടക്കട താള ബാലക്കാര നിന്റെ പ്രത്യേക ചിലടെ ഒന്ന് നിന്റെ കാക്കന്മാരുടെ പ്രത്യേക നടപ്പാക്കുള്ളത് മങ്ങിലത്തേക്ക് പൊതു പളക്കവരുടെ സന്ദർഭത്തിൽ ഫസ്റ്റ് ചെല്ലുന്ന മാപ്പിടി ചെറുക്ക അവിടെ ഇതിലപ്പ നാണ് നിക്ക് നാണ് പെണ്ണിടെ തണ്ടേ നിന്റെ റായത്തിലെല്ലാം ബാലക്കാർക്ക് തണ്ടല്ല നാണ് പെണ്ണിടെ തണ്ടേ അതുകൊണ്ട് മങ്ങിൽ തണ്ട് താളത്തേക്ക് ചെന്നിട്ട് നീന് മാത്രം ബന്നെങ്ങ പോയി നിക്ക് ഡ്രൈവിംഗ് പറ്റില്ലെങ്കിൽ ഒരുത്തരെ വിളിച്ചോമ്പോ നിന്റെ സംബന്ധങ്ങളെ മൂന്നാമത്തെ ആൾ മാറുന്ന എന്റെ ഉത്തരക്ക് കാൾ വി കൂത്തിറ ചെന്നിട്ട് അവന്റെ ഫസ്റ്റ് ചെല്ലണം ഒന്നാമത്തെ കണ്ടീഷൻ അവിടെ ഒപ്പടെങ്ക മങ്ങിലത്തേക്ക് ബാ അതല്ല അവനക്ക് മങ്ങിലല്ല ഇമ്പോർട്ടന്റ് അവന്റെ ചങ്ങായിമാരെ പൊങ്കുളി പീരിയോടത്തോളം തിന്നൊക്കെ കൊടുക്കുന്നതായിട്ട് ഇമ്പോർട്ടന്റ് കണ്ടെങ്കിൽ അവൻ എവിടെ പോയിട്ട് ബീച്ചിലെ പാർക്കിലെ പോയിട്ട് തിന്നു പാട്ട് വേണ്ടിക്കട്ട് നിന്റെ മോൾ അങ്ങനത്തെ ശപിക്കപ്പെട്ട ഷെയ്ത്താനക്ക് കൊടുക്കണ്ട അങ്ങനത്തെ കൊടുക്കണ്ട എന്തെല്ലാം സമ്പ്രദായം എത്ര ആളുമാരുടെ ഭീതിക്ക് അല്ല മനുഷ്യ മുന്നല പെണ്ണിടെ തന്നെ കടായിട്ട് നാറിയിട്ടുണ്ടോ അതിലൊട്ടേക്ക് തിന്നു വേണ്ടിട്ട് 100-150 പാലക്കാർ പോണ്ടെ പോക്ക മൈഷാസുറ പോയതുപോലെ ഫിറാന്തമാരെ കൂട്ട പോയതുപോലെ ഏതോ മെന്റൽ ഹോസ്പിറ്റലിന്റെ വിട്ട് ഡിസ്ചാർജ് ആക്കി കൂട്ടിയും പോയതുപോലത്തെ ഇങ്ങനത്തെ ഒരു കൂട്ടായിട്ട് താളത്തേക്ക് പോണ്ടത് ദയവ് ചെയ്ത പാലക്കാര ഒന്നോള് താളത്തേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് കാറിട്ടെങ്കിൽ തീർക്കോറു ഇന്ന് താളത്തെ ചോറ് കുബാനായിട്ട് നിങ്ങൾ വേണ്ട അത് മത്തങ്ങ വിളമ്പിട ചത്ത ചകത്തേക്ക് വിളമ്പിടത് നിങ്ങൾക്ക് വേണ്ടത് താളത്തെ ചോറ് താളത് ഇസ്ലാം പഠിപ്പാട്ട് സിമ്പിൾ രൂപത്തിലാവിട്ടു പെണ്ണെ അങ്ങനത്തെ നല്ല ചെറുക്ക കിട്ടുക ഇത് വാരക്ക് അങ്ങനെ ഉണ്ട് കുറേ ചൊല്ലുകല്ല അല്ലെങ്കിൽ അങ്ങനെ പുതിയ പെണ്ണിടെ വിളിച്ചോ പോകുക വേറെ മെറോണിക്ക വിളിച്ചോ പറകൊരു മെറോണിക്ക വേറെ അങ്ങനെ മെറോണിക്കയുടെ മേളിൽ ജാവും പോളും മെറോണിക്ക അപ്പുറത്തെ പെണ്ണിങ്ങ പോണ്ടേ അവിടെ ആണിടെ വലിച്ചം പോണ്ടേ ഊട്ടറെ പെണ്ണിങ്ങ പോണ്ടേ ഊട്ടറെ പെണ്ണിങ്ങളെ വലിച്ചം പോണ്ടേ പോക്ക് എങ്ങത്തത് ചെലവത്ര ഒന്ന് പോയില്ലണ്ട് കണ്ടെങ്കിൽ പിന്നെ മുസുണ്ട് അപ്പുറത്തേക്ക് നണ്ടവൾ പെണ്ണിടെ വിളിച്ചിട്ടില്ലെന്നാണ് നണ്ടേ ചെറുക്കട നോക്കി പോയിട്ടില്ല നീ എന്തെങ്കിലും ആവണ്ട അവളുടെ മാപ്പിളുടെ ചെറുക്കട അകം നോക്കട്ടെ നീന് കുറെ പെണ്ണിങ്ങ അങ്ങനത്തെ ഒരു വീരാന്ത് ചെറുക്കട അകം നോക്കുന്നുണ്ട് വിളിച്ചും പോയിട്ടില്ല വിളിച്ചിട്ടുണ്ട് നിക്കെന്തെങ്കിൽ നിന്റെ മോളെ മാപ്പിളോട് പോയെങ്കിൽ ആറാറെ പെണ്ണിന്റെ മാപ്പിളോട് നിക്ക് പോണ്ട അകത്ത് യന്ത്രമുണ്ടോ എന്ത് ആസനിക്ക് അല്ല ഇന്നൊരുത്തര കബറുകൊന്നും നീ പോണ്ടില്ല ഇങ്ങനത്തെ എല്ലാ സമ്പ്രദായ ബലിച്ചരിഞ്ഞത്തിന് കണ്ടെങ്കിൽ കാസും ഉളിത്തായാക്ക ഈമാനും ഉളിത്തായാക്ക നല്ല സുന്ദരമായ ജീവനം നടത്താം ഇതെല്ലാം വിട്ടുപിടും ഇങ്ങനത്തെ അനാചാര അതുകൊണ്ട് പളക്കത്തേക്ക് വിറമാക്കട പിന്നെയും നനപ്പാക്കരുത് മനുഷ്യരെ കബറ് ചെല്ലൂർ ജീവനുണ്ട് അല്ല നാളെ ഞങ്ങൾ മരിച്ചത് കബറുക്ക് എത്തിയിട്ടേ തീരൂ കുറെ ടൈം ആയിട്ട് നീ പാട്ടിയാവാ അപ്പൊ മരിക്കൊണ്ട് ഒരു നാള് ഉദ്ധപ്പെട്ടു ചെല്ലറായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ പടക്കട കാണും മുന്നേ ഉദ്ധപ്പെട്ടുണ്ടുള്ള ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതിരോടത്തോളം ഉദ്ധപ്പെട്ടുണ്ടുള്ള മുന്നളും ഉദ്ധപ്പെട്ടുള്ള ആളിന്നറ ഇന്നും ഉദ്ധപ്പെട്ടുള്ള ആളിക്കിടർ നിന്റെ ഉത്തല മുന്നളും ആളിന്നറ ഇന്നും ആളിക്കിടർ നനഭവിച്ച മോണേ ಇದು 2025 ಇಸವಿ 1925 ಇಸವಿಯ ಸರಿ ಸುಮಾರು 100 ವರ್ಷಕ್ಕೆ ಮುನ್ನೋಳೋ ಈ ರಾಯത്തിൽ ആറിന്നറേട് നിൽക്കുകൊണ്ടുണ്ട നിന്റെ ഔത്തിൽ ആറിന്നറേട് നിൽക്കുകൊണ്ടുണ്ട നിന്റെ തോട്ടത്തിലും നിന്റെ കൃഷിയിലും ആറിന്നറേണ്ടുകൊണ്ടുണ്ട 2125 ഇസവി അവിടെ സന്ദർഭത്തിൽ യുദ്ധപ്പെട്ടിൽ ആറിക്ക് വരേണ്ട നിക്ക് തെരിവള നിന്റെ ഔത്തിൽ ആറുള്ള റേണ്ട് തെരിവള നിന്റെ തോട്ട ആറുകേണ്ട് നിൽക്കുകൊണ്ടുണ്ടല മോണെ നിന്റെ കൽത്തിൽ നിന്ന് ബംഗാറുണ്ടല്ലോ അതാരെ കൽത്തുക്ക് ഹാൻഡ് വറ അവിടെ കൊന്തുണ്ടടി പെണ്ണ് നിന്റെ കൽത്തുക്ക് വന്ന ബംഗാർ എവിടെ വന്നത് ഉണ്ടും നിക്ക് കൊന്തുണ്ടടി മോളെ നീന് പേരിച്ച നീനെ എല്ലാം നീനെ ദുനിയാവേ നിന്റെത് ഉണ്ട് പേരിച്ചല്ല നിക്ക് നിന്റെ ബാപ്പയുടെ പേര് ഗുന്തിക്കോ നിക്ക് നിന്റെ അജ്ജടയും പേര് ഗുന്തിക്കോ നിക്ക് ഉമ്മയുടെ പേര് ഗുന്തിക്കോ നിക്ക് അജ്ജട ബാപ്പടതും അതേപോലെ ഉമ്മയുടെ അജ്ജടയും പേരാറുകൾ
ചെല്ലകുന്തുണ്ടൊന്ന് ചെല്ലമാ അല്ലേ ഇത് ചിറ്റി നിങ്ങളെ കൂട്ടത്തില് 95% ആൾമാർക്കും അജ്ജയുടെ ബാപ്പയുടെ പേര് കൊന്തിക്കല 5% ആൾമാർ കൊന്തിക്കു അജ്ജയുടെ ബാപ്പയുടെ പേര് അജ്ജയുടെ പേര് അജ്ജയുടെ പേര് ആരെങ്കിലും കൊന്തുണ്ടാടി കേട്ടെങ്കിൽ ഈ സദസ്സിൽ ഒരാളിക്കെടുത്ത് ചിലപ്പോൾ തങ്ങന്മാറങ്ങളെ സിൽസില ചെല്ലുവാർ ഞങ്ങളെ പോലത്തെ ആൾമാർക്ക് ഞങ്ങളെ അജ്ജ ആറുണ്ട് കൊന്തിക്കൂ ചിലപ്പോൾ അജ്ജയുടെ ബാപ്പ ആറുണ്ട് കൊന്തിക്കൂ അജ്ജയുടെ അജ്ജ ആറുണ്ട് ഒരാൾക്കും കൊന്തിക്കല ഈ ഭൂമിയിൽ 100 വർഷം കഴിഞ്ഞപ്പോ ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് പേരില്ല അഡ്രസ് ഇല്ല ഞങ്ങളെ ഫോട്ടോ സമയത്ത് ഈ പ്രപഞ്ചത്തിലേക്കല്ലടാ ഞങ്ങളെ ജാഗയും ആസ്തിയും അന്തസ്സും പള്ളിയും മദ്രസും എല്ലാം മുഴുമിക്കട ചെയ്യാമെന്നോളത്തോള ഒന്ന് നെനപ്പിച്ചോ ഈ ഉറൂസ് അല്ലെങ്കിൽ ഈ നേർച്ച കാര്യക്രമം നിങ്ങൾ കൂട്ടത് കേവലം ഒരു വാല് കേൾക്കുകയാനായിട്ട് മാത്രമല്ല അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ടിട്ട് ഞങ്ങളെ കുറെ ഉദ്ദേശം ആഖിറത്തെ ഉദ്ദേശം പൂർത്തിയാവുകോ ഞങ്ങളെ സാന്നിധ്യം കിട്ടുകോ ഞങ്ങളെ ശഫാഅത്ത് കിട്ടുകോ അതിനൊക്കെയാണ് യാറായിട്ട് പിന്നൊരു ഉപകാരമുണ്ട് ഞങ്ങളെ കുടുംബത്തിൽ മരിച്ചുപോയ ആളുമാർ ഈ പള്ളിയുടെ പരിസരത്തിൽ ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ളവർ ഒന്ന് കേൾക്കട്ടെ നിന്റെ ബിരുസത്തെ ഉമ്മ സഹോദരേ നിന്റെ ഉമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്ത് ഉസ്താദേ ബാപ്പ എങ്ങനെയുണ്ട് റാഹത്ത് ഉസ്താദേ അക്കസ്മ അല്ലെങ്കിൽ നിന്റെ ബാപ്പ ഉമ്മ ഉഷാറില്ല ഉസ്താദേ അങ്ങനെ എന്തെങ്കിലും ചെല്ലു പറഞ്ഞ അബൂബക്കറാക്ക ചെല്ലട ഒരാള് പേരിൽ ദ്വാരക്കോ പ്രത്യേക ഒരു ഉസ്താദ് ഫോണാക്കി ചെല്ലട മള്ളൂർ അബൂബക്കറാക്ക ഹോസ്പിറ്റലിൽ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കും തമ്പുരാനെ അങ്ങനെ കേട്ടെങ്കിൽ ചെല്ലുവറ ബാപ്പ ഉഷാറില്ല ഉമ്മക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രഷർ ഉണ്ട് ചെല്ലുവറ നിന്റെ ഉമ്മ മരിച്ചു പോയിട്ടിന്നെങ്കിൽ ബാപ്പ മരിച്ചു പോയിട്ടിന്നെങ്കിൽ നിന്റെ ഒട്ടിക്ക് കേക്കടേ കാക്കാ നിങ്ങളെ ബാപ്പ എങ്ങനെ ഉണ്ട് മരിച്ചു പോയിട്ട് എത്ര വർഷമായിട്ട് 4 വർഷമായിട്ട് ഉസ്താദേ 5 വർഷമായിട്ട് ഉസ്താദേ ഇപ്പൊ എങ്ങനെ ഉണ്ട് എന്തൊരു ഉത്തരം ചെല്ലുവേ ബാപ്പ കബറിൽ എങ്ങനെ ഉണ്ട് കേട്ടെ നിക്ക് ഉത്തരയില്ല അങ്ങ് കഷ്ടത്തിലുള്ളറാ സുഖത്തിലുള്ളറാണ്ട് തെരിയല മനുഷ്യരെ ഞങ്ങളെ കാണും മുന്നില് പോയി ആളുമാറ് കബറിലുള്ളറ ഞങ്ങളെ കഷ്ടമാ സുഖമാണ്ട് ഞങ്ങൾക്ക് തെരിയല ഞങ്ങളങ്ങ് കാത്തുകൊണ്ടുള്ളവർ വാതിര മജ്‌ലിസിക്ക് വന്നപ്പോ ഞങ്ങൾക്ക് ദുആരക്ക് വരെ ചന്ദ്രങ്ങ ബേരിച്ചോണ്ടുള്ളവർ ചെമ്മ ഉണ്ടങ്ങത്തെ കഥയുള്ള ചൊല്ലുക വേണായിട്ട് നനപ്പിക്കട്ടെ ഇങ്ങനത്തെ വാതിര മജ്‌ലിസിക്ക് പണ്ട സന്ദർഭത്തില് അല്ലാഹുവിന്റെ പള്ളിക്ക് ജമാഅത്തും പണ്ട സന്ദർഭത്തിലാണ് നിങ്ങള് ആ ഡബ്ബിക്കൊരു 10 രൂപയുടെ ആദത്താക്കൊരു മുസ്ലിമേ വാതിര മജ്‌ലിസിക്ക് പണ്ട സന്ദർഭത്തില് ചില്ലറ കാസങ്ങും കയ്യിലിക്കട്ട് മുസ്ലിമേ എന്ത് കണ്ടു തരിയണ ഞങ്ങളെ മരിച്ചു പോയ ആളും മാറ് ഞങ്ങളെ കാണാൻ മുന്നില് പോയ ആളും മാറ് ഞങ്ങളെ ദുആത്തെയും ഞങ്ങളെ സദഖത്തെയും കാത്തുകൊണ്ടുള്ളൊരു മനുഷ്യരെ അങ്കൊന്ന് ദുആരൊക്കെ വേണായിട്ട് നിന്റെ ഉമ്മ നിന്റെ ജാഗി പുട്ട് തന്നറ നിന്റെ ഉമ്മ മരിച്ചു പോയാൽ പിന്നെ ഉമ്മ പുട്ട് പോയ പാത്രത്തിൽ നീ ചോറുണ്ടോണ്ടുള്ളര ആ കിച്ചണിൽ നീ അടികൊണ്ടുള്ളര ആ ബാപ്പ കിടക്കിട കട്ടിലുള്ള നീ കിടന്നോണ്ടുള്ളര ആ ബാപ്പ ഉണ്ടാക്കി ഔത്തുള്ള നീ ജീവനം നടത്തിയോണ്ടുള്ളര ഞങ്ങളെ തോട്ടത്തിലുള്ള നീ അനുഭവിച്ചോണ്ടുള്ളര ഞങ്ങളെ കൽത്തിൽ മാലയും ബംഗാറുടെയും നിന്റെ കൽത്തുക വന്നര ഞങ്ങളെ വേർപ്പട തണ്ണിയായിട്ട് കിട നിന്റെ ലൈഫ് പൂർണ്ണമായിട്ടും അതുകൊണ്ട് മരിച്ചങ്ങളെ മറക്കണ്ട അങ്ങ് പ്രത്യേക ദ്വാരക്കട നനപ്പിക്കട്ടെ മനുഷ്യരെ ഞങ്ങളെ മയ്യത്ത് കെട്ടിൽ റെഡിയുണ്ട് മോണ് അത് എല്ലാ റൗത്തും വിസിറ്റ് പണ്ടളാ ആ വിസിറ്റ് പണ്ട സന്ദർഭത്തിൽ ഒരാളത്തിന് മേൽക്ക് പത്തിട്ട് പോവാണ്ടിക്കില്ലടാ ഉദ്ദബെട്ടു പള്ളിയുടെ പരിസരത്ത് എടുത്ത് വെച്ചിട്ടുള്ള മയ്യത്ത് കെട്ടിലുണ്ടല്ലേ ആ പന്താണ്ട് വെച്ചിട്ടുള്ള മയ്യത്തൊക്കെ പന്തിയെങ്ക് റായത്തിൽ ആറോ പന്തെടുത്ത് നിപ്പാട്ടിറാണ്ട് അത് അർത്ഥ മയ്യത്ത് കട്ടിൽ പന്തെങ്ക് റായത്തിൽ ഒരാള് പന്തെടുത്ത് നിപ്പാട്ടിയ ശ്വാസം നിപ്പാട്ടിയാണ്ടത് അർത്ഥ അങ്ങത്തവിടെ ലിഫ്റ്റാക്കിടത് കൊമ്പോയിട്ട് 6 അടി മണ്ണിൽ ദഫനാക്കും കൊമ്പോയിട്ട് കൊടുക്കട എല്ലാ റൗത്തും ആ മയ്യത്ത് കട്ടിൽ വേണ്ട അതൊക്കെ ഒരുക്ക പത്തിട്ട് പോയവണ് റിട്ടേൺ ബണ്ടില്ലടാ അതിൽ കടക്കട ശരീരമായിട്ട് കിട ഞങ്ങളതെല്ലാരും അതുകൊണ്ട് ഉമ്മയുടെ വിഷയത്തിൽ ജാഗ്രത ആക്കിയുള്ളറോ ബാപ്പയുടെ ഒട്ടിക്ക് കളിക്കിടങ്ങ ജാഗ്രത ആക്കിയുള്ളറോ ഞങ്ങളുടെ കണ്ണട തണ്ണിലി പാട്ടിരണ്ട പെഞ്ഞയുടെ വിഷയത്തിൽ ജാഗ്രത ആക്കിയുള്ളറോ മാപ്പിളയുടെ വഞ്ചന കണ്ട പെണ്ണ് മക്കളെ പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത രൂപത്തിൽ ജീവൻ നടത്തുന്നത് ജാഗ്രത ആക്കിയുള്ളറോ പള്ളിയുടെ ഒട്ടിക്ക് സമ്പർക്ക വെച്ചുള്ളറോ ഉസ്താദ്മാരൊട്ടിക്ക് സമ്പർക്ക വെച്ചുള്ളറോ ഇതുപോലത്തെ ഇൽമുടെ മജ്‌ലിസിക്ക് ഹാജരാവിടെ പോലത്തെ സ്വഭാവ ശൈലി ഉണ്ടാവട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു ഞങ്ങളെ ഉദ്ദേശം പൂർത്തിയാക്കി തരുമാറാവട്ടെ അല്ലാഹു ഞങ്ങളെ മക്കളെയും സാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കി തീർക്കുമാറാവട്ടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.